ബിസിനസ് റിസ്ക് എന്ന് പറയുന്ന ഏരിയ വെച്ചിട്ടാണ് നമ്മൾ ഡയറക്ട്ലി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എന്തായിരുന്നു മക്കളെ ബിസിനസ് റിസ്ക് എന്ന് പറഞ്ഞാൽ? വാട്ട് ഐ മീൻ ബൈ ബിസിനസ് റിസ്ക്? എന്തായിരുന്നു ബിസിനസ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്തായിരുന്നു ബിസിനസ് റിസ്കിന്റെ കേസ് നമ്മൾ മെയിൻലി കൺസിഡർ ചെയ്യുന്നത്? ബിസിനസിന്റെ ഒബ്ജക്റ്റീവിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. എക്സാക്ട്ലി. നമ്മുടെ ഒരു കമ്പനിയുടെ ബിസിനസ് എന്താണോ ആ ബിസിനസിന്റെ ഒബ്ജക്റ്റീവ്സിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അങ്ങനെയുള്ള ഫാക്ടേഴ്സിനെയാണ് നോർമലി നമ്മൾ എന്തെന്ന് വിളിക്കുക? വി വിൽ കോൾ ഇറ്റ് ആസ് ദ ബിസിനസ് റിസ്ക്. അതായത് എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷൻസോ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു ഇനാക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇവന്റ്സ്, സർക്കംസ്റ്റൻസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണോ ആ ഒബ്ജക്റ്റീവ്സ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ സ്ട്രാറ്റജി എന്താണോ ആ സ്ട്രാറ്റജി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനോ അല്ലെങ്കിൽ സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യാനോ പറ്റാത്തതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? വി വിൽ കോൾ ഇറ്റ് ആസ് ബിസിനസ് റിസ്ക്. ആൻഡ് യു ഹാവ് ടു ഓൾവേസ് കീപ് വൺ തിങ് ഇൻ മൈൻഡ്, ദാറ്റ് ബിസിനസ് റിസ്ക് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് എ പോസിബിലിറ്റി. അതായത് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത് പ്യൂർലി അസംഷന്റെ ബേസിസിൽ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ, ഒരു പുതിയ ലോ ആൻഡ് റെഗുലേഷൻ വന്നു എന്ന് പറഞ്ഞ് ഒരിക്കലും കമ്പനീനെ അത് 100% ഉറപ്പായിട്ടും അഫക്ട് ചെയ്യണം നിർബന്ധമില്ല. പക്ഷെ നമ്മൾ അസ്യൂം ചെയ്യാണ് ഒരു പുതിയ ലോ ആൻഡ് റെഗുലേഷൻ വന്നു. ഇൻ കേസ് എങ്ങാനും കമ്പനി ആ ഒരു പർട്ടിക്കുലർ ലോ അല്ലെ റെഗുലേഷൻ കംപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ലോ ആൻഡ് റെഗുലേഷൻ കംപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് എന്തൊക്കെ തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സിനെയാണ് കമ്പനിയെ അഫക്ട് ചെയ്യുക, അല്ലെങ്കിൽ കമ്പനിയുടെ ഓപ്പറേഷൻസിനെ അത് എങ്ങനെ ഇൻഡയറക്ട്ലി ഡയറക്ട്ലി ബാധിക്കും, ഈ കാര്യമായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ബിസിനസ് റിസ്ക് വിൽ പ്യൂർലി ബി ബേസ്ഡ് ഓൺ അസംഷൻ. സോ യു ഹാവ് ടു കീപ് ദാറ്റ് വൺ ഇൻ മൈൻഡ്. ആൻഡ് whenever you write the business risk, always consider how that particular risk is going to affect the company's operation. So let it be in any manner. ഏത് രീതിയിലാണ് കമ്പനിയുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിൽ നിന്നും കമ്പനീനെ അത് പ്രിവെന്റ് ചെയ്യുന്നത് നോക്കുക, അക്കോർഡിംഗ്ലി പറയാം. So this is what you need to consider as part of the business risk. So നമ്മൾ ഓഡിറ്റ് റിസ്ക് എഴുതുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കുറെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണമെന്ന്. സെയിം as that, ഓഡിറ്റ് റിസ്കിന്റെ കേസിൽ മാത്രമല്ല, whenever you give the answer for your business risk, ആ ഒരു കേസിലും നിങ്ങൾ പ്രോപ്പർലി എഴുതുന്നുണ്ടാവണം നിങ്ങളുടെ ബിസിനസ് റിസ്കിനെ അഫക്ട് ചെയ്യുന്ന ഓരോ ഫാക്ടേഴ്സും. ആൻഡ് ബിസിനസ് റിസ്കിനെ കുറിച്ച് നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾ അവിടെ കൺസിഡർ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വെൻ യു റൈറ്റ് അബൌട്ട് ദ ബിസിനസ് റിസ്ക്, ആദ്യം നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പർട്ടിക്കുലർ ബിസിനസ് റിസ്ക് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. സിനാരിയോയ്ക്കകത്ത് പറഞ്ഞേക്കുന്ന ബിസിനസ് റിസ്ക് എന്താണോ ആ ബിസിനസ് റിസ്ക് ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമതായിട്ട് യു ഹാവ് ടു എക്സ്പ്ലെയിൻ ഇറ്റ്. എന്തുകൊണ്ടാണ് ആ ഒരു പർട്ടിക്കുലർ ഇവന്റ് ബിസിനസ് റിസ്ക് ആവുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ പറയണം. ആൻഡ് മൂന്നാമതായിട്ട് നിങ്ങൾ ആ ബിസിനസ് റിസ്ക് എന്ത് ഇമ്പാക്റ്റ് ആണോ ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഇമ്പാക്ട് ഓൺ എന്താണെന്നുള്ളത് പറയണം. നോർമലി നമ്മൾ ഓഡിറ്റ് റിസ്ക് പറയുന്ന സമയത്ത് ഇമ്പാക്ട് ഓൺ FS ആണ് പറയാറ്. പക്ഷെ ബിസിനസ് റിസ്കിന്റെ കേസിൽ ഇമ്പാക്ട് ഓൺ FS അല്ല പറയേണ്ടത്, പകരം ഇമ്പാക്ട് ഓൺ ദിസ് എൻറ്റിറ്റി, നമ്മുടെ കമ്പനീനെ ഈ ബിസിനസ് റിസ്ക് എങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം വേണം നമ്മൾ പറയാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യമേ നിങ്ങൾ ആ ബിസിനസ് റിസ്ക് എന്താണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യുക, സിനാരിയോ ഡയറക്ട്ലി അത് എക്സ്പ്ലെയിൻ ചെയ്യുക, അത് കാരണം കൊണ്ട് എന്ത് ഇമ്പാക്ട് ആണ് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ സ്പെസിഫിക്കലി പറയണം. സോ ഇമ്പാക്ട് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോഫിറ്റിന് മേലെയുള്ള ഇമ്പാക്ട് പറയാം, അല്ലാന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് പോലെ തന്നെ കമ്പനിയുടെ മാർജിന് മേലെയുള്ള ഇമ്പാക്ട് പറയാം, കമ്പനിയുടെ റവന്യൂവിനെ ഈ ഒരു പർട്ടിക്കുലർ ഇവന്റ് എങ്ങനെ അഫക്ട് ചെയ്യും, അതുപോലെ തന്നെ കമ്പനിയുടെ ക്യാഷ് ഫ്ലോസിനെ ഈ ഒരു പർട്ടിക്കുലർ ഇവന്റ് എങ്ങനെ അഫക്ട് ചെയ്യും, അതുപോലെ തന്നെ കമ്പനിയുടെ റെപ്യൂട്ടേഷനെ ഇതെങ്ങനെ അഫക്ട് ചെയ്യും, കമ്പനിയുടെ ഗുഡ് വിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ബ്രാൻഡ് നെയിമിനെ ഇതെങ്ങനെ അഫക്ട് ചെയ്യും. ഈ കാര്യങ്ങളായിരിക്കും മെയിൻലി നിങ്ങൾ ബിസിനസ് റിസ്കിന്റെ കേസിൽ പറയേണ്ടത്. അപ്പോൾ ലെറ്റ് ഇറ്റ് ബി എനി സിനാരിയോ, ആ ഒരു പർട്ടിക്കുലർ സിനാരിയോയിൽ എന്താണോ നിങ്ങളോട് ബിസിനസ് റിസ്കിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് ആ ബിസിനസ് റിസ്ക് എന്താണെന്നുള്ളത് പ്രോപ്പർലി നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. യു ഹാവ് ടു എക്സ്പ്ലെയിൻ ഇറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ്. അത് എന്തുകൊണ്ടാണ് ബിസിനസ് റിസ്ക് ആയെന്നുള്ള കാര്യം, ഓവറോൾ ഇമ്പാക്ട് എന്താണോ ബിസിനസ് റിസ്ക് കാരണം കൊണ്ട് വരുന്നത് ആ ഇമ്പാക്ട് എന്താണെന്നുള്ള കാര്യവും നിങ്ങൾ ക്ലിയർലി എക്സ്പ്ലെയിൻ ചെയ്യുക. ബട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രോഫിറ്റിന്റെ മേലെ, മാർജിന്റെ മേലെ, റവന്യൂവിന്റെ മേലെ, ക്യാഷ് ഫ്ലോയുടെ മേലെ, റെപ്യൂട്ടേഷന്റെ മേലെ, ഗുഡ് വില്ലിന്റെ മേലെ ഒരു ബ്രാൻഡ് നെയിം അത് എങ്ങനെയാണോ അഫക്ട് ചെയ്യുന്നത് അത് അക്കോർഡിംഗ്ലി പറയാം. ഇനി ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ അല്ല, ഇവിടെ കുറെ എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്. ഈ കേസ് നമുക്കൊന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. നിങ്ങളോട് നിങ്ങളുടെ സിനാരിയോയ്ക്കകത്ത് മെൻഷൻ ചെയ്യാണ് കമ്പനിക്ക് ഒരു സിംഗിൾ സപ്ലയറേ ഉള്ളൂ എന്നുള്ള കാര്യം. അപ്പൊ കമ്പനീനെ കുറിച്ച് നമ്മുടെ പ്രോപ്പർലി സിനാരിയോയ്ക്കകത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഔട്ട് ഓഫ് വിച്ച് ഒരു സെന്റൻസ് പറഞ്ഞേക്കാണ് ദ കമ്പനി ഹാവ് ഗോട്ട് എ സിംഗിൾ സപ്ലയർ. അപ്പൊ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക, അലൻ കമ്പനി ഹാവ് ഗോട്ട് ഓൺലി വൺ സിംഗിൾ സപ്ലയർ ഫ്രം വെയർ ദ കമ്പനി ഈസ് ടേക്കിംഗ് ദ ഹോൾ എമൗണ്ട് ഓഫ് സപ്ലൈസ്. അപ്പൊ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള പോസിബിലിറ്റി എന്താണെന്ന് ആലോചിച്ച് നോക്കുക. അത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്തുകൊണ്ടാണ് ബിസിനസ് റിസ്ക് ആണ്. ഓക്കെ ഫൈൻ. സിൻസ് ദേ ആർ ഹാവിംഗ് ഓൺലി എ സിംഗിൾ സപ്ലയർ, ഈ സപ്ലയർ പ്രൊഡക്ട്സ് നമ്മൾ ഡെലിവറി ചെയ്ത് തരുന്നതിൻ്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള
ഫോൾട്ട് വരുത്തുവോ അല്ലെങ്കിൽ നമുക്ക് ഓൺ ടൈം പ്രൊഡക്റ്റ് ഡെലിവർ ആയി കിട്ടുകയോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? There can be chances that in case if the products were not received on time, we will not be able to carry on with our production process. So ultimately, we will not be able to meet the customer demands. And if the customer demands are not met by the company, customers will be dissatisfied. In addition to which, it might result in loss of revenue for the company. So this is how we are going to explain that. So we have clearly identified the issue that they have got only a single supplier. Then we are explaining that in case if they have got only a single supplier, there can be possibility that the company will not get goods on time. In that case, the company will not be able to carry out with their production process. And what will be the resulting impact? They will not be able to meet the customer demands. Customers will be dissatisfied, which will result in reputational damages as well as loss of revenue for the company. That's the impact. So these are the three factors that you have to consider and include when it comes to the case of business risk. Clear, Aylarkum? Is that clear? Yes, sir. Yes, Yeah. sir. Yes, sir. So this is another file which we have already discussed in our regular session, and we will just quickly brush through this file. ഇതിനകത്തുള്ള ഓരോന്നിന്റെ മീനിങ് ഞാൻ പറഞ്ഞു പോവാം, സോ ദാറ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് ബിസിനസ് റിസ്ക് ഇന്റർപ്രിറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എഗെയിൻ ദ സെയിം തിങ്, ഈ സെയിം നോട്ട്സിന്റെ അകത്തുള്ളത് തന്നെയാണോ എക്സാമിന് വരുന്നതെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി അല്ല. യു മൈറ്റ് ഗെറ്റ് അഡീഷണൽ പോയിന്റ്സ്. അപ്പോൾ ഈ ലോജിക്ക് തന്നെ യൂസ് ചെയ്യാം. നിങ്ങളോട് സിനാരിയോയ്ക്കകത്ത് പറയാണ് കമ്പനിക്ക് ഒരു ഇന്റർനാഷണൽ ഓപ്പറേഷൻ ഉണ്ടെന്ന്. ഏതൊരു കേസിലാണെങ്കിലും പുതിയൊരു ക്വസ്റ്റ്യൻ വരുമ്പോഴും അവിടെ കമ്പനിക്ക് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പറയാൻ പറ്റുന്ന ഒരു റിസ്ക് ആണ്. നമ്പർ 1, സിൻസ് ദേ ആർ trading internationally, definitely they have to follow their own country's local regulations. In addition to which, they must also follow the regulations in which countries they are trading with. So there can be chances that the company might not have complied with other countries' regulation, which would result in penalties and fine for the company as well as reputational damage. നമുക്ക് പറയാൻ പറ്റുന്ന റിസ്ക് ആണ്. അതുപോലെ തന്നെ നമ്മൾ പറയാറുണ്ട്, ഇന്റർനാഷണൽ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഇക്കണോമിക് ഇൻസ്റ്റെബിലിറ്റീസ് ഉണ്ടാവും. അതായത് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പോളിസി എങ്ങനെയാണോ അതുപോലെ ആവണം എന്നില്ല വേറെ കൺട്രിയിൽ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കാം? നിങ്ങൾക്ക് പ്രോപ്പർലി ആ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഇക്കണോമിക് സിറ്റുവേഷൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർലി പ്ലാൻ ചെയ്യാനോ ബഡ്ജറ്റ് ചെയ്യാനോ പറ്റില്ല കമ്പനിയുടെ ആക്ടിവിറ്റീസ്. സോ പ്രോപ്പർലി പ്ലാൻ ആൻഡ് ബഡ്ജറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അൺസർട്ടനിറ്റീസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. സെയിം as that, എല്ലാ സിറ്റുവേഷനിലും ഇന്റർനാഷണൽ ഓപ്പറേഷൻ ഉണ്ടെന്ന് പറയാൻ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന റിസ്ക് ആണ്. ഫോറിൻ എക്സ്ചേഞ്ച് ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പ്രോപ്പർലി നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് ഇഷ്യൂസ് മാനേജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ പ്രോഫിറ്റും ക്യാഷ് ഫ്ലോസ് എല്ലാം വോളാറ്റൈൽ ആയി മാറും. സോ അത് നിങ്ങൾക്ക് ഇന്റർനാഷണൽ ഓപ്പറേഷന്റെ കേസിൽ റിസ്ക് ആയിട്ട് പറയാം. സെയിം as that, നിങ്ങളോട് ചിലപ്പോൾ റെഗുലേറ്ററി ഇഷ്യൂസ് പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഏതെങ്കിലും ഒരു പുതിയ ലോ അല്ലെങ്കിൽ റെഗുലേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. സോ വെൻ എ കമ്പനി ഈസ് ഗോണ ഫേസ് ദാറ്റ് സിറ്റുവേഷൻ, രണ്ട് രീതിയിൽ അത് കമ്പനീനെ അഫക്ട് ചെയ്യാം. നമ്പർ 1, കൺസിഡർ ദാറ്റ് ദ കമ്പനി ഹാവ് ഓൾറെഡി കംപ്ലൈഡ് വിത്ത് ദ റെഗുലേഷൻ. സോ നമ്മുടെ ഒരു പർട്ടിക്കുലർ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും മാസീവ് ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ടായിരിക്കും. കൺസിഡർ ദാറ്റ് ദ കമ്പനി ഹാവ് ഗോട്ട് എ ഫാക്ടറി. നമ്മൾ നേരത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾ, ആ കമ്പനിയുടെ ഫാക്ടറിയിൽ ഒരു വലിയ എക്സോസ്റ്റ് പൈപ്പ് ഉണ്ട്. പൊല്യൂഷൻ എമിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വലിയ എക്സോസ്റ്റ് പൈപ്പ് ഉണ്ട്. കറന്റ്ലി ഇറ്റ് ഈസ് ഹാവിംഗ് 50 meter ലെങ്ത് ആൻഡ് ദ ന്യൂ റെഗുലേഷൻ റിക്വസ്റ്റ് ദ കമ്പനി ടു ചേഞ്ച് ഇറ്റ് ടു എ 100 meter പൈപ്പ്. അപ്പൊ ഈ 100 meter ആക്കണം എന്നുണ്ടെങ്കിൽ വെൽ വി നോ ദാറ്റ് അവിടെ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ നടത്തേണ്ടതായിട്ട് വരും. സോ ഇഫ് ദി കമ്പനി വാണ്ട് ടു കംപ്ലൈ വിത്ത് ദിസ് റെഗുലേഷൻ, അവിടെ എന്തായിരിക്കും സംഭവിക്കുക? there will be significant cash outflow for the company for complying with the regulation, which might result in cash flow difficulties for the company. On the other hand, consider that the company is not complying with this regulation. In that case, എന്തായിരിക്കും സംഭവിക്കുക? The company might need to face regulatory issues. Automatically, there can be chances of having penalty and fine for the company, which would result in reputational damages as well as cash outflow in terms of penalties. Clear, Ayo? Yes, sir. Yeah. Then environmental damage ന്റെ കേസ് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഒരു കമ്പനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പർട്ടിക്കുലർ എൻവയോൺമെന്റൽ റെഗുലേഷൻ വയലേറ്റ് ചെയ്തതിനെ കുറിച്ച് പറയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ കമ്പനി എങ്ങനെയാണ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ലോ ഫോളോ ചെയ്യേണ്ടത് അത് ഫോളോ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ഈ സിറ്റുവേഷനിലെല്ലാം എന്തായിരിക്കും ഉണ്ടാവുക? മെയിൻലി റെപ്യൂട്ടേഷണൽ ഡാമേജസും അതുപോലെ തന്നെ പെനാൽറ്റി ആൻഡ് ഫൈനും ആയിരിക്കും ഉണ്ടാവുക. ദേ ക്യാൻ ഓൾസോ ബി ചാൻസസ് ദാറ്റ് നിങ്ങൾ സിനാരിയോ പ്രോപ്പർലി വായിച്ച് അനലൈസ് ചെയ്യുക. നിങ്ങളോട് പറയുന്നുണ്ടാവും നിങ്ങൾ എന്തെങ്കിലും സസ്റ്റൈനബിൾ പ്രൊഡക്റ്റ് ഫോളോ ചെയ്യേണ്ട ഒരു കൺട്രിയിൽ മാനുഫാക്ചർ ചെയ്യുന്ന സെല്ലർ ആയിരുന്നു, പക്ഷെ നിങ്ങൾ ആ റെഗുലേഷൻ ഫോളോ ചെയ്തിട്ടില്ല എന്ന് പറയും. അങ്ങനെയാണ് എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങളുടെ മോശം പ്രൊഡക്റ്റ് ഏതെങ്കിലും കൺസ്യൂമേഴ്സ് വാങ്ങുമോ? ഇല്ല. അപ്പൊ കോൺട്രാക്ട് ഒക്കെ ക്യാൻസൽ ആവും, റവന്യൂ ക്യാഷ് ഫ്ലോസ് ഒക്കെ പോവും. അതായിരിക്കും നിങ്ങൾ പറയുക. ക്ലിയർ ആയി മക്കളെ? Yes, sir. Yes, sir.
The next one is diversification and rapid growth. They might be explaining it in the scenario that the company is having diversification. അതായത് ഒരു കമ്പനി സിഗ്നിഫിക്കൻ്റ്ലി ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിനെ കുറിച്ച് പറയാണ്. കറന്റ് അവർ എഡ്യൂക്കേഷൻ ആണ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഔട്ട് ഓഫ് വിച്ച് അവർ ചേഞ്ച് ചെയ്ത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലേക്കും കൂടി പുതുതായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പോകാന്ന് പറഞ്ഞു. When a company is company is diversifying their operations to a new business which they are not aware of, അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? They might not be able to focus on their existing business or on the new one. So first thing നിങ്ങൾ എപ്പോഴും ഓർക്കണം, എവിടെ കമ്പനി എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു, അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ക്യാഷ് ഔട്ട്ഫ്ലോസ് ഇൻകർ ആവാൻ ചാൻസ് ഉണ്ടെങ്കിൽ അവിടെ എപ്പോഴും നിങ്ങൾക്ക് എന്ത് പറയാം? There can be chances that the company might face cash flow difficulties. In addition to which അവരുടെ എക്സിസ്റ്റിംഗ് ഓപ്പറേഷൻസ് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും അഫക്റ്റഡ് ആവും എന്ന് പറയാം. മനസ്സിലായോ? ഓക്കെ മക്കളെ, റാപ്പിഡ് ഗ്രോത്തിന്റെ കേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ റാപ്പിഡ് ഗ്രോത്ത് ഓർ ഓവർ ട്രേഡിംഗ് എന്ന് പറയുന്ന ഇഷ്യൂ ഉണ്ടല്ലോ. റാപ്പിഡ് ഗ്രോത്ത് രണ്ട് രീതിയിൽ പറയാം. നിങ്ങളോട് പറയും കമ്പനി ഭയങ്കര റാപ്പിഡ് ഗ്രോത്ത് ഫേസിലാണെന്ന് പറയും. അവിടെ ഒരു ഓഡിറ്റ് റിസ്ക് ഉണ്ട്. ആക്ച്വലി ഒരു കമ്പനി സിഗ്നിഫിക്കന്റ് റാപ്പിഡ് ഗ്രോത്ത് ഫേസിലാണ് എന്നുണ്ടെങ്കിൽ ഈ കമ്പനിയുടെ ട്രാൻസാക്ഷൻസ് ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും. കൺസിഡർ ദാറ്റ് നമ്മുടെ ഇപ്പൊ എന്താ പറയാ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മൊത്തം 100 സ്റ്റുഡൻസ് ആയിരുന്നു കറന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ 100 സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ടന്റിനെ അപ്പോയിന്റ് ചെയ്തു. ഈ അക്കൗണ്ടന്റ് ആണ് 100 സ്റ്റുഡൻസിന്റെയും കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. ആൻഡ് ഓൺലി വൺസ് ഇൻ എ മന്ത് നമ്മൾ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വൺസ് ഇൻ മന്ത് ആ ഫസ്റ്റ് ഫീസ് നിങ്ങൾ പേ ചെയ്യുന്നു, സ്റ്റാഫ് അക്കൗണ്ട് ചെയ്ത് പോകുന്നു, അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇൻസ്റ്റെഡ് ഓഫ് 100 സ്റ്റുഡൻസ് ഒരു 2000 സ്റ്റുഡൻസ് വന്നു. സെയിം സ്റ്റാഫ്, സെയിം മന്തിൽ തന്നെ നമ്മൾ 3 ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ സ്റ്റാഫിന് ഈ റാപ്പിഡ് ഗ്രോത്തിനനുസരിച്ച് ആ സെയിം പേസിൽ തന്നെ വർക്ക് ചെയ്തെത്താൻ പറ്റുമോ? ഇല്ല. അവർ വർക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും എന്തായിരിക്കും ഉണ്ടാവുക? there will be possibility of mistake in the entries passed. So definitely അവിടെ മിസ്റ്റേക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഹൈ ആണ്. മനസ്സിലായോ? ക്ലിയർ ആയോ? ഇനി രണ്ടാമതൊരു റാപ്പിഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഓവർ ട്രേഡിംഗ് എന്ന് പറയുന്ന ഇഷ്യൂ ആണ്. എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാനൊരു ഓഫർ തരുവാണ്, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഓഫർ തരുവാണ്. നിങ്ങൾ എല്ലാവരും നിങ്ങൾ F1 ജോയിൻ ചെയ്തേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് പേപ്പർ BTക്കാണ് ജോയിൻ ചെയ്തേക്കുന്നത്, AAA വരുന്ന എത്തിയിട്ടില്ല. BTക്ക് ജോയിൻ ചെയ്യുന്ന നിങ്ങളെ എല്ലാവരോടും ഞാൻ പറയാണ്, നിങ്ങൾ എല്ലാവരും ഫ്രീ ആയിട്ട് പഠിച്ചു. നിങ്ങൾ എല്ലാവരും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഫീസ് പേ ചെയ്താൽ മതി. ജോബിന് കയറിയിട്ട് ഫീസ് പേ ചെയ്താൽ മതി. ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ ഓരോ ക്ലാസ്സസും കഴിയുന്നതിനനുസരിച്ച് ലിറ്ററലി പറഞ്ഞാൽ ആസ് പെർ IFRS 50 എനിക്ക് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാമല്ലോ. ശരിയല്ലേ? റവന്യൂ റെക്കഗ്നേഷൻ പോസിബിൾ ആണ്. കാരണം എന്താ? പെർഫോമൻസ് ഒബ്ലിഗേഷൻ കംപ്ലീറ്റ് ആവുമ്പോൾ ഞാൻ റവന്യൂ റെക്കഗ്നൈസ് ചെയ്ത് പോകും. പക്ഷേ എനിക്ക് നിങ്ങൾ തരാനുള്ള ഫീസ് ഫുള്ള് ഞാൻ റിസീവബിൾസ് ആയിട്ടാണ് ഇട്ടേക്കുന്നത്. ഡു യു റിയലി ബിലീവ് ദാറ്റ് ഐ വുഡ് ബി ഏബിൾ ടു ക്യാരി ഔട്ട് ദിസ് ബിസിനസ് ആഫ്റ്റർ 1 year? പറ്റുമോ? നോ ചാൻസ്. കാരണം എന്താ? നിങ്ങൾ എല്ലാവരും എന്നാണോ ഫീസ് തരുന്നത് അന്നേ എൻ്റെ പൈസയുള്ളൂ. ശരിയല്ലേ? അതായത് ബുക്സിൽ റവന്യൂ കമ്പനിയുടെ ഭയങ്കര ഹൈ ആയിരിക്കും, പക്ഷെ നമുക്ക് റിസീവബിൾസ് എന്ന് പറയുന്ന അസറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിലല്ലേ നാളെ എനിക്ക് ബിൽഡിങ്ങിന് റെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ, അതർ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഓവർ ട്രേഡിംഗ് എന്ന് പറയുന്ന ഇഷ്യൂ. എന്ന് വെച്ചാൽ കമ്പനിയുടെ റവന്യൂ സിഗ്നിഫിക്കന്റ് ആയിരിക്കും, പക്ഷെ ക്യാഷ് ഫ്ലോ ഉണ്ടാവില്ല. ക്യാഷ് ഫ്ലോ ഇല്ലാതെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ് പെട്ടെന്ന് എൻഡ് അപ്പ് ആവും. ദേ വോണ്ട് ബി ഏബിൾ ടു ക്യാരി ഔട്ട് വിത്ത് ദെയർ ഓപ്പറേഷൻ. ക്ലിയർ ആയോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ബിസിനസ് റിസ്ക് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഈ കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്, ബിസിനസ് റിസ്ക് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഗോയിങ് കൺസേൺ നോക്കുന്ന സമയത്ത് ഒരിക്കലും കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി അല്ല നോക്കേണ്ടത്. ഒരു കമ്പനി ഒരുപാട് പ്രോഫിറ്റ് ഉണ്ട്, കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ ദേ വോണ്ട് ബി ഏബിൾ ടു ക്യാരി ഔട്ട് ദെയർ ബിസിനസ്, അവർ നിന്ന് പോകും. പക്ഷേ ഒരു കമ്പനിയുടെ ലോസ് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ, പക്ഷെ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട്, എനിക്ക് കമ്പനിയിലേക്ക് ക്യാഷ് പമ്പിങ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലെ കാശ് തീരുന്ന എത്രയും നാളും കമ്പനി മുന്നോട്ട് പോകും. ശരിയല്ലേ? അപ്പൊ അത് എപ്പോഴും ഓർത്ത് വെക്കുക. ഒരു കമ്പനിയുടെ ഗോയിങ് കൺസേൺ അല്ലെങ്കിൽ ബിസിനസ് റിസ്ക് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റബിലിറ്റി അല്ല മെയിൻലി നോക്കേണ്ടത്. എന്താണ് നോക്കേണ്ടത്? ക്യാഷ് ഫ്ലോ വേണം കൺസിഡർ ചെയ്യാൻ. ക്യാഷ് ഇൻഫ്ലോസ് ക്യാഷ് ഔട്ട്ഫ്ലോവിനേക്കാളും കൂടുതലാണെങ്കിൽ ബിസിനസ് സസ്റ്റെയിൻ ആവും. ക്ലിയർ ആയോ? ഇനി നോക്കി മക്കളെ, റിലയൻസ് ഓൺ ഫ്യൂ കസ്റ്റമേഴ്സ്. കൺസിഡർ ദാറ്റ് അവർ കമ്പനി ഹാവ് ഗോട്ട് ഓൺലി വെരി ഫ്യൂ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സ് കുറവാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? ഓട്ടോമാറ്റിക്കലി കസ്റ്റമേഴ്സിനുള്ള ബാർഗൈനിങ് പവർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അറിയാം, ഞാൻ നിങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് ബിസിനസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ബാർഗൈനിങ് പവർ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പോകാതിരിക്കണം. ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? ഈതർ ഐ നീഡ് ടു റെഡ്യൂസ് ദ പ്രൈസ് ഓഫ് ദി പ്രോഡക്റ്റ് ഓർ നീഡ് ടു ഇൻക്രീസ് ദ ക്വാളിറ്റി. ഓട്ടോമാറ്റിക്കലി ഈതർ എനിക്ക് ക്യാഷ് ഔട്ട്ഫ്ലോ കുറയും, അല്ലാന്നുണ്ടെങ്കിലോ there can be chances that നമ്മുടെ മാർജിൻ കുറയും. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നമ്മുടെ കമ്പനിയുടെ ഡയറക്ടേഴ്സ് ചേഞ്ച് ആയി എന്ന് പറയാണ്.
നമ്മുടെ കമ്പനിയുടെ ഏതെങ്കിലും ഡയറക്ടേഴ്സ് ചേഞ്ച് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്കറിയാം, ഒരു ഡയറക്ടർ ചേഞ്ച് ആയ ഒരു ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം എടുക്കും അവർക്ക് ആ എക്സ്പീരിയൻസും സ്കിൽസും ഒക്കെ സെറ്റ് ചെയ്ത് ബിസിനസ്സിനനുസരിച്ച് പോകാനായിട്ട്. സോ ദേ ക്യാൻ ബി ചാൻസസ് ദാറ്റ് അവർക്ക് ആ നോളജ് പെട്ടെന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കമ്പനിയുടെ ബിസിനസ്സിൽ എടുക്കുന്ന ഓരോ ഡിസിഷൻസും ഫ്ലോപ്പ് ആവും, കമ്പനിക്ക് ബിസിനസ് പ്രോപ്പർലി ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആയോ? Yes, Okay. sir. Then licensing of new products. Consider that the company have got some new products in their list and they need to license this product for the purpose of introducing into the market. And അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്തായിരിക്കും? നിങ്ങളോട് ചിലപ്പോൾ പറയും ഒരുപാട് റെഗുലേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ലൈസൻസുകളൊക്കെ റിജക്റ്റഡ് ആവുന്നുണ്ടെന്ന് പറയും. നിങ്ങൾ ഇൻ കേസ് എങ്ങാനും ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ലൈസൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ട് റിജക്ട് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? The whole amount that you spend on research and development will be worthless. In addition to which, without having license, you won't be able to trade the same product in the market. So, നിങ്ങൾക്ക് customer demands meet ചെയ്യാൻ പറ്റേണ്ടി വരും. Clear ആയോ? Okay. Yes, sir. Yes, sir. Then about the court case and bad publicity, as usual, consider that your company have got a court case against them. Automatically അവിടെ എന്തായിരിക്കും ഉണ്ടാവുക? Reputation damage ഉണ്ടാവും. അതേപോലെ തന്നെ court case കാരണം കൊണ്ട് പെനാൽറ്റി അല്ലെങ്കിൽ ഫൈൻ പേ ചെയ്യേണ്ടി വന്ന significant cash outflows ഉണ്ടാവും. നിങ്ങളോട് പറയുന്നുണ്ടാവും ഒരു ബ്രാൻഡ് നെയിം യൂസ് ചെയ്യുന്നത് വെച്ചിട്ടാണ് കമ്പനിയുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൺസിഡർ ദാറ്റ് വി ആർ ഹയറിംഗ് സം അതർ എൻറ്റിറ്റീസ് ബ്രാൻഡ് നെയിം. നമ്മൾ വേറെ ഏതെങ്കിലും എൻറ്റിറ്റിയുടെ ബ്രാൻഡ് നെയിം യൂസ് ചെയ്ത് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം എന്തായിരിക്കും? ഇൻ കേസ് എങ്ങാനും മറ്റേ ബ്രാൻഡിന് എന്തെങ്കിലും തരത്തിലുള്ള റെപ്യൂട്ടേഷണൽ ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബിസിനസ്സും അഫക്റ്റഡ് ആവും. വി വോണ്ട് ബി ഏബിൾ ടു ജനറേറ്റ് ദ എക്സ്പെക്ടഡ് ലെവൽ ഓഫ് റിട്ടേൺ ഫ്രം ദ ഇൻവെസ്റ്റ്മെന്റ്. In addition to which, നമ്മളൊരു ബ്രാൻഡ് നെയിം അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? സിഗ്നിഫിക്കന്റ് ക്യാഷ് ഔട്ട്ഫ്ലോ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഡ്യൂ ടു വിച്ച് ഓൾസോ വി മൈറ്റ് ഫേസ് ക്യാഷ് ഫ്ലോ ഡിഫിക്കൽട്ടീസ്. ക്ലിയർ ആയോ? Yes, Yes, sir. sir. Yeah. Then skilled person. Consider that our company might be operating in a business where we need to have skilled persons. So skilled personsനെ ബേസ് ചെയ്ത് മാത്രമാണ് നമ്മുടെ കമ്പനി വർക്ക് ചെയ്യുന്നതെങ്കിൽ രണ്ട് പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. നമ്പർ 1, നമ്മുടെ കമ്പനിയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ കേസിലായിരിക്കും സ്കിൽഡ് എംപ്ലോയീസ് ഉണ്ടെന്ന് പറയുന്നത്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ കേസിൽ സ്കിൽഡ് എംപ്ലോയീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫേസിൽ നമ്മുടെ അടുത്ത് നിന്ന് ഈ സ്കിൽഡ് എംപ്ലോയീസ് കോമ്പറ്റീറ്റേഴ്സിന്റെ അടുത്തേക്ക് പോയി കഴിയുമ്പോഴത്തേനും വി വോണ്ട് ബി ഏബിൾ ടു ക്യാരി ഔട്ട് ദാറ്റ് റിസർച്ച് വർക്ക്. നമുക്ക് ന്യൂ പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ കോമ്പറ്റീറ്ററിന്റെ അടുത്തേക്കാണ് ഇവർ പോകുന്നതെന്നുണ്ടെങ്കിൽ കോമ്പറ്റീറ്ററിന് എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്? കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജും ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും സ്കിൽഡ് എംപ്ലോയീസ് ഏതെങ്കിലും സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയും. അവിടുന്ന് സ്കിൽഡ് എംപ്ലോയീസ് പോയി കോമ്പറ്റീറ്ററിന്റെ അടുത്തേക്കാണ് പോയേ എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് പറയാ? കമ്പനിക്ക് അവരുടെ ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. അപ്രോപ്രിയറ്റ്ലി എന്താണോ സിനാരിയോ പറയുന്നത് അതുപോലെ പറയാം. ക്ലിയർ ആയോ? Yes, sir. Then they might be mentioning the scenario that you might be manufacturing a luxury product. കമ്പനി എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷറി പ്രോഡക്റ്റ് ആണ് മാനുഫാക്ചർ ചെയ്യുന്നത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പറയാൻ പറ്റുന്നതായിരിക്കും ലക്ഷറി പ്രോഡക്ട്സ് മാത്രം ഫോക്കസ് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ നിങ്ങൾ നോക്കുക സിനാരിയോക്കകത്ത് എന്തെങ്കിലും ഇക്കണോമിക് ഇഷ്യൂസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇക്കണോമിക് റിസെഷനൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദേ മൈ നീഡ് ടു ഫേസ് എ സിഗ്നിഫിക്കന്റ് ബിസിനസ് റിസ്ക്. കാരണം എന്തായിരിക്കും? അവരുടെ ഓപ്പറേഷൻസ് ഡൈവേഴ്സിഫൈഡ് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പ്രോഫിറ്റബിലിറ്റി ആൻഡ് ക്യാഷ് ഫ്ലോസ് ഇഫക്റ്റഡ് ആവും. ക്ലിയർ ആയോ? അതേപോലെ തന്നെ ബിസിനസ് റിസ്കിന്റെ കേസിൽ കമ്പനി ബിസിനസ് എക്സ്പാൻഷൻ നടത്തുകയാണെന്ന് പറയാണ്. കമ്പനി ബിസിനസ് എക്സ്പാൻഷൻ നടത്തുന്ന സമയത്ത് നിങ്ങളോട് പറയുന്നുണ്ട് കമ്പനി ബാങ്ക് ലോൺ എടുത്തിട്ടാണ് ബിസിനസ് എക്സ്പാൻഷൻ നടത്തുന്നതെന്ന്. ഒരു കമ്പനി സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഓഫ് ബാങ്ക് ലോൺ എടുക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും സിനാരിയോയിൽ പറയാണ്. ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാന്നല്ല എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ ബാങ്ക് ലോൺ എടുക്കുമെന്ന് പറയാന്ന് വെച്ചു. Whenever a company take a significant amount of new bank loan, there's always a possibility that അവർക്ക് കോവനൻസ് ഉണ്ടാവും എക്സിസ്റ്റിംഗ് ലോണുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന. ആ കോവനൻസ് എന്താവാം? മേ ബി ബ്രീച്ച് ആവും. What happens if the existing loan covenants breach? അവർ എക്സിസ്റ്റിംഗ് ലോൺ മൊത്തം തിരിച്ച് റീപേ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ റീപേ ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? Cash flow difficulties. ഡിഫിക്കൽട്ടീസ് കമ്പനി ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിയർ ആയോ? ഓക്കെ. Yes, sir. And in addition to which, business expansion inappropriate ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് വിൽ ബി 0. ദെൻ നമ്മുടെ കമ്പനിക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള അഡ്വർടൈസിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും റെഗുലേഷനായിട്ട് റിലേറ്റ് ചെയ്ത് നോൺ കംപ്ലൈൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സെയിം തന്നെയായിരിക്കും റെപ്യൂട്ടേഷണൽ ഡാമേജും ക്യാഷ് ഫ്ലോ ഇഷ്യൂസും. ദെൻ നമ്മുടെ കമ്പനിക്ക് ഓൺ ഗോയിങ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ക്യാഷ് ഫ്ലോ ഇഷ്യൂസ് ഫേസ് ചെയ്യണം എന്ന് പറയണം. അല്ലെങ്കിൽ കമ്പനി ഒരുപാട് പൈസ മുടക്കുക എന്ന് പറയുന്നുണ്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. When a company spends significant amount of money for the research and development, അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള പ്രോബ്ലം എന്തായിരിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വേണ്ടി സിഗ്നിഫിക്കന്റ് ക്യാഷ് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അവർ ക്യാഷ് ഫ്ലോ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യും. 2, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓൺ ടൈം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കഴിഞ്ഞാലും ഇറ്റ് വിൽ ടേക്ക് സബ്സ്റ്റാൻഷ്യൽ പീരിയഡ് ടു ജനറേറ്റ് റിട്ടേൺ ഫ്രം ദ പ്രോഡക്ട്സ്. സോ നമുക്ക് ആ ഒരു പീരിയഡ് ഓഫ് ടൈം മൊത്തം ക്യാഷ് ഫ്ലോ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഒരു പഴയ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഉണ്ടായിരുന്നായിരുന്നു പേറ്റന്റ് ഇൻഫ്രിഞ്ച്മെന്റ്. നമ്മളോട് സിനാരിയോയിൽ പറയുകയാണെന്ന് വെച്ചോ
നമ്മുടെ കമ്പനി പേറ്റന്റ് യൂസ് ചെയ്തിട്ട് മാത്രമേ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. പേറ്റന്റ് ഒരുപാട് നമ്മുടെ കമ്പനി യൂസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സോ ഇഫ് എ കമ്പനി ഹവ് ഗോട്ട് ലോട്ട് ഓഫ് പേറ്റന്റ് ഇൻ ദ മാർക്കറ്റ്, അവിടെ ഉണ്ടാവുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തിങ് പേറ്റന്റ് ഇൻഫ്രിഞ്ച്മെന്റ് ആണ്. എന്ന് വെച്ചാൽ ഈ പേറ്റന്റ് നമ്മുടെ കൺട്രിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് വേറെ ആരുടെയും പെർമിഷൻ ഇല്ലാതെ അവരുടെ പേറ്റന്റ് എടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? പെനാൽറ്റി ആൻഡ് ഫൈൻ പേ ചെയ്യേണ്ടതായിട്ട് വരും അവർക്ക്. ഓൺ ദ അതർ ഹാൻഡ് നമ്മുടെ പേറ്റന്റ് വേറെ ആരെങ്കിലും എടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ അഗൈൻസ്റ്റ് ആയിട്ട് കേസ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ എന്തുണ്ടാവും? അവിടെ അങ്ങനെ കേസ് കൊടുക്കേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ദേ ക്യാൻ ബി ചാൻസസ് ആൻഡ് നമുക്ക് ലീഗൽ എക്സ്പെൻസ് ഇൻകർ ആവും. അപ്പം ബോത്ത് കേസസ് നിങ്ങൾക്ക് പറയാം. അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഫ്യൂച്ചർ ഫണ്ട് അവൈലബിൾ അല്ല എന്ന് പറയാണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടി ഫണ്ട് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? വാട്ട് ഹാപ്പൻസ് if adequate amount of fund is not available for research and development? ഇതുവരെയുള്ള മണി എല്ലാം വേസ്റ്റ് ആവും. ഇത്രയും നാൾ Future revenue. പൈസ മൊത്തം എന്താവും? വേസ്റ്റ് ആവും അല്ലേ? കാരണം ഇത്രയും നാൾ നിങ്ങൾ ഒരുപാട് ക്യാഷ് മുടക്കിയതായിരിക്കും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടത്താൻ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും നാൾ സ്പെൻഡ് ചെയ്ത എമൗണ്ട് ഫുള്ള് വേസ്റ്റ് ആവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? യു വോണ്ട് ബി ഏബിൾ ടു ലോഞ്ച് എ പ്രോഡക്റ്റ് ഇൻ ദ മാർക്കറ്റ്. സോ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അവിടെ കമ്പനിക്ക് ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യാൻ പറ്റാണ്ട് വരും. ക്ലിയർ ആയോ? Yes, sir. And suppose consider that it may be mentioned in the scenario that you are operating in a high technology and competitive industry. നിങ്ങളൊരു ഹൈ ടെക്നോളജി അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഇഷ്യൂ എന്തായിരിക്കും? അവിടെ മാർക്കറ്റ് പ്ലേസിൽ ഡിമാൻഡ് എല്ലാം ക്വിക്ലി മാറിക്കൊണ്ടിരിക്കും. നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് അക്കോർഡിംഗ്ലി ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. സോ either we might need to spend significant amount on research and development, or we might need to Reduce selling price. reduce the price of the products, which might result in reducing the margin. ശരിയല്ലേ? Yes, sir. ഇനി നമ്മൾ പ്രൊഡക്ട്സ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യാന്ന് പറയാണ്. നമ്മൾ വേറെ കൺട്രിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ഇഷ്യൂ പറയാൻ പറ്റും. ഒന്ന്, ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഉണ്ടാകുന്ന പ്രോബ്ലം എന്തായിരുന്നു? എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻസ് ക്യാൻ ഒക്കർ അല്ലേ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രോഫിറ്റും ക്യാഷ് ഫ്ലോസും എല്ലാം എന്താവും? വോളാറ്റൈൽ ആയി മാറും എക്സ്ചേഞ്ച് റേറ്റ് മാറുമ്പോൾ. അതുപോലെ തന്നെ നമ്മൾ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും there is also possibility of having transportation issues, because since we are importing goods from another country, if we does not receive the products on time, automatically we won't be able to carry out with our production. In addition to which, നമ്മുടെ ഒരു കൺട്രിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് definitely the transportation cost will also be very higher. Clear ആയോ? Yes. Yes, sir. So this will be the issue in that case. അപ്പൊ ഇത്രയാണ് ബിസിനസ് റിസ്കുകൾ നമ്മുടെ ഈ നോട്ട്സ് വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഞാൻ വീണ്ടും പറയുന്നു, ബിസിനസ് റിസ്ക് എഴുതുന്ന സമയത്ത് നമ്മൾ 3 കാര്യങ്ങൾ എപ്പോഴും കൺസിഡർ ചെയ്യണം. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ, ഐഡന്റിഫൈ ദ റിസ്ക്. സിനാരിയോക്കകത്ത് എന്താണോ റിസ്ക് പറഞ്ഞേക്കുന്നത് നോക്കുക, explain it and explain the impact on the company's financial statements. Financial statements alla endairunnu? Impact on the entity. So we can explain about the impact on the profit, margin, revenue, cash flows, reputation, goodwill, brand name, or any of them. So this is how we have to explain the impact that will be created over the company's activities അല്ലെങ്കിൽ company's operations. So ഇതാണ് നിങ്ങൾ ബിസിനസ് റിസ്കുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയേണ്ടത്. നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ സിനാരിയോക്കകത്ത് ഓരോ കാര്യങ്ങളും വായിച്ചു നോക്കുന്ന സമയത്ത് 3 കളേഴ്സ് യൂസ് ചെയ്യുക ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് എക്സാമിന് സമയത്ത് വിത്ത് 1 കളർ നിങ്ങൾ ഓഡിറ്റ് റിസ്കുകൾ എന്തൊക്കെയാണോ അത് ഐഡന്റിഫൈ ചെയ്യുക. വേറെ കളറിൽ തന്നെ ബിസിനസ് റിസ്ക് ഐഡന്റിഫൈ ചെയ്യുക. വേറെ തന്നെ കളറിൽ ഓഡിറ്റ് റിസ്ക്കും പ്ലസ് ബിസിനസ് റിസ്ക് ഏതെങ്കിലും സെയിം സെന്റൻസിൽ തന്നെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വേറെ കളർ യൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ റെഗുലേറ്ററി ഇഷ്യൂസ് നമ്മൾ പറഞ്ഞു, ഇൻട്രൊഡക്ഷൻ ഓഫ് എ ന്യൂ ലോ ആൻഡ് റെഗുലേഷൻ പറഞ്ഞു. ഈ ലോ ആൻഡ് റെഗുലേഷൻ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഒക്കെയാണ് നടത്തുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ഏതായിരിക്കും? അവിടെ നമുക്ക് IAS 36 കേസും പറഞ്ഞൂടെ? എന്ന് വെച്ചാൽ ഏതായിരുന്നു? ഇംപെയർമെന്റ് ഓഫ് അസറ്റിന്റെ കേസും പറയാം. അതായത് ഇപ്പോൾ ഒരു പുതിയ റെഗുലേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അസറ്റ് ഒക്കെ എന്താവാൻ ചാൻസ് ഉണ്ട്? ഇംപെയർ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ട് പറയാം. അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ലോ ആൻഡ് റെഗുലേഷൻ വയലേറ്റ് ചെയ്തതിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയാണ് അവിടെ ഏത് വരും? IAS 7 പ്രൊവിഷൻ വരും. ശരിയല്ലേ? ഓക്കെ. Yes, sir. ഇനി ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടാവുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. ഡൈവേഴ്സിഫിക്കേഷന്റെ കേസ് ഇഫ് ഇറ്റ്സ് എ ലിസ്റ്റഡ് എൻറ്റിറ്റി അവിടെ എന്തായിരിക്കും വരുന്നുണ്ടാവുക? IFRS 8. Mental report. IFRS 8 വരും അല്ലെ? ലിസ്റ്റഡ് എൻറ്റിറ്റി അവരൊരു പുതിയ സെക്ടറിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യണമെങ്കിൽ അവർ എന്ത് ചെയ്യണം? സെഗ്മെന്റൽ റിപ്പോർട്ടിംഗ് നടത്തേണ്ടതായിട്ട് വരും IFRS 8 ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. സെയിം as that ഇപ്പം നമ്മുടെ ലൈസൻസിങ് ഓഫ് പ്രോഡക്ട്സ്, നമ്മുടെ പ്രോഡക്ട്സ് ഏതെങ്കിലും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കഴിഞ്ഞിട്ട് ലൈസൻസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ലൈസൻസ് റിജക്റ്റഡ് ആയതിനെ കുറിച്ച് പറയണം. അങ്ങനെയാണ് അവിടെ ഏതായിരിക്കും നമ്മൾ പറയാ? 38 ട്രീറ്റ്മെന്റ് ആയിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. ഓക്കെ. ഇനി അതേപോലെ തന്നെ സ്കിൽഡ് പേഴ്സൺസ് ഏതെങ്കിലും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനുള്ള പോയി എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണ് അവിടെ നമുക്ക് എന്ത് പറയാം? 38 നമുക്ക് പറയാം. കാരണം എന്താണ്? അവിടെ റിസോഴ്സസ് അവൈലബിൾ ടു കംപ്ലീറ്റ് ദ അസറ്റ് ഫോർ ദ ഇന്റൻഡഡ് യൂസ് ഓഫ് സെയിൽ, അസറ്റ് ഫോർ ദ ഇന്റൻഡഡ് സെയിൽ നമുക്ക് കിട്ടുമോ? റിസോഴ്സ് ഉണ്ടോ? ഇല്ല.
ക്രൈറ്റീരിയ മീറ്റ് ആവില്ല. അപ്പൊ നമ്മൾ സ്പെൻഡ് ചെയ്ത എക്സ്പെൻസ് ഒക്കെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും? റവന്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ എഗ്രിമെന്റ് ഫോർ ദ യൂസ് ഓഫ് ബ്രാൻഡ് നെയിം നമ്മൾ ഏതെങ്കിലും യൂസ് ചെയ്യാൻ എഗ്രി ചെയ്തു എന്നാണ് പറയുന്നത്. ഏതായിരിക്കും വരുന്നുണ്ടാവുക? IS IS 38. റെക്കഗ്നീഷനും വരുന്ന എന്തായിരിക്കും? അമോർട്ടൈസേഷൻ കാൽക്കുലേഷൻ. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവണം? ഇങ്ങനെ ഓരോ ബിസിനസ് റിസ്ക്കും ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടാവണം, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവണം, ആ ബിസിനസ് റിസ്കുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഇമ്പാക്ട് പറയണം. കറസ്പോണ്ടിംഗ്ലി നിങ്ങൾ എന്തും പറയാ, ഈ ഓരോ ബിസിനസ് റിസ്ക്കും വരുന്ന കേസിൽ അവിടെ എന്താണോ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് വരുന്നത്, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് വരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൺസിഡർ ഇറ്റ് ആസ് ആൻ ഓഡിറ്റ് റിസ്ക് ആസ് വെൽ. അപ്പൊ ഇങ്ങനെയായിരിക്കും നിങ്ങൾ ബിസിനസ് റിസ്ക് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ എപ്പോഴും നിങ്ങൾ 50 മാർക്സിന്റെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും 50 മാർക്സിന്റെ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് റഷ് ചെയ്ത് വായിച്ചു പോയിട്ട് അവിടെ ഇവിടെയും പോയിന്റ്സ് കാണുന്ന അപ്പൊ പിക്ക് ചെയ്ത് എഴുതി പോകരുത്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നിങ്ങൾ ഹോൾ ക്വസ്റ്റ്യൻ പ്രോപ്പർലി വായിക്കുക. ഹോൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്തൊക്കെയാണ് ബിസിനസ് റിസ്ക് എന്നുള്ള സിനാരിയോക്കകത്ത് പ്രോപ്പർലി ഐഡന്റിഫൈ ചെയ്യുക. അങ്ങനെ വൺസ് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ആൻസേഴ്സ് എഴുതി തുടങ്ങാവുള്ളൂ. ആൻഡ് നമുക്കറിയാം ഏത് റിസ്ക് എഴുതിയാലും നമുക്ക് മാർക്കിംഗ് പാറ്റേൺ ഈസ് ഓൾമോസ്റ്റ് സിമിലർ. നിങ്ങൾ റിസ്കിന്റെ അകത്ത് എങ്ങനെയാണ് റിസ്ക് എക്സ്പ്രസ് ചെയ്യുന്നത് അനുസരിച്ചാണ് നമ്മുടെ മാർക്ക് മാറുന്നത്, അല്ലാണ്ട് വേറെ യാതൊരു തരത്തിലുള്ള മാറ്റവും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബിസിനസ് റിസ്ക് എഴുതുന്ന സമയത്ത് ഒരു കാരണവശാലും വെറുതെ ടൈം കളഞ്ഞ് നിങ്ങൾ ആദ്യം ഒരു പർട്ടിക്കുലർ റിസ്ക് സിനാരിയോക്ക് ആദ്യം കണ്ടു തന്നെ പിക്ക് ചെയ്തു, പിന്നെ അത് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നു, അങ്ങനെ എഴുതി പോകരുത്. എപ്പോഴും ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക? ഫുള്ള് ക്വസ്റ്റ്യൻ വായിച്ച് സിനാരിയോക്കകത്തുനിന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം മാത്രം ബാക്കിയുള്ള ഏരിയാസിലേക്ക് പോവുക. ഇസ് എ ക്ലിയർ എവരിവൺ? Yes, sir. Yes, sir. Yes, sir. നമുക്ക് കമ്പാരിറ്റീവ്ലി ബിസിനസ് റിസ്കിന്റെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ബുക്സിൽ കുറവാണ്. ഓക്കെ, ഭയങ്കര കുറവാണ് നമ്മുടെ ബിസിനസ് റിസ്കിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. രണ്ട് ഓഡിറ്റ് റിസ്ക്കും ബിസിനസ് റിസ്ക്കും ഒരു ക്വസ്റ്റ്യനിൽ വരുമോ? ഓഡിറ്റ് റിസ്ക്കും ബിസിനസ് റിസ്ക്കും ആയിട്ട് ചോദിക്കാറില്ല. ബിസിനസ് റിസ്ക്കും റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് ഒരു ക്വസ്റ്റ്യനിലായിട്ട് തന്നെ വരാറുണ്ട്. ഓക്കെ, ശരി. Okay, just do one thing. ഈ സിനാരിയോ എല്ലാവരും വായിച്ചു നോക്കിയേ. ഇതിപ്പോ നമ്മുടെ കൊണോളി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കമ്പാരിറ്റീവ്ലി കുറവാണ് ബിസിനസ് റിസ്കിന്റെ ക്വസ്റ്റ്യൻസ്. നമ്മളോട് ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്, സിഗ്നിഫിക്കന്റ് ബിസിനസ് റിസ്ക് എന്തൊക്കെയാണ് കൊണോളി കമ്പനി ഫേസ് ചെയ്യുന്നത് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. Same as that, they have also requested us to identify and prioritize risk of material misstatements, significant risk of material misstatements. Significant risk of material misstatements എന്തൊക്കെയാണെന്നുള്ളത് കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. So everyone please do one thing. ഈ ഏരിയ ഒന്ന് വായിച്ചു നോക്കി. ഔട്ട് ഓഫ് വിച്ച് ഇവിടെ നമുക്ക് സിനാരിയോ ഉണ്ട്. ഫോർ ദ ടൈമിംഗ് എക്സിബിറ്റ് 3 മാത്രം ഒന്ന് വായിച്ചു നോക്ക്. എക്സിബിറ്റ് 3 വായിച്ചു നോക്കിയിട്ട് ഇവിടെ എന്തൊക്കെ ബിസിനസ് റിസ്ക്കും റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് ഉള്ളതെന്ന് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് എല്ലാവരും. സോ പ്ലീസ് സ്റ്റാർട്ട് വിത്ത് ഇറ്റ്. കഴിയുമ്പോൾ പറയണം എന്നിട്ട്.
കഴിയുമ്പോഴേ പറയണേ. Done, sir. Okay, fine. So നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത് നോക്കി. In October 2014, Connolly Company began to sell into a new market, that of animal health. This has been very successful, and the sales of veterinary, pharmaceutical, and the grooming products for livestock and pets amount to approximately 15% of the total revenue for 2015. Another success in 2015 was the acquisition of the Cold Comfort brand from a rival company, products to elevate the symptoms of cough and cold, and are sold under this brand. The brand costs 5 million and is being amortized over the estimated useful life of 15 years. In February 2015, contract with the overseas supplier was signed. All of the company's packing is now supplied under this contract. Purchases are denominated in foreign currency and forward exchange contracts not used. എന്തൊക്കെയാണ് ബിസിനസ് റിസ്ക് ഉള്ളത്? Diversification. Diversification. Okay, diversification. Diversification റിലേറ്റ് ചെയ്ത് എന്താ പ്രോബ്ലം ഉള്ളത് ഇവിടെ? Current ബിസിനസ്സിന് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പോ കറന്റ് ബിസിനസ്സിനെ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. ഇപ്പൊ അവര് ന്യൂ മാർക്കറ്റ് ആനിമല് അതിലേക്കാണ് മാറുന്നത്. ആഡിക്വേറ്റ് നോളജ് ഉണ്ടാവില്ല. ആഡിക്വേറ്റ് നോളജിലെയും ബിസിനസ് സക്സസ് ആവുമോ? ഇല്ല. പക്ഷെ നമ്മൾ അതിനെ കുറിച്ച് ഇവിടെ ഒരുപാട് എംഫസൈസ് ചെയ്യണോ? വേണ്ട. കാരണം എന്താ? അവര് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവരുടെ കറന്റ് ടോട്ടൽ റവന്യൂന്റെ 15% അവിടെ നിന്നാണ് അത് സക്സസ്ഫുൾ ആണെന്ന്. ശരിയല്ലേ? ഓക്കെ. ഇൻസ്റ്റെഡ് ഓഫ് വിച്ച് നിങ്ങൾക്ക് എന്ത് പറയാം? അവര് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം പറയാം. ശരിയല്ലേ? ഓക്കെ. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നിങ്ങളെ ഫിനാൻഷ്യൽസ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരുടെ ഫിനാൻഷ്യൽസ് നോക്കാം. ആ ഫിനാൻഷ്യൽസ് നോക്കിയിട്ട് അവിടെ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്ത് പറയാം. മനസ്സിലായോ? ഓക്കെ. അപ്പം ഇതുണ്ട്. ഇപ്പം കറന്റ് അവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കുറയാണ് ചെയ്തേക്കുന്നത്. പ്രോഫിറ്റ് മാർജിന്റെ എമൗണ്ട് 20% ആയി ഫ്രം 24%. EPS എമൗണ്ട് കുറഞ്ഞു. നെറ്റ് ക്യാഷ് ഫ്ലോസ് ഉണ്ടായിരുന്നു, ക്യാഷ് ഇൻഫ്ലോ ഉണ്ടായിരുന്നു, ഔട്ട്ഫ്ലോ ആയി മാറി. അപ്പം നമുക്ക് എന്ത് പറയാൻ വേണമെങ്കിൽ ക്യാഷ് ഫ്ലോ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. ആൻഡ് എക്സിസ്റ്റിംഗ് മാർക്കറ്റിനെ ഫോക്കസ് ചെയ്യുന്നത് പ്രോപ്പർ ആവില്ല എന്ന് പറയാം. പക്ഷെ പുതിയ മാർക്കറ്റിനെ കുറിച്ച് പറയണ്ട. മനസ്സിലായോ? ഇനി അവിടെ തന്നെ എന്തെങ്കിലും റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടോ? റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ഓഡിറ്റ് റിസ്ക് തമ്മിൽ വരുന്ന വ്യത്യാസം എന്തായിരുന്നു? ഇമ്പാക്ട് ഓൺ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് വന്നു കഴിയുമ്പോഴത്തേനും വെൽ വി നീഡ് നോട്ട് മെൻഷൻ അബൌട്ട് ദ ഇമ്പാക്ട് ദാറ്റ് വിൽ ബി ക്രിയേറ്റഡ് ഓവർ ദ കമ്പനീസ് ഓഡിറ്റ്, അല്ലെ? അതായത് അവിടെ നമ്മൾ എന്ത് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഡിറ്റക്ഷൻ റിസ്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യേണ്ട. ജസ്റ്റ് ഇൻഹെറന്റ് റിസ്കും കൺട്രോൾ റിസ്കും മാത്രം സ്പെസിഫൈ ചെയ്താൽ മതി. ഓക്കെ. അപ്പോ ഇവിടെ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് എന്താ വരുന്നത് പറഞ്ഞേ? IFRS 8 സെഗ്മെന്റൽ റിപ്പോർട്ടിംഗ് നടത്തേണ്ടതായിട്ട് വരും. ശരിയല്ലേ? ഓക്കെ. സെഗ്മെന്റൽ റിപ്പോർട്ടിംഗിന്റെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടുണ്ടോ? നമുക്കറിയാം മോർ ദാൻ 10% ഓഫ് എനി എലമെന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യാറ്. ഇവിടെ ടോട്ടൽ റവന്യൂന്റെ അവര്
അവർ അപ്രോക്സിമേറ്റ്ലി 15% ഓഫ് റവന്യൂ ഇതിന്റെ അകത്ത് നിന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എന്താണ്, ഒരു സെഗ്മെന്റൽ റിപ്പോർട്ടിംഗ് നടത്താനുള്ള സെഗ്മെന്റ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്താണ്. Therefore, we need to consider it as a separate segment, and adequate amount of disclosures have been included in the company's financials. Risk എന്തായിരിക്കും? Disclosure statement. Chances that the company might not have included adequate disclosures, leading to material mistakes in disclosures of the financial statements. Clear ayo? Yes, sir. Yeah. Another success in 2015 was the acquisition of the cold comfort brand from the rival company. Products to alleviate the symptoms of cough and cold are sold under this brand. The brand cost 5 million and began amortized over an estimated useful life of 15 years. Any issues? Business using another brand. Yeah, using another brand. Same when we use another brand, and the problems are down there. Another brand's reputational damage will affect our companies. Yeah, future matte company reputation endeങ്കിലും damages ഉണ്ടായി കഴിഞ്ഞാൽ automatically it might also affect the reputation of our entity as well. Automatically എന്തായിരിക്കും സംഭവിക്കുക? We will not be able to recover the expected level of return from the acquisition. In addition to which, അവിടെ എന്തുണ്ടാവും, നമ്മുടെ കമ്പനിയുടെ existing operations affected ആവാം. Plus ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, company have spent 5 million and already നമ്മൾ പറഞ്ഞു നമ്മുടെ കമ്പനിയുടെ ക്യാഷ് ഫ്ലോയുടെ ബേസിസിൽ പറഞ്ഞു കമ്പനിക്ക് കറന്റ് എന്താ, ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് കൂടുതൽ. So since they have spent 5 million for the acquisition of brand, automatically അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള പോസിബിലിറ്റി എന്തായിരിക്കും, company might also face cash flow difficulties. Okay. ഇനി വേറെന്താ പ്രോബ്ലം, അവിടെ പറയാൻ പറ്റുന്ന റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്? സോറി, വേറെന്താ പ്രോബ്ലം? Acquisition of brand name. Acquisition of brand തന്നെ. Acquisition of brand കേസ് നമ്മൾ എന്താ പറയേണ്ടത്? We need to recognize it as an intangible asset and have to be amortized appropriately over the estimated useful life of the asset. അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഫസ്റ്റ് റിസ്ക് എന്തായിരിക്കും, ബ്രാൻഡ് നെയിമിന്റെ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് കൺസിഡർ ചെയ്തേക്കുന്ന അപ്രോപ്രിയേറ്റ് ആവണം. അപ്രോപ്രിയേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, ഇൻഡയറക്ട്ലി ആയിരിക്കും അമോർട്ടൈസ്ഡ് ആയിട്ടുണ്ടാവുക. ശരിയല്ലേ? ഓക്കെ. പിന്നെ വേറെന്താ പ്രോബ്ലം? നെക്സ്റ്റ് പാരഗ്രാഫില് ബിസിനസ് റിസ്ക് ഇവിടെ എന്താ ഉള്ളത്? In Feb 2015, contract with new supplier was signed. All of the company's packing is now supplied under this contract. Purchases are denominated in foreign currency and forward exchange contracts are not used. What's the issue in that? Packing relied on a single supplier. Yes, the company is completely relying on a single supplier, that too foreign supplier, right? Overseas supplier. What happens when the company have got a foreign or an overseas supplier? Transportation cost. Yeah, you can mention that they can have having high amount of transportation cost, which might reduce the profitability or the margin of the company. In addition to which, where in the problem ഉണ്ടാവുക? Volatility will be high. Yeah, there will be high volatility in the price of the products, whereby the purchases and payables will also be affected. Company automatically companyയുടെ cash flows എല്ലാം എന്തായിരിക്കാം, volatile ആയിരിക്കാം. പിന്നെ വേറെന്താ ഇഷ്യൂ? Single supplier in the contract. Since they are having contract with a single supplier, all the products of the company are now supplied under that contract. So automatically there is chances that in case if any of the products are delayed from the end of the supplier, there can be chances that the company might not be able to carry out with the production process, which would result in loss of revenue. Which would result in not able to meet demand of the customers, which would result in loss of revenue and reputational damages. Clear ayo? Okay. Connection create ചെയ്ത് തന്നെ പറയണേ. അതായത് നമ്മുടെ പ്രൊഡക്റ്റ് വന്നില്ലെങ്കിൽ റെപ്യൂട്ടേഷൻ ഡാമേജ് ഉണ്ടാവില്ല എന്ന് പറയരുത്, അത് ഉണ്ടാവും എന്ന് പറയരുത്. പ്രൊഡക്റ്റ് വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും, കസ്റ്റമർ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ കസ്റ്റമർ എന്താവും, ഡിസാറ്റിസ്ഫൈഡ് ആവും എന്നുള്ള കാര്യം പറയാം. ക്ലിയർ ആയോ? ഓക്കെ. ഇനി അവിടെ നമുക്ക് പറയാൻ പറ്റുന്ന റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? ഫോറക്സിന്റെ കേസ് നമ്മൾ എന്തൊക്കെയാ പറയേണ്ടത്? പറയാ, പിന്നെ സബ്സിക്വന്റ് മെഷർമെന്റിന്റെ കേസിലുള്ള റിസ്കും പറയണം. ഇനീഷ്യൽ റെക്കഗ്നേഷൻ എന്തായിരുന്നു ഫോറിൻ കറൻസി ട്രാൻസാക്ഷന്റെ? all the foreign currency transactions have to be recognized in the spot rate, and അവിടെ ഉണ്ടാവുന്ന റിസ്ക് എന്തായിരിക്കും? Inappropriate rate. However, there can be chances that the company might have used inappropriate exchange rate, which would result in over or understatement of purchases and payables, and subsequently all the foreign currency transactions in monetary nature need to be retranslated into year-end closing rate.
and നമ്മുടെ gain and losses on retranslation should be recognized in the SOPL. SOPL. റിസ്ക് എന്തായിരിക്കും? രണ്ട് രീതിയിൽ നിങ്ങൾക്ക് പറയാം. ഒന്നെങ്കിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, റീട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലാന്നുണ്ടെങ്കിലോ റീട്രാൻസ്ലേറ്റ് ഉണ്ടാവും. അങ്ങനെയാണ് നമ്മുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസസ് എന്തായിരിക്കും? മിസ്സ്റ്റേറ്റഡ് ആയിരിക്കും. ക്ലിയർ ആയോ? Yes, sir. Yeah. In April 2015, a legal claim was filed against the company by an individual who suffered severe and debilitating side effects when participating in a clinical trial. This appears to be an isolated case and no other claims have been received to the date. The company in-house legal team believed that the claim will not be successful, but it could take several years to settle, which could significant reputational damage in the meantime. As a result, the company is considering offering individual and out-of-court settlement. Company has asked the bank to make a cash of 3 million available for this. Canole has asked the bank for an extension of 10 million to its existing loan to support ongoing development of new drugs. Paraya, എന്തൊക്കെ issues? Additional loan എടുക്കുമ്പോൾ ഏതായിരുന്നു? ഔട്ട്സൈഡ് കോഡ് സെറ്റിൽ ചെയ്താലും ക്യാഷ് ഫ്ലോസ് ഉണ്ടാവും. ഓക്കെ ഫൈൻ. രണ്ട് റിസ്ക് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്, ഒന്ന് ക്യാഷ് ഫ്ലോസിന്റെ കേസും ഒന്ന് ബാങ്ക് ലോണിന്റെ കേസും. ഓക്കെ, ബാങ്ക് ലോണിന്റെ കേസ് ആദ്യം എടുത്തു. ബാങ്ക് ലോണിന്റെ കേസ് എന്തായിരുന്നു പറഞ്ഞത്? അഡീഷണൽ ലോൺ എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും പറഞ്ഞേ? എക്സിസ്റ്റിംഗ് ലോൺസ് അവരുടെ എന്താവാൻ ചാൻസ് ഉണ്ട്? ബ്രീച്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി നിങ്ങൾക്ക് നോക്കാം, അവരുടെ ഗിയറിംഗ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? കുറഞ്ഞിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോസ് എല്ലാം കുറയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ലോൺ കോവനൻസ് എന്താവാം? ബ്രീച്ച് ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇഫ് എനി ഓഫ് ദി ലോൺ കോവനൻസ് ഓഫ് been breached, automatically the company might need to pay back the whole amount of loan already taken from the existing bank. So in that case, which would result in significant cash flow difficulty for the company. പിന്നെ വേറെ എന്താ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്? വേറെ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ട് സെയിം ആയിട്ട് റിലേറ്റ് ചെയ്ത്? Reputation damage. അതല്ല ലോൺ എടുക്കുന്നതുമായിട്ട് റിലേറ്റ് ചെയ്ത്. ലോൺ കമ്പനിക്ക് കൊടുക്കാമെന്ന് ബാങ്ക് പറഞ്ഞോ? ഇല്ല. അവരുടെ ഓൺ ഗോയിങ് ന്യൂ ഡ്രഗ്സിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ലോൺ അവർ എന്ത് ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞത്? ബാങ്കിനോട് ചോദിച്ചു എന്നാണ് പറഞ്ഞത് അല്ലേ? എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായിരിക്കും പ്രശ്നം? മാനേജ്മെന്റ് ബയസ്ഡ് ആവാൻ സാധ്യത പറയാൻ പറ്റില്ല. അത് മാനേജ്മെന്റ് ബയസ്ഡ് ആവാനുള്ളത് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ബിസിനസ് റിസ്ക്. സിമ്പിൾ ആസ് ദാറ്റ്. അതായത് ഓൺ ഗോയിങ് ഡെവലപ്മെന്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ലോൺ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ശരിയല്ലേ? ഓക്കെ, നിങ്ങൾ എന്ത് പറയാ? The company have only requested the loan to be extended by the bank. Therefore, there can be chances that in case if the loan amount is rejected, the company will not be able to support the ongoing development of new drugs. So they won't be able to launch the new products and meet the customer demands. ശരിയല്ലേ? Yes, sir. Yes, നിങ്ങൾക്ക് അത് പറയാം. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് എന്താ? നിങ്ങൾ ഓൾറെഡി പറഞ്ഞു തന്നെ. എന്തായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക? Management bias ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. Because since they are planning to take the new loan, they might intentionally try to overstate the existing level of revenue and assets of the company. And current year comparatively കുറവാണ് എങ്കിൽ കൂടി അവർ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? ഓവർസ്റ്റേറ്റ് ചെയ്തിട്ടായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക എന്ന് പറയാം. പിന്നെ ഇവിടെ നിങ്ങൾ പറഞ്ഞ റിസ്ക് എന്തായിരുന്നു? പറയാൻ വന്ന റിസ്ക് എന്തായിരുന്നു? ലീഗൽ ക്ലെയിമിന്റെ അത് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്. കമ്പനിക്ക് എഗൈൻസ്റ്റ് ആയിട്ട് ലീഗൽ ക്ലെയിം ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഫോർ ദ പ്രോഫിറ്റ് ക്യാഷ് ഔട്ട് ഫ്ലോ വി നീഡ് ടു ക്രിയേറ്റ് എ പ്രൊവിഷൻ ഓഫ് 3 million. അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്തായിരിക്കും? കമ്പനി ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? പ്രൊവിഷന്റെ എമൗണ്ട് അണ്ടർസ്റ്റേറ്റഡ് ആയിരിക്കും. പ്രോഫിറ്റ് എന്താവും? ഓവർസ്റ്റേറ്റഡ്. സെയിം ആസ് ദാറ്റ് അവിടെ ഉണ്ടാവുന്ന ബിസിനസ് റിസ്ക് എന്തായിരിക്കും? Reputational damage. It can be solving reputational damages for the company. അതുപോലെ തന്നെ ഈ സിഗ്നിഫിക്കന്റ് എമൗണ്ട് ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോ എല്ലാം ഉണ്ടാവാൻ പോകുന്നത് 3 million അല്ലേ ഉണ്ടാവാൻ പോകുന്നത്. അപ്പം ബാങ്കിന്റെ അടുത്ത് നിന്നാണ് ആ 3 million കൂടെ നമ്മൾ ക്യാഷ് ആയിട്ട് എടുത്തിട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കമ്പനിക്ക് വേറെ ഫെർദർ ക്യാഷ് ഫ്ലോ റിക്വയർമെന്റ്സ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പുതിയ ക്യാഷ് ഫ്ലോ റിക്വയർമെന്റ്സ് കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ലാണ്ട് വരും. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയാണ് ഇവിടെയുള്ള ബിസിനസ് റിസ്കും റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റും. എക്സ്പ്ലെയിൻ ഇറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ്. Whenever you write the risk of material misstatement, ensure that you are clearly specifying the materiality, then accounting treatment. What will go wrong should be explained with scenario and show the impact that will be occurred over the company's financial statements. When it comes to the business risk, include the identification part, explanation on how it becomes a business risk, and give the impact that will be affecting the company or the entity on company's reputation, goodwill, profit, margin, cash flows, revenue, and more. So this is how we have to provide an answer. Clear, എല്ലാവർക്കും? Yes. ഒരു ഡൗട്ട് ഉണ്ട്.
Yes, please. യെസ്റ്റർഡേസ് ക്വസ്റ്റ്യൻ ഓൾസോ നമ്മൾ ആ മെറ്റീരിയൽസ് എഴുതുമ്പോൾ നമ്മൾ ശരിക്കും ഓരോ കേസിലും മെറ്റീരിയൽ ആണ് എന്ന് മാത്രം എഴുതിയാൽ മതി. ഓരോ കേസിലും മെറ്റീരിയൽ ആണ് എന്നുള്ളത് മാത്രം എഴുതിയാൽ മതി. അതായത് നമ്മളിപ്പം ഈ ഒരു ക്വസ്റ്റ്യനിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ പുതിയ പാറ്റേൺ ഓഫ് എക്സാമിന്റെ ബേസിസിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം എന്ത് എഴുതും? മെറ്റീരിയാലിറ്റിയുടെ ബെഞ്ച് മാർക്ക് എഴുതും അല്ലേ? അതായത് ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഓവറോൾ മെറ്റീരിയാലിറ്റി പ്രോഫിറ്റബിലിറ്റിയുടെ ബേസിസിൽ നോക്കാനാണ് നമ്മളോട് എക്സാമിനോട് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ പ്രോഫിറ്റബിലിറ്റിയുടെ ബേസിൽ ഓൾറെഡി മെറ്റീരിയാലിറ്റിയുടെ ഫിഗർ കണ്ടുപിടിച്ചിട്ടുണ്ടാവുമല്ലോ. സപ്പോസ് കൺസിഡർ ദാറ്റ് നമ്മളിപ്പോൾ 0.5 മില്യൺ ആണ് മെറ്റീരിയാലിറ്റിയുടെ ഫിഗർ ആയിട്ട് ഡിറ്റർമൈൻ ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടായിരിക്കുന്ന 3 മില്യൺ എന്ന് പറയുന്നത് എന്താ? 3 മില്യൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബോവ് ദ മെറ്റീരിയാലിറ്റി ലിമിറ്റ് ഓഫ് 0.5. അപ്പൊ അത് മെറ്റീരിയൽ ആണെന്ന് മാത്രം എഴുതിയാൽ മതി. മനസ്സിലായോ? ഓക്കെ. പിന്നെ നമ്മൾ ഇന്നലെ അഡീഷണലി പറഞ്ഞ എന്തായിരുന്നു? സപ്പോസ് ഇൻ കേസ് എങ്ങാനും ഇഫ് ഇറ്റ്സ് എ മിസ്റ്റേറ്റ്മെന്റ് ദാറ്റ് അഫക്ട്സ് ബോത്ത് ദ P&L ആൻഡ് ദ കമ്പനീസ് SOFP, അങ്ങനെയാണ് നമുക്ക് അഡീഷണലി മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് അവിടെയും കൂടെ പറയാമെന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? സോ അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ ബിസിനസ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് എഴുതുന്നുണ്ടാവുക. ഈ കാര്യം ക്ലിയർ അല്ലേ എല്ലാവർക്കും? പ്രോപ്പർലി? Yes, sir. Yeah. So I will be sharing you these notes and I have already shared the same notes. Business risk notes എല്ലാവർക്കും കിട്ടിയതല്ലേ? Okay. അപ്പം ആ നോട്ട്സിന്റെ അകത്തുള്ള കാര്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. Again I repeat the same thing that ആ നോട്ട്സിന്റെ അകത്തുള്ള സെയിം ഡിറ്റോ സാധനങ്ങൾ അങ്ങനെ ആയിരിക്കും വരുന്നുണ്ടാവുക? No, but it will be almost in the similar pattern. And moreover ഇത്രയും നാളെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ളത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ബിസിനസ് റിസ്ക്കും റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ സിനാരിയോക്ക് അത് പ്രോപ്പർലി വായിച്ചു നോക്കുക. റിസ്ക് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്ന സമയത്ത് ആ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയാണ് എന്നുള്ളത്, അതിന് അവിടെ ഒരു കാരണവശാലും ഡിറ്റക്ഷൻ റിസ്കിന്റെ പോയിന്റ് കൊണ്ട് എഴുതരുത്. അഗെയിൻ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ പ്രയോറിറ്റൈസ് ചെയ്തേ എഴുതാവുള്ളൂ. പ്രയോറിറ്റൈസേഷൻ ഫാക്ടർ നമ്മൾ ഇതിന് പഠിച്ചു ഓർമ്മയുണ്ടല്ലോ. അതായത് എന്തെങ്കിലും കോംപ്ലക്സ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റോ ഫ്രോഡിന്റെ ഇഷ്യൂസോ റീസെന്റ് ഇക്കണോമിക് അക്കൗണ്ടിങ് ഡെവലപ്മെന്റ്സോ അങ്ങനെയുള്ള കേസസ് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അത് പ്രയോറിറ്റൈസ് ചെയ്ത് എഴുതുക. ക്ലിയർ ആയോ? ഓക്കെ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ക്വിക്ലി ഡിസ്കസ് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ഇടയിലെ ഒരു ഭാഗം മാത്രം എടുത്ത് ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. ആൻസറിങ് പാറ്റേൺ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത് സെയിം ഫോളോ ചെയ്യാം. നമുക്ക് പ്രൊഫഷണൽ മാർക്ക് കിട്ടാൻ വേണ്ടി എന്തൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ടാവണം? നമ്മൾ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ടും ആദ്യമേ ഇമെയിലിനുള്ള റെസ്പോൺസ് എഴുതണം, ഇൻട്രൊഡക്ഷൻ എഴുതണം, മെറ്റീരിയാലിറ്റി കമ്പ്യൂട്ടേഷൻ എക്സ്പ്ലനേഷൻ കൊടുക്കണം, ലാസ്റ്റ് കൺക്ലൂഷൻ കൊടുക്കണം, പ്രോപ്പർ ആയിട്ട് ഓരോ പോയിന്റ്സിനും ഹെഡിങ്സും കൊടുത്തു പോകണം. ഓക്കെ, ക്ലിയർ അല്ലേ? പെർഫെക്റ്റ്. സേ ഇനി നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏരിയ വിച്ച് ഇസ് ആപ്ലിക്കബിൾ ടു ബോത്ത് ദ 50 മാർക്സ് ആസ് വെൽ ആസ് ദ 25 മാർക്സ് ഏരിയ. ആൻഡ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് നിങ്ങളുടെ AA-ക്കകത്ത് ഒരുപാട് all about the audit procedures. So basically audit procedures എന്ന് പറഞ്ഞാൽ എന്താ? What I mean by audit procedures? എന്തായിരുന്നു audit procedures എന്ന് പറഞ്ഞാൽ? ഓർമ്മയുണ്ടോ? What they mean is actually substantive procedure itself. പക്ഷെ AAA അത് ചോദിക്കാറ് audit procedures ആയിട്ടാണ്. എന്തായിരുന്നു audit procedures എന്ന് പറഞ്ഞാൽ? ആർക്കൊരു ഓർമ്മയില്ലേ? നെക്സ്റ്റ് വീക്ക് നമുക്ക് എക്സാം ഉള്ളതാ. എന്തായിരുന്നു ഓഡിറ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ആര് ചെയ്യുന്ന സാധനം? Activities done by the auditor to obtain sufficient and appropriate evidence. Okay. These are the procedures which are being done by the auditor to obtain sufficient appropriate evidence. Okay. So sufficient appropriate evidence എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? For what purpose we are obtaining sufficient appropriate of evidence, especially when it comes to the area of substantive procedure. Substantive procedure ചെയ്യുമ്പോൾ എന്തിനു വേണ്ടിയിട്ട് നമ്മൾ sufficient appropriate evidence വാങ്ങുന്നത്? To form an opinion on the financial statements. അത് വേറെ. അത് നമ്മൾ ചുമ്മാ ജനറൽ ആയിട്ട് പഠിച്ചു വെച്ച ക്ലെയിംസ് കറക്റ്റ് ആണോ, മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ഫൈൻ. പിന്നെ വേറെ എന്തായിരുന്നു പറഞ്ഞത്? ക്ലെയിംസ് കറക്റ്റ് ആണോ? ഓക്കെ ഫൈൻ. FSന്റെ അകത്തുള്ള ഓരോ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും കറക്റ്റ് ആണോ എന്ന് അറിയാൻ, അല്ലേ? അസേർഷൻസ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ ഇതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യുന്നത്. സോ വെൽ ദ മെയിൻ കീവേഡ് ഓവർ ദെയർ ഇസ് അസേർഷൻസ്. സോ എന്തായിരുന്നു അസേർഷൻസ് എന്ന് പറഞ്ഞാൽ? What I mean by assertions? Claims and representations raised by the management. ഈ ക്ലെയിംസ് ആൻഡ് റെപ്രസെന്റേഷൻസ് മാനേജ്മെന്റ് എന്തൊക്കെയാണ് റൈസ് ചെയ്തേക്കുന്നത് അത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. ഞാനിപ്പം ഡീപ്പായിട്ട് ജസ്റ്റ് ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ് അബൌട്ട് ദ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. എന്താണ് ഓഡിറ്റ് പ്രൊസീജിയർ എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഹൗവെവർ നമുക്ക് ഇതിന്റെ ഇത്രയും ഇൻഡെപ്ത് ആയിട്ടുള്ള റിക്വയർമെന്റ് ആക്ച്വലി എക്സാമിന് ചോദിക്കാറില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കുമ്പോൾ ചോദിക്കാറില്ല, പക്ഷെ നമ്മളോട് ചോദിക്കാറുള്ളത് അത് തന്നെയാണ് താനും. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ.
നിങ്ങൾ ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഹെറന്റ് ആയിട്ട് അതിനകത്ത് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാലേ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എങ്ങനെ എഴുതേണ്ടതെന്നുള്ളതും ക്ലിയർലി മനസ്സിലാകത്തുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യമേ ക്വിക്ലി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്തായിരുന്നു അസേർഷൻസ് എന്നുള്ള കാര്യമാണ്. സോ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അസേർഷൻസിനെ പറ്റിയിട്ട്. സോ അസേർഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള മാനേജ്മെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് റേസ് ചെയ്യുന്ന ക്ലെയിം ആൻഡ് റെപ്രസെന്റേഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? വി വിൽ കോൾ ഇറ്റ് ആസ് അസേർഷൻസ്. സോ വൺ മോർ ടൈം, ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള മാനേജ്മെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ വേരിയസ് എലമെന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് റേസ് ചെയ്യുന്ന ക്ലെയിം ആൻഡ് റെപ്രസെന്റേഷനെയാണ് അസേർഷൻസ് എന്ന് പറയാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ വേരിയസ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരുന്നു? അസറ്റ്, ലയബിലിറ്റി, ഇക്വിറ്റി. വേറെ ഏതൊക്കെയായിരുന്നു 2 എലമെന്റ്? Income and expense. ഇൻകം ആൻഡ് എക്സ്പെൻസ്. ഈ പറഞ്ഞ 5 എലമെന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് റേസ് ചെയ്യുന്ന ക്ലെയിം, വാദങ്ങളെയാണ്, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അവർ റേസ് ചെയ്യുന്ന റെപ്രസെന്റേഷൻസ്, അതിനെയാണ് അസേർഷൻസ് വിളിക്കുക. ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു? ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ Income and expense. ഇൻകവും എക്സ്പെൻസും ആണ് ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. മക്കളെ, ഇത് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എസ്പെഷ്യലി ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ ഈ നോളജ് വേണം. എബോവ് ദാറ്റ് ഓഡിറ്റ് എവിഡൻസിന്റെ ക്വസ്റ്റ്യൻസ് എഴുതുന്ന സമയത്ത് ഇത് വേണം. ആൻഡ് എബോവ് ദാറ്റ്, ഇതിനേക്കാളും എല്ലാം മേലെ നമ്മൾ ക്രിട്ടിക്കൽ അപ്രൈസൽ ചെയ്യാറില്ല, അല്ലെങ്കിൽ നമ്മൾ ക്വാളിറ്റി കൺട്രോൾ ഇവാലുവേറ്റ് ചെയ്യാറില്ലേ? ക്വാളിറ്റി കൺട്രോളിന്റെ സമയത്ത് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട നോളജ് ആണിത്. കാരണം ഓഡിറ്റർ ഓൾറെഡി ചെയ്തേക്കുന്ന വർക്കിന്റെ ക്വാളിറ്റി നിങ്ങളോട് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത് ക്വാളിറ്റി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കുക, എന്നിട്ട് ക്വാളിറ്റിനെ കുറിച്ച് പറയാം. സോ ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇൻകം ആൻഡ് എക്സ്പെൻസ് ആണ് ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ്റെ അകത്ത് വരുന്നത്. കൺസിഡർ ദാറ്റ് നമ്മുടെ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾ തന്നെ, കമ്പനിക്ക് ഒരു ഫ്യൂവൽ എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് ഉണ്ട്. ഈ ഫ്യൂവൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 20,246 ആണ് ഫ്യൂവൽ എക്സ്പെൻസ് ആയിട്ട് കമ്പനിക്ക് ഇൻകർ അയക്കുന്നത്. കമ്പനിയുടെ P&L എടുത്ത് നോക്കുന്ന സമയത്ത് P&Lന്റെ അകത്ത് ഈ ഫ്യൂവൽ എക്സ്പെൻസ് എന്ന് പറയുന്ന എമൗണ്ട് കിടപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ കമ്പനിയുടെ മാനേജ്മെന്റ് എന്തായിരിക്കും അതുകൊണ്ട് ക്ലെയിം ചെയ്യാൻ ശ്രമിക്കുന്നത്? ഈ ഫ്യൂവൽ എക്സ്പെൻസ് ഒക്കർ ചെയ്തതാണ്. അസേർഷൻ ഏതൊക്കെയായിരുന്നു ക്ലാസ് ഓഫ് ട്രാൻസാക്ഷന് വരുന്നത്? ഒക്കറൻസ്, കംപ്ലീറ്റ്നെസ്, ആക്യുറസി, കട്ട് ഓഫ്, ക്ലാസിഫിക്കേഷൻ, പ്രസന്റേഷൻ. അപ്പൊ അവരെന്തായിരിക്കും പറയാ? ഇത് ഒക്കർ ചെയ്തതാണ്, ഈ ഫ്യൂവല് ശരിക്കും വാങ്ങിയതാണ്, നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് തന്നെ വാങ്ങിയതാണ്. സോ എല്ലാ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്തേക്കുന്നത് അല്ലെ ഡിസ്ക്ലോസ് ചെയ്തേക്കുന്നത് ഒക്കർ ചെയ്താണ്, കമ്പനിക്ക് വേണ്ടിയിട്ട് തന്നെ ഒക്കർ ചെയ്താന്ന് പറയുന്നതായിരുന്നു നമ്മുടെ ഒക്കുറൻസ് എന്ന് പറയാം. കംപ്ലീറ്റ്നെസ് എന്ന് പറയുമ്പോൾ അവരെന്തായിരിക്കും പറയാ? ഈ വർഷം മൊത്തം 3 ഫ്യൂവൽ എക്സ്പെൻസ് ഇൻകർ ആയി, ആ 3 ഫ്യൂവൽ എക്സ്പെൻസ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതാണ് 20,246. എല്ലാ ട്രാൻസാക്ഷൻസും ഇവന്റ്സും റെക്കോർഡ് ചെയ്തേക്കുന്നത്, റെക്കോർഡ് ചെയ്യേണ്ടത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, എല്ലാ റിലേറ്റഡ് ഡിസ്ക്ലോഷേഴ്സും കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നതാണ് കംപ്ലീറ്റ്നെസ്. ആക്യുറസി എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രാൻസാക്ഷൻസ് ഓരോന്നും കറക്റ്റ് ആയിട്ടുള്ള ഫിഗറിൽ തന്നെ കാണിച്ചിട്ടുണ്ടെന്ന് പറയുന്നതാണ് ആക്യുറസി. 20,246 ആയിരുന്നു ഫ്യൂൽ എക്സ്പെൻസ് ആയത്, സെയിം 20,246 തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ടെന്ന് പറയുന്നതാണ് ആക്യുറസി. കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസാക്ഷൻസും ഇവന്റ്സും എല്ലാം കറക്റ്റ് റിപ്പോർട്ടിംഗ് പീരീഡിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അതായത് കറണ്ട് ഇയറിൽ വന്ന ട്രാൻസാക്ഷൻ ആയിരുന്നു, അത് കറണ്ട് ഇയറിൽ തന്നെ കാണിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് കട്ട് ഓഫ്. ക്ലാസിഫിക്കേഷൻ, ഫ്യൂൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇൻ കേസ് അങ്ങനെ ഈ കമ്പനിയുടെ പ്രിൻസിപ്പൽ കോഴ്സ് ഓഫ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഫ്യൂവലിന്റെ റീറ്റെയിൽ ആണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് എന്ത് എക്സ്പെൻസാ? ഫ്യൂവലിന്റെ റീറ്റെയിൽ നടത്തുന്ന കമ്പനിയെ സംബന്ധിച്ച് ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ എന്ത് എക്സ്പെൻസാ? ഇൻഡയറക്റ്റ് ആണോ? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ദേ ഹാവ് ടു ഇൻക്ലൂഡ് ഇറ്റ് വിത്തിൻ ദ കോസ്റ്റ് ഓഫ് സെയിൽസ്. അത് അപ്പൊ അങ്ങനെ തന്നെ കാണിച്ചിട്ടുണ്ടെന്നായിരിക്കും അവർ പറയാ. അല്ല, ഇപ്പൊ നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, അങ്ങനെയാണെങ്കിൽ അവർ എന്തായിട്ട് കാണിക്കുക? ദേ മൈറ്റ് ബി ഷോയിങ് ഇറ്റ് ആസ് ആൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അതേപോലെ തന്നെ അവര് പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കാണിക്കുന്നുണ്ടാവുക? എങ്ങനെയാണോ പെർ IAS 1 പ്രസന്റ് ചെയ്യേണ്ടത് അങ്ങനെ തന്നെ പ്രസന്റ് ചെയ്തു എന്ന് പറയുന്നതാണ് പ്രസന്റേഷൻ. ഇതെല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അപ്പം ഒക്കറൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ട്രാൻസാക്ഷൻസ് എല്ലാം ഒക്കർ ചെയ്തേക്കുന്നത് ശരിക്കും ഒക്കർ ചെയ്ത് തന്നെയാണ്, ഒക്കേർഡ്, അത് ഒക്കർ ചെയ്ത് തന്നെയാണ്. അതുപോലെ തന്നെ ആർക്ക് വേണ്ടിയിട്ട്? എൻറ്റിറ്റിക്ക് വേണ്ടിയിട്ട്. ദെൻ കംപ്ലീറ്റ്നെസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണോ റെക്കോർഡ് ചെയ്യേണ്ടത് അതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഷുഡ് ഹാവ് ബീൻ റെക്കോർഡഡ്, ഹാവ് ബീൻ റെക്കോർഡഡ്. ആക്യുറസി എന്ന് പറയുമ്പോൾ ട്രാൻസാക്ഷൻസ് എല്ലാം അപ്രോപ്രിയേറ്റ് ആയിട്ട് തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, റിലേറ്റഡ് ഡിസ്ക്ലോഷേഴ്സും കൊടുത്തിട്ടുണ്ട്. കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ കറക്റ്റ് റിപ്പോർട്ടിംഗ് പീരീഡ് ആണ്. ക്ലാസിഫിക്കേഷൻ പ്രോപ്പർ അക്കൗണ്ടിംഗ് ഹെഡ് ആണ്. പ്രസന്റേഷൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിം വർക്ക് പ്രകാരം തന്നെയാണ് കാണിച്ചേക്കുന്നത് എന്ന് പറയുന്നു. ഇനി ആസ് എൻ ഓഡിറ്റർ നമ്മൾ ഇവിടെ പോയിട്ട് പ്രൊസീജിയേഴ്സ് ചെയ്യണം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യുന്നത്? കമ്പനിയുടെ ഈ ഒരു പർട്ടിക്കുലർ ഫ്യൂവൽ എക്സ്പെൻസ് ഒക്കർ ചെയ്താണോ എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഒക്കറൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത്, ഈ ട്രാൻസാക്ഷൻ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ,
അപ്പോൾ ട്രാൻസാക്ഷൻ ലെഡ്ജറിന്റെ അകത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്യുക? സപ്പോർട്ടിംഗ് ഡോക്യുമെന്റുമായിട്ട് മാച്ച് ചെയ്യണം. ഒരു ട്രാൻസാക്ഷൻ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റുമായിട്ട് മാച്ച് ചെയ്യുന്ന വഴി നമുക്ക് അറിയാൻ പറ്റും അത് ഒക്കർ ചെയ്താണോന്ന്. ഫ്യൂൽ എക്സ്പെൻസ് എന്ന് പറയുന്ന എക്സ്പെൻസ് ഒക്കർ ചെയ്താണോന്ന് അറിയണം എന്ത് ചെയ്താൽ മതി? അതിന്റെ ഫ്യൂവലിന്റെ ബില്ല് നമുക്ക് നോക്കാം, ഇൻവോയ്സ് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവും ഒക്കർ ചെയ്താണോന്ന്. സെയിം സാർ കമ്പനി പർച്ചേസ് ഓർഡർ കൊടുത്തിട്ടുള്ളതിന്റെ നോട്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് നോക്കാം. അവിടുന്ന് അതുപോലെ തന്നെ കൺഫർമേഷൻ അയച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കാം. ഇവർ ഫ്യൂൽ റിസീവ് ചെയ്തതിനു ശേഷം അക്നോളജ് ചെയ്ത് കൊടുത്ത് സൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കാം. അങ്ങനെ നമുക്ക് ഒക്കറൻസ് കൺഫേം ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? സോ you have to match the ledger to the supporting document to understand whether it have actually occurred. Completeness confirm ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നേരെ തിരിച്ച് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് നിങ്ങൾ എന്തുമായിട്ട് മാച്ച് ചെയ്യണം? സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് നിങ്ങൾ ലെഡ്ജറുമായിട്ട് മാച്ച് ചെയ്യണം, അതായത് ട്രാൻസാക്ഷനുമായിട്ട് മാച്ച് ചെയ്യണം. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഫ്യൂൽ എക്സ്പെൻസിന്റെ 10 ബില്ല് നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട്. കമ്പനിയുടെ കയ്യിൽ ഫ്യൂൽ എക്സ്പെൻസിന് 10 ബില്ലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയേണ്ടത് ഈ 10 ബില്ലും കംപ്ലീറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഫ്യൂൽ എക്സ്പെൻസിന്റെ 10 ബില്ലും ലെഡ്ജറിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. ലെഡ്ജറിൽ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് റെക്കോർഡ് ആയിട്ടുണ്ട്. ശരിയല്ലേ? ഓക്കെ. അപ്പം ഒക്കറൻസ് കൺഫേം ചെയ്യാൻ നമ്മൾ എപ്പോഴും എന്തായിരിക്കും ചെയ്യുക? ലെഡ്ജർ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ടാണ് മാച്ച് ചെയ്യേണ്ടത്. കംപ്ലീറ്റ്നെസ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടോ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ലെഡ്ജറിലേക്ക് വേണം മാച്ച് ചെയ്യാൻ. ആക്യുറേറ്റ് ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ എപ്പോഴും ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത് എന്ത് തന്നെയായിരിക്കും? നമുക്ക് ആക്യുറേറ്റ് ആണോ എന്ന് അറിയാനായിട്ട് എസ്പെഷ്യലി ഇഫ് ഇറ്റ്സ് എ കാൽക്കുലേഷൻ നമുക്ക് അത് എന്ത് ചെയ്യാം? കാസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? റീകാൽക്കുലേറ്റ് ചെയ്യാം. കാസ്റ്റ് എന്ന് പറഞ്ഞാൽ റീകാൽക്കുലേറ്റ് ആട്ടോ. അല്ലെങ്കിൽ നമുക്ക് അതൊന്നും കൂടി റീപെർഫോം ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും? സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സുമായിട്ടും മാച്ച് ചെയ്യാം. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഫ്യൂൽ എക്സ്പെൻസിന്റെ എമൗണ്ട് ആക്യുറേറ്റ് ആണോ എന്ന് അറിയാൻ ചെയ്താൽ അതിന്റെ ബില്ല് എടുത്ത് നോക്കിയാൽ പോരെ. ഓക്കെ. ഇനി കട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? കറക്റ്റ് അക്കൗണ്ടിങ് പീരീഡ് ആണോ എന്ന് നോക്കിയാൽ മതി. കട്ട് ഓഫ് കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഡേറ്റ് ചെക്ക് ചെയ്താൽ മതി. സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സിന്റെ അകത്തെയും ലെഡ്ജറിന്റെ അകത്തെയും. സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സിന്റെയും നോക്കണം, ലെഡ്ജറിന്റെ അകത്തെയും ഡേറ്റ്സ് നോക്കണം. കാരണം എന്തായിരിക്കും? അതായത് ഇപ്പം ഒരു ഫ്യൂൽ എക്സ്പെൻസ് അത് എന്നാ ഉണ്ടായെന്ന് അറിയണം. ഫ്യൂൽ എക്സ്പെൻസിന് ബില്ല് എടുത്തിട്ട് ഉണ്ടായ ഡേറ്റ് നോക്കുക, എന്നാൽ അത് റെക്കോർഡ് ആയെന്ന് നോക്കുക. രണ്ടും സെയിം ഡേറ്റ് ആണെങ്കിൽ കട്ട് ഓഫ് എന്തായിരിക്കും? കറക്റ്റ് ആയിരിക്കും. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പ്രോപ്പർ അക്കൗണ്ടിങ് ഹെഡിൽ കാണിക്കണം എന്നാണ് പറഞ്ഞത്. സോ ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ പ്രോപ്പർ അക്കൗണ്ടിങ് ഹെഡിലാണ് കാണിച്ചേക്കുന്നത് അറിയാൻ എപ്പോഴും എന്ത് ചെയ്താൽ മതി? ബ്രേക്ക് ഡൗൺ എടുത്ത് നോക്കിയാൽ പോരെ. ഗുഡ്. ബ്രേക്ക് ഡൗൺ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ട്രാൻസാക്ഷൻ കാണിച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ ഫ്യൂൽ എക്സ്പെൻസ് ഉണ്ടായി, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അങ്ങനെയാണ് എന്ത് ചെയ്താൽ മതി? കോസ്റ്റ് ഓഫ് സെയിൽസ് എടുത്ത് നോക്കിയാൽ പോരെ. അതിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ. ഓക്കെ. പ്രസന്റേഷൻ കറക്റ്റ് ആണോ എന്ന് അറിയാൻ എപ്പോഴും എന്ത് ചെയ്യുക? ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിം വർക്ക് പ്രകാരം തന്നെയാണോ നോക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റും? ഒരു പർട്ടിക്കുലർ P&L എലമെന്റ് കറക്റ്റ് ആയിട്ടാണോ റെക്കോർഡ് ചെയ്തേക്കുന്നത് അറിയാൻ പറ്റും. ക്ലിയർ ആയ മക്കളെ? ഓക്കെ. ഇതെന്തിനാ നമ്മളിപ്പോ പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് നിങ്ങളോട് ഏതെങ്കിലും സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ ചെയ്യാൻ പറയാണ്. അതായത് നിങ്ങളോട് ഇപ്പൊ ചോദിക്കുകയാണ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് പെർഫോം ചെയ്യേണ്ടത് വിത്ത് റിഗാർഡിംഗ് ഫ്യൂൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞ് ചോദിച്ചു. അല്ലെ നിങ്ങളോട് ചോദിക്കുകയാണ് എന്തൊക്കെ പ്രൊസീജിയർ ആണ് പെർഫോം ചെയ്യേണ്ടത് ഇൻ റിലേഷൻ ടു ഏതെങ്കിലും ഒരു ഇൻകം ചോദിച്ചു. അപ്പൊ ഏതെങ്കിലും ഒരു ഇൻകമോ എക്സ്പെൻസോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് നിങ്ങളുടെ അടുത്ത് പ്രൊസീജിയർ ചോദിക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ ആലോചിച്ച് നോക്കേണ്ടത് എന്താ? അത് ഏത് അസേർഷൻസിനെയൊക്കെയാണ് ഹിറ്റ് ചെയ്യേണ്ടത് നോക്കണം. അപ്പോൾ ഒക്കറൻസ് കറക്റ്റ് ആവണം, കംപ്ലീറ്റ്നെസ് കറക്റ്റ് ആവണം, ആക്യുറസി കറക്റ്റ് ആവണം, കട്ട് ഓഫ് കറക്റ്റ് ആവണം, ക്ലാസിഫിക്കേഷൻ കറക്റ്റ് ആവണം, പ്രസന്റേഷൻ കറക്റ്റ് ആവണം. ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയാൽ മാത്രമേ ട്രാൻസാക്ഷൻ കറക്റ്റ് ആവത്തുള്ളൂ. അപ്പൊ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ ചെയ്ത് നിങ്ങൾ കൺഫേം ചെയ്യേണ്ടത് എന്തായിരിക്കും? ഈ പറയുന്ന ഓരോ അസേർഷൻസും കറക്റ്റ് ആണെന്നായിരിക്കും. മനസ്സിലായോ? ഇത് ക്ലിയർ? ഓക്കെ. നാളെ നമ്മൾ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മൾ ക്വാളിറ്റി കൺട്രോളിന്റെ ക്വസ്റ്റ്യൻസ് പഠിക്കും. അപ്പൊ നിങ്ങൾക്ക് ക്വാളിറ്റി കൺട്രോളിന്റെ ക്വസ്റ്റ്യൻ തന്നിട്ട് നിങ്ങൾക്ക് ഒരു സിനാരിയോ തന്നിട്ട് ഒരു ഓഡിറ്റർ ഓൾറെഡി ചെയ്ത് വെച്ചേക്കുന്ന പ്രൊസീജിയർ നിങ്ങളോട് ചോദിക്കും. അത് ആഡിക്വേറ്റ് ആണോ, അത് അപ്രോപ്രിയേറ്റ് ആയിട്ടാണോ ചെയ്തേക്കുന്നത്, എന്തൊക്കെ ക്വാളിറ്റി കൺട്രോൾ ഇഷ്യൂസ് ആണുള്ളൂ എന്നായിരിക്കും നിങ്ങളോട് ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങളോട് ഇവാലുവേറ്റ് ദ ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻഡ് ബൈ ദ ഓഡിറ്റർ ആൻഡ് കമന്റ് ഓൺ ഇറ്റ്സ് ആഡിക്വസി എന്ന് പറഞ്ഞ് ചോദിക്കും. അതായത് ഒരു ഓഡിറ്റർ ഓഡിറ്റ് എവിഡൻസ് കുറെ ഒബ്റ്റെയിൻ ചെയ്തു എന്ന് പറയും, എന്നിട്ട് ആ ഓഡിറ്റ് എവിഡൻസ് ആഡിക്വേറ്റ് ആണോ എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അത് എന്തിനെ എഫക്ട് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ ആണ്, P&L SOFP വരുന്നത് നോക്കുക. P&L വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഓഡിറ്റർ ഈ അസേർഷൻസ് ഓരോന്നും കൺഫേം ചെയ്യാനുള്ള പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? ക്വാളിറ്റി മീറ്റ് ചെയ്തിട്ടില്ല. ബിക്കോസ് ഇന്ന എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഇന്ന അസേർഷൻസ് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. സോ ഹി ഹാവൻ ഡൺ ദാറ്റ് എന്ന് പറയാം. ഇല്ല നിങ്ങളോട് പറയും ഒരു ഓഡിറ്റർ കംപ്ലീറ്റ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലെഡ്ജറിലുള്ളതൊക്കെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയിട്ട് മാച്ച് ചെയ്തു എന്ന് പറയും. അവിടെ നിങ്ങൾക്ക് എന്ത് പറയാം? ലെഡ്ജറിലുള്ളത് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വെച്ച് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്നെസ് അറിയാൻ പറ്റില്ല. പകരം എന്താ അറിയാൻ പറ്റുള്ളൂ? ഒക്കറൻസ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്.
കംപ്ലീറ്റ്നെസ് അറിയണമെങ്കിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ട്രാൻസാക്ഷനിലേക്ക് വേണം ട്രേസ് ചെയ്യാൻ എന്ന് പറയാം. അപ്പോൾ ക്വാളിറ്റി കൺട്രോളിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി ഇത് എപ്പോഴും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ക്ലിയർ ആയോ? Yes, sir. ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഏതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള അസേഷൻ ആയിരുന്നു? ക്ലാസ് ഓഫ് ട്രാൻസാക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള അസേഷൻ ആയിരുന്നു. സോ ഓൾവേസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഒക്കറൻസ് കൺഫേം ചെയ്യാൻ അപ്പൊ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? ലെഡ്ജർ ടു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയിരിക്കും. കംപ്ലീറ്റ്നെസ് കൺഫേം ചെയ്യാനോ? സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ടു ലെഡ്ജർ ആയിരിക്കും. ആക്യുറസി കൺഫേം ചെയ്യാൻ വി ക്യാൻ ഈദർ റീകാൽക്കുലേറ്റ് ഓർ ക്രോസ് ചെക്ക് ഇറ്റ് വിത്ത് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്. കട്ട് ഓഫ് കറക്റ്റ് ആണെന്ന് അറിയാൻ ലെഡ്ജർ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് നോക്കാം. അതിലെ ഡേറ്റ് ചെക്ക് ചെയ്താൽ മതി. ക്ലാസിഫിക്കേഷൻ കറക്റ്റ് ആണെന്ന് അറിയാൻ ബ്രേക്ക് ഡൗൺ ഓഫ് എക്സ്പെൻസ് എടുത്താൽ മതി. പ്രസന്റേഷൻ കറക്റ്റ് ആണോ എന്ന് അറിയാൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിം വർക്ക് നമുക്ക് നോക്കാം. മനസ്സിലായോ? Yes, sir. അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയാണ് മക്കളെ വരുന്നത്? അക്കൗണ്ട് ബാലൻസിന്റെ അകത്ത് Assets, liabilities. അസെറ്റ്സ്, ലയബിലിറ്റി, ഇക്വിറ്റി അല്ലെ? അഗെയിൻ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾ. കമ്പനി പറയുന്നു കമ്പനിക്ക് വെഹിക്കിൾ ഉണ്ട്. കമ്പനിക്ക് മൊത്തം 8 വെഹിക്കിൾസ് ആണുള്ളത്. അതിന്റെ ടോട്ടൽ വാല്യൂ ആണ് ഒരു 26,485. അപ്പൊ കമ്പനി പറയുന്നു കമ്പനിയുടെ വെഹിക്കിൾ എല്ലാം എക്സിസ്റ്റിംഗ് ആണ്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് മാത്രമേ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ അവർ പറയുന്നു നമ്മുടെ കമ്പനിക്ക് ഏതൊക്കെ അസറ്റ്സിന് മേലെ റൈറ്റ് ഉണ്ട്, റൈറ്റ്സ് ഉള്ള അസറ്റ്സ് മാത്രമേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഏതൊക്കെയാണ് നമുക്ക് ഒബ്ലിഗേഷൻസ് ഉള്ളത് അതെല്ലാം ലയബിലിറ്റി ആയിട്ട് കാണിച്ചിട്ടുമുണ്ട്. അതാണ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ. കംപ്ലീറ്റ്നെസ് എന്ന് പറയുമ്പോൾ അവർ പറയാണ് എല്ലാ അസറ്റ്സും ലയബിലിറ്റിയും ഇക്വിറ്റിയും അവർ കംപ്ലീറ്റ് ആയിട്ട് തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡിസ്ക്ലോഷേഴ്സും അവർ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നതാണ് കംപ്ലീറ്റ്നെസ്. ആക്യുറസി, വാല്യുവേഷൻ, അലൊക്കേഷൻ എന്ന് പറയുമ്പോൾ അവർ പറയാണ് എല്ലാ അസറ്റ്സും ലയബിലിറ്റിയും ഇക്വിറ്റിയും അവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൻ്റെ അകത്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എമൗണ്ടിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയാണോ അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളും നടത്തേണ്ടത് അത് അവർ പ്രോപ്പർലി നടത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ ഇൻ അക്കോർഡൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ് തന്നെ വാല്യൂ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നതാണ് ആക്യുറസി, വാല്യുവേഷൻ, അലൊക്കേഷൻ. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എഗെയിൻ അവർ പറയുന്നു പ്രോപ്പർ അക്കൗണ്ടിങ് ഹെഡിൽ തന്നെയാണ് കാണിച്ചേക്കുന്നത്. ദെൻ പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് എന്താ? ഇൻ അക്കോർഡൻസ് വിത്ത് ദ സ്റ്റാൻഡേർഡ്സ് IFRS പ്രകാരം എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടത്, അല്ലെ ഫ്രെയിം വർക്ക് പ്രകാരം എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടത്, അപ്രോപ്രിയറ്റ്ലി പ്രസന്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നതാണ് പ്രസന്റേഷൻ. സോ ദിസ് ഈസ് ഹൗ ദേ ഹാവ് എക്സ്പ്ലെയിൻഡ് അബൌട്ട് ഈച്ച് ഓഫ് ദി അസേർഷൻസ്. ഇത്രയും ക്ലിയർ അല്ലേ എല്ലാവർക്കും? Yes, sir. ഓഡിറ്ററായ നമ്മുടെ പരിപാടി ഇനി എന്താ? വി നീഡ് ടു കൺഫേം വെദർ ഈച്ച് ഓഫ് ദീസ് അസേർഷൻസ് ആർ ബീങ് കറക്റ്റ്. അപ്പൊ കമ്പനി പറഞ്ഞു അവരുടെ വെഹിക്കിൾ എല്ലാം അവർ കംപ്ലീറ്റ് ആയിട്ട് തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, എക്സിസ്റ്റിംഗ് ആണ്. വെഹിക്കിൾ എക്സിസ്റ്റിംഗ് ആണോ എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? ബുക്സിലുള്ളത് ആക്ച്വലി ബുക്സിലുള്ള വെഹിക്കിൾ ഏതൊക്കെയാണോ ബുക്സിലുള്ള വെഹിക്കിൾ ആക്ച്വൽ ആയിട്ട് ഫിസിക്കലി ഇരിപ്പുണ്ടോ എന്ന് നോക്കാം. ശരിയല്ലേ? സോ ലിറ്ററലി വിച്ച് മീൻസ് ദാറ്റ് നമ്മളെ എക്സിസ്റ്റൻസ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടെസ്റ്റിനെ നമ്മൾ എന്തായിരുന്നു പറയുന്നത്? വി വിൽ കോൾ ഇറ്റ് ആസ് ഷീറ്റ് ടു ഫ്ലോർ. ഷീറ്റ് ടു ഫ്ലോർ എന്നാണ് നമ്മൾ പറയുക. എന്ന് വെച്ചാൽ നമ്മുടെ ബുക്സിലുള്ളതെല്ലാം ഫ്ലോറിലുണ്ടോ എന്നുള്ള കാര്യം നോക്കും. ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്ത് തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ഇത് ഫിസിക്കൽ വേരിഫിക്കേഷൻ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അതായത് നമ്മൾ ഫിസിക്കലി പോയിട്ട് നോക്കുമായിരിക്കും കമ്പനിയുടെ ബുക്സിൽ 8 വെഹിക്കിൾ ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഫിസിക്കലിയും 8 വെഹിക്കിൾ തന്നെയാണുള്ളതെന്നായിരിക്കും നമ്മളവിടെ ചെക്ക് ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ ആയോ? ഓക്കെ. ഇനി അങ്ങനെ തന്നെ ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ഓൾസോ ക്രോസ് ചെക്ക് ഇറ്റ് വിത്ത് ദ ഡോക്യുമെന്റ്സ്. സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വെച്ച് ക്രോസ് ചെക്ക് ചെയ്യുക. ഇപ്പൊ റിസീവ്സിന്റെ കേസിലാണ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വെച്ചായിരിക്കും നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ടാവുക. അതേപോലെ തന്നെ കംപ്ലീറ്റ്നെസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണം. അവിടെ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ഫ്ലോർ ടു ഷീറ്റ് ആയിരിക്കും ചെയ്യുക. വിച്ച് മീൻസ് നമ്മൾ ഡോക്യുമെന്റ്സ് ടു അസറ്റ് ആയിരിക്കും ട്രേസ് ചെയ്യുന്നുണ്ടാവുക. എന്ന് വെച്ചാൽ ഫ്ലോറിൽ എത്ര എണ്ണമാണല്ലോ നോക്കി, മൊത്തം 10 എണ്ണം ഫ്ലോറിൽ ഇരിപ്പുണ്ട്. അങ്ങനെയാണ് 10 എണ്ണം റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നതിനാണ് ഫ്ലോർ ടു ഷീറ്റ് എന്ന് പറയാ. ക്ലിയർ ആയോ? ഓക്കെ. ഇനി റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ കൺഫേം ചെയ്യാൻ നമ്മൾ എന്തായിരിക്കും നോക്കുന്നുണ്ടാവുക? മെയിൻലി നമ്മൾ ഡോക്യുമെന്റ്സ് തന്നെയായിരിക്കും റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ കൺഫേം ചെയ്യാൻ നോക്കുക. കമ്പനിയുടെ അസറ്റ്സിന് മേലെ റൈറ്റ്സ് ഉണ്ടോ എന്ന് അറിയാൻ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. ആക്യുറസി, വാല്യുവേഷൻ, അലൊക്കേഷൻ. ആക്യുറസി, വാല്യുവേഷൻ, അലൊക്കേഷൻ കറക്റ്റ് ആണെന്ന് അറിയാൻ നമ്മൾ പറഞ്ഞു നമുക്കവിടെ മേ ബി റീകാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇൻ അക്കോർഡൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ് IFRS ആണ്, IFRSന്റെ ബേസ് തന്നെയാണ് ട്രീറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. അതായത് ഇപ്പൊ IAS 16 പ്രകാരമാണ് നമുക്കറിയാം അസറ്റ് വാല്യൂ ചെയ്യേണ്ടത്. സോ PP പ്രോപ്പർലി വാല്യൂ ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ ഡിപ്രിസിയേഷൻ കൊടുത്തിട്ടുണ്ടോ, ഡിപ്രിസിയേഷൻ അപ്രോപ്രിയേറ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യാം. ക്ലാസിഫിക്കേഷൻ പ്രോപ്പർ അക്കൗണ്ടിങ് ഹെഡിൽ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അറിയാൻ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ഓഫ് കോഴ്സ് ഇവിടെയും ബ്രേക്ക് ഡൗൺ ആയിരിക്കും നമ്മൾ മെയിൻലി എടുക്കുന്നുണ്ടാവുക. പ്രസന്റേഷൻ കറക്റ്റ് ആണെന്ന് അറിയാൻ അഗെയിൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിം വർക്ക് വെച്ചിട്ട് തന്നെയായിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നിങ്ങളോട് ഇൻ കേസ് എങ്ങാനും ഏതെങ്കിലും ഒരു അസറ്റിന്റെയോ ലയബിലിറ്റിയുടെയോ ഇക്വിറ്റിയുടെയോ റിലേറ്റഡ് ആയിട്ടാണോ സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ഒബ്ടൈൻ ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ensure to follow these points. Clear ആയ എല്ലാവർക്കും? Yes, sir. Okay, so this is how you might need to consider these assertions when you do the questions of audit procedures. Then again, when it comes to the evaluation of quality control of the entity. Clear aya properly, and you can also consider the same for audit evidence questions as well, which we will also consider in the tomorrow session. Properly മനസ്സിലായോ മക്കളെ? Yes, sir. അപ്പോ നമ്മൾ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ഇതാണ് അസേഷൻസ്. അപ്പം ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് നിങ്ങളോട് ചോദിച്ചു കഴിയുമ്പോൾ, സോ ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റ് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ അവിടെ 3 കാര്യങ്ങൾ വരും. ഫസ്റ്റ് തിങ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത പോലെ തന്നെ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. പകരം ഓഡിറ്റ് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ അവിടെ 3 കാര്യങ്ങളുടെ കോമ്പിനേഷൻ ആണ്. റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയർ, ടെസ്റ്റ് ഓഫ് കൺട്രോൾ, സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ്. റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ നമ്മളൊരു കമ്പനിയുടെ എൻറ്റിറ്റിനെ കുറിച്ച് മനസ്സിലാക്കുകയും ആ എൻറ്റിറ്റിയുടെ എൻവയോൺമെന്റിനെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തിട്ട് അവിടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് എത്രത്തോളം മിസ്റ്റേക്സിനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കുന്നതിനാണ് നമ്മൾ റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയർ എന്ന് പറയുക. അപ്പൊ FSന്റെ അകത്ത് എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ എന്നറിയാൻ നമ്മൾ എന്തൊക്കെ പ്രൊസീജിയർ ചെയ്യുന്നു? അതെല്ലാം റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയർ ആണ്. നമ്മൾ AAAക്കകത്ത് ഓഡിറ്റ് റെസ്പോൺസ് എഴുതിക്കൊണ്ടിരുന്ന പോലെ. ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ആയിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ആ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എഫിഷ്യന്റ് ആയിട്ട് തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ. അപ്പോൾ ഒരു കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എഫിഷ്യന്റ് ആയിട്ടാണോ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതിനെയാണ് ടെസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുക. ആൻഡ് മെയിൻലി വെൻ ഇറ്റ് കംസ് ടു ദ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ്, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു കമ്പനിയുടെ അസേഷൻസ് എന്തൊക്കെയാണോ ആ കമ്പനിയുടെ അസേഷൻസ് ഓരോന്നും നമ്മൾ ടെസ്റ്റ് ചെയ്ത് ആ കമ്പനിയുടെ അസേഷൻ ലെവലിൽ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നതിനെയാണ് we will call it as substantive procedures. അപ്പൊ അസേഷൻ ലെവലിലുള്ള മിസ്റ്റേക്സ് കൺസിഡർ ചെയ്യുന്നതിനായിരിക്കും നമ്മൾ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് എന്ന് പറയാം. അപ്പൊ ഒരു കമ്പനിയുടെ മാനേജ്മെന്റ് പലതരത്തിലുള്ള അസേഷൻസ് റേസ് ചെയ്തിട്ടുണ്ടാവും, ക്ലെയിം റേസ് ചെയ്തിട്ടുണ്ടാവും. നമ്മളിപ്പോൾ കണ്ട പോലെ അത് ഓരോന്നും ടെസ്റ്റ് ചെയ്ത് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കുന്നതായിരിക്കും സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ എന്ന് പറയാം. മനസ്സിലായോ എല്ലാവർക്കും? Yes, sir. ആൻഡ് മെയിൻലി സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ തന്നെ 2 കാര്യങ്ങൾ വരും. നമ്മൾ ആദ്യമേ നോക്കുന്നുണ്ടാവും എങ്ങനെയായിരിക്കും, അതായത് ഇപ്പൊ 2014 ബാലൻസ് ഉണ്ട്, 2013 ബാലൻസ് ഉണ്ട്. കൺസിഡർ ദാറ്റ് നമ്മുടെ കമ്പനിയുടെ PPയുടെ 2014 ബാലൻസ് പ്രകാരം നമ്മുടെ കമ്പനിയുടെ PP ഈസ് 2000, maybe 20,000, ആൻഡ് ഇൻ ദ പ്രീവിയസ് ഇയർ ഓൾസോ ഇറ്റ് ഈസ് 20,000. സോ ഇവിടെ PPയുടെ വാല്യൂ കറണ്ട് ഇയറിലും പ്രയർ ഇയറിലും സെയിം ആണ്. നോർമലി ഇങ്ങനെ PPയുടെ വാല്യൂ കറണ്ട് ഇയറിലും പ്രയർ ഇയറിലും സെയിം ആയിട്ട് വരാറുണ്ടോ? 0 ഡിഫറൻസ് വരാറുണ്ടോ? ഇല്ല. സോ ഇറ്റ്സ് ആൻ അൺയൂഷ്വൽ വേരിയൻസ്. ശരിയല്ലേ? വേരിയൻസ് ഇല്ല, സോ ഇറ്റ്സ് ആൻ അൺയൂഷ്വൽ ബാലൻസ്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും അൺയൂഷ്വൽ ബാലൻസുകൾ ഉണ്ടോ എന്ന് അറിയാൻ നമ്മൾ കറണ്ട് ഇയറും പ്രയർ ഇയറും തമ്മിൽ കമ്പാരിസൺസ് നടത്തും. അങ്ങനെ കറണ്ട് ഇയറും പ്രയർ ഇയറും തമ്മിൽ കമ്പാരിസൺ നടത്തി അൺയൂഷ്വൽ വേരിയൻസ് ഉണ്ടോ എന്ന് നോക്കുന്നതിനെയാണ് സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ പ്രൊസീജിയർ എന്ന് പറയാം. ആൻഡ് നമ്മൾ ഇനി മാനേജ്മെന്റിനോട് ഡിസ്കസ് ചെയ്യും എന്ത് കാരണം കൊണ്ടാണ് there is 0 ഡിഫറൻസ്. മാനേജ്മെന്റ് നമ്മളോട് പറയാണ് ലാസ്റ്റ് ഇയറിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ അസറ്റ് ഉണ്ടായി, നമ്മളത് ഡിപ്രിഷിയേറ്റ് ചെയ്തു. കറണ്ട് ഇയർ ഡിപ്രിസിയേഷൻ വാസ് 4,000. അത് നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇൻ ദ കറണ്ട് ഇയർ നമ്മളൊരു പുതിയ അസറ്റ് വാങ്ങിച്ചിരുന്നു 4,000ന്റെ. അത് കാരണം കൊണ്ടാണ് ഡിപ്രിസിയേഷന്റെ എമൗണ്ട് കാണിക്കാത്ത പോലെ നിൽക്കുന്നത് ഫൈനൽ ബാലൻസിൽ. അപ്പൊ നമ്മൾ ബ്രേക്ക് ഡൗൺ എടുത്തു. എന്നിട്ട് ബ്രേക്ക് ഡൗൺ എടുത്തിട്ട് നോക്കുകയാണ് കറണ്ട് ഇയർ അഡീഷനും ഡിഡക്ഷൻ ഓഫ് ഡിപ്രിസിയേഷൻ വന്നിട്ടുണ്ടോ? ഉണ്ട്. കറണ്ട് ഇയർ അഡീഷൻ കറക്റ്റ് ആണോ എന്ന് അറിയാൻ നമ്മൾ അവരോട് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ചോദിച്ചു. അവർ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് തന്നു. അസറ്റ് ശരിക്കും കമ്പനിയുടെ തന്നെ ഉണ്ടോ എന്നറിയാൻ ഫിസിക്കലി ഇൻസ്പെക്ട് ചെയ്തു. ഉണ്ട്. ഇങ്ങനെ ഓരോ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സും ഒബ്റ്റൈൻ ചെയ്ത് ട്രാൻസാക്ഷൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് പ്രോപ്പർലി ആണോ ട്രീറ്റ് ചെയ്തേക്കുന്നത് നോക്കുന്നതിനെയാണ് സബ്സ്റ്റാൻറ്റീവ് ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽസ് എന്ന് പറയുക. അപ്പൊ ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയറിനകത്ത് അനലിറ്റിക്കൽ പ്രൊസീജിയർ ഉണ്ട്, അതായത് കമ്പാരിസണും ഉണ്ട്, സബ്സ്റ്റാൻറ്റീവ് ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽസും ഉണ്ട്. ക്ലിയർ ആയോ? Yes, sir. പെർഫെക്റ്റ്. അപ്പൊ ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ കമ്പനി ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ നിങ്ങൾ പറയാണ് പെർഫോം അനലിറ്റിക്കൽ പ്രൊസീജിയർ ബൈ കമ്പയറിംഗ് ദ കറന്റ് ഇയർ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് വിത്ത് ദാറ്റ് ഓഫ് ദി പ്രീവിയസ് ഇയർ ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ് ഇൻ കേസ് ഓഫ് സിഗ്നിഫിക്കന്റ് വേരിയൻസ്. അതാണ് എന്ത് സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓൺ ദ അതർ ഹാൻഡ് സബ്സ്റ്റാൻറ്റീവ് ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് ദ റാഷണൽ ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് ദ പ്രൊവിഷൻ ഇസ് ക്രിയേറ്റഡ് ടു കൺസിഡർ വെദർ ഇറ്റ് ഈസ് റീസണബിൾ ആൻഡ് ആർ ഇൻ അക്കോർഡൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്. മാനേജ്മെന്റിനോട് നമ്മൾ ചോദിക്കുകയാണ് എന്ത് റാഷണലിന്റെ പുറത്താണ് അവർ ഈ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്, റീസണബിൾ ആണോ നോക്കുക, സ്റ്റാൻഡേർഡ് പ്രകാരമാണോ നോക്കുക എന്ന് പറയുന്നതാണ് എന്ത് സബ്സ്റ്റാൻറ്റീവ് ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? Yes, sir. Yes, sir. അപ്പം നമ്മൾ സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ പ്രൊസീജിയറും കൺസിഡർ ചെയ്യണം, ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽസും കൺസിഡർ ചെയ്യണം. പക്ഷെ നിങ്ങളോട് എക്സാമിന് AAAക്കകത്തായിരുന്നപ്പം ഏതൊക്കെയാണ് സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ പ്രൊസീജിയർ പെർഫോം ചെയ്യേണ്ടത്, എന്തൊക്കെ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ ആണ് പെർഫോം ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ടായിരുന്നു.
ബട്ട് വെൻ ഇറ്റ് കംസ് ടു AAA നിങ്ങളോട് ജസ്റ്റ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് മാത്രമാണ് ചോദിക്കാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ യു ക്യാൻ മേക്ക് എ മിക്സ് ഓഫ് ഓൾ ഓഫ് ദിസ്. ക്ലിയർ ആയോ? Yes, Okay. sir. ഇനി ഓഡിറ്റ് പ്രൊസീജിയർ എഴുതുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും അവിടെ 3 കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവണം. യു മസ്റ്റ് ക്ലിയർലി ഇൻക്ലൂഡ് എ പ്രൊസീജിയർ. അതായത് എന്താണോ നിങ്ങൾ അവിടെ പെർഫോം ചെയ്യാൻ പോകുന്ന പ്രൊസീജിയർ, ആ പ്രൊസീജിയർ എന്താണെന്നുള്ളത് ക്ലിയർലി സ്പെസിഫൈ ചെയ്യണം. ഇനി നിങ്ങളുടെ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണോ നിങ്ങൾക്ക് വേണ്ടത്, ആ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണെന്ന് വേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് പറയണം. അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ, ആ പേർപ്പസ് എന്താണെന്നുള്ളത് ക്ലിയർലി സ്പെസിഫൈ ചെയ്യണം. സോ പ്രൊസീജിയർ ഉണ്ടാവണം, ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഉണ്ടാവണം, പേർപ്പസ് ഉണ്ടാവണം. സോ ഈ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ലിറ്ററലി ഇൻക്ലൂഡ് എനി പ്രൊസീജിയേഴ്സ്. സോ ഇപ്പൊ ഞാൻ ഈ കാണിച്ചേക്കുന്ന അല്ലെങ്കിൽ ഈ ലിസ്റ്റ് ഡൗൺ ചെയ്തേക്കുന്ന, ഇൻ കേസ് ഇഫ് യു വാണ്ട് യു ക്യാൻ ടേക്ക് എ സ്നാപ്പ് ഓഫ് ദിസ്, ഈ കാര്യങ്ങളെല്ലാം ഓരോ പ്രൊസീജിയേഴ്സ് ആണ്. അതായത് എഗ്രി ഡാഷ് ടു ഡാഷ്, അനലൈസ് ചെയ്യുക, അസസ് വെദർ സംതിങ് ഈസ് റീസണബിൾ, compare the current year provision with that of the competitor or with the previous year, consider evaluating the company's financial statements by doing that, inquire or discuss with the management, ensure something, examine the company's books of accounts, inspect the board minutes and monitor what kind of transaction, observe whether the company is adequately following the inventory count instructions, obtain bank reconciliation statement in order to consider whether all the balances have been reconciled, recalculate something, reconcile dash to dash, reperform a calculation, review ചെയ്യാൻ പറയാം, scrutinize ചെയ്യാൻ പറയാം കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, വെരിഫൈ ചെയ്യാൻ പറയാം, ഒരു ട്രാൻസാക്ഷൻ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് വെച്ച് മാച്ച് ചെയ്യുന്നതിനാണ് വൗച്ച് ചെയ്യാന്ന് പറയാം. അപ്പൊ ഇങ്ങനെയുള്ള ഏത് പ്രൊസീജിയർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. വെൽ ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു ബൈ ഹെഡ് എവ്രി വൺ ഓഫ് ദീസ്, ആൻഡ് ഇതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒക്കെ നോക്കി വെച്ചാൽ മതി. സോ ഇങ്ങനെയുള്ള ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. അല്ലെങ്കിൽ ഇത് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള എൻക്വയർ, ഇൻസ്പെക്ട്, ഒബ്സർവ്, റീകാൽക്കുലേറ്റ്, റീപെർഫോം, പെർഫോം അനലിറ്റിക്കൽ പ്രൊസീജിയർ, ഈ സിമ്പിൾ ആയിട്ടുള്ള യൂസ് ചെയ്താലും മതി. നമ്മൾ AIOU എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ, അനലിറ്റിക്കൽ പ്രൊസീജിയർ, എൻക്വയറി, ഇൻസ്പെക്ഷൻ, ഒബ്സർവേഷൻ, റീകാൽക്കുലേഷൻ ഓർ റീപെർഫോമൻസ്, എക്സ്റ്റേണൽ കൺഫർമേഷൻ, ഇങ്ങനെയുള്ള ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. അങ്ങനെയുള്ള ഏത് പ്രൊസീജിയർ വേണമെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ഓൺ ദ ബേസിസ് ഓഫ് സിനാരിയോ നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെന്റ് എന്താണോ ആ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണെന്നുള്ളത് ക്ലിയർലി സ്പെസിഫൈ ചെയ്യുക. നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതിന്റെ പർപ്പസ് എന്താണോ, പർപ്പസ് എന്താണെന്നുള്ളതും പ്രോപ്പർലി പറയണം. നോർമലി പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ അസേർഷൻസ് പ്രൂവ് ചെയ്യുക എന്നുള്ളതായിരിക്കും നിങ്ങളുടെ പർപ്പസ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു പ്രൊവൈഡ് ദാറ്റ്. ഇപ്പം പെർഫോം അനലിറ്റിക്കൽ പ്രൊസീജിയർ ഇൻ ഓർഡർ ടു കൺഫേം accuracy, in order to confirm cut off, in order to confirm completeness, ഇങ്ങനെ പറഞ്ഞ് പറയണം എന്നില്ല. എന്താണോ നിങ്ങൾക്ക് അസേഷൻസ്, അസേഷന്റെ മീനിങ് മാത്രം പറഞ്ഞാൽ മതി. എന്ന് വെച്ചാൽ ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറയാണ് ഒബ്റ്റെയിൻ എ സാമ്പിൾ ഓഫ് പർച്ചേസ് ഓർഡേഴ്സ് in order to confirm whether all the transactions are being completely recorded എന്നാണ് ഈ completely recorded എന്നുള്ള പറഞ്ഞാൽ മതി. In order to confirm cut off എന്ന് പറയണ്ട, in order to confirm whether the transaction have been included within the correct accounting period. In order to confirm the classification പറയണ്ട, in order to confirm whether the transactions are being included in the correct accounting head. അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് ഹെഡ് ഏതാണോ അത് അറിയെങ്കിൽ അത് പറഞ്ഞാൽ മതി. In order to ensure that whether the expenses have been included within the cost of sales, അങ്ങനെ പറഞ്ഞാൽ മതി. ക്ലിയർ ആയോ? Yes, sir. അപ്പൊ എപ്പോഴും ഒരു കാര്യം ഓർക്കുക, അതായത് ഇപ്പം നിങ്ങളൊരു പ്രൊവിഷന്റെ കാര്യം ചോദിക്കുകയാണ്, ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് അബൌട്ട് ദ റാഷണൽ ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് ദ പ്രൊവിഷൻ ഹാവ് ബീൻ കാൽക്കുലേറ്റഡ്. എന്തിന്റെ ബേസിസിലാണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്, കാൽക്കുലേറ്റ് ചെയ്തെന്ന് അറിയാൻ റാഷണൽ എന്താണെന്ന് ചോദിച്ചു. ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് റാഷണൽ ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് ദ പ്രൊവിഷൻ ഹാസ് ബീൻ കാൽക്കുലേറ്റഡ്. ഇത്ര നിങ്ങൾ പറഞ്ഞു. അവിടെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടില്ല, കാരണം നിങ്ങൾ അവിടെ എന്ത് മാത്രമേ പറഞ്ഞുള്ളൂ, പ്രൊസീജിയർ പറഞ്ഞു, ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ്. എന്താ ഡിസ്കസ് ചെയ്യേണ്ടത്? റാഷണൽ ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് പ്രൊവിഷൻ ഇസ് കാൽക്കുലേറ്റഡ്. അപ്പൊ അവിടെ പ്രൊസീജിയറും ഡോക്യുമെന്റും മാത്രമേ ആയിട്ടുള്ളൂ. അവിടെ നിങ്ങൾ എന്തും കൂടെ പറയണം, പർപ്പസും കൂടി പറയണം. നിങ്ങളുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? In order to confirm whether they are in accordance with IAS 37, അല്ലെങ്കിൽ in order to confirm whether they are reasonable, അല്ലെങ്കിൽ in order to confirm whether they are in accordance with standards. എന്താണോ അത് പറയുക. ക്ലിയർ ആയോ? Yes, sir. റീകാൽക്കുലേറ്റ് ദ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഫുൾ മാർക്ക് കിട്ടില്ല. എന്തിനാ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് റീകാൽക്കുലേറ്റ് ചെയ്യുന്നത്? In order to ensure the mathematical accuracy. അപ്പൊ അത് പറഞ്ഞാലേ മാർക്ക് കിട്ടുള്ളൂ. മനസ്സിലായോ? റിവ്യൂ ദ ഡ്രാഫ്റ്റ് FS in order to confirm whether the company have included all disclosures in relation to provision and that they are in accordance with standards എന്നുള്ളത് കൃത്യമായിട്ട് പറയാ. ക്ലിയർ ആയോ? Yes, sir.
അപ്പൊ നമുക്ക് AA സമയത്ത് നമുക്ക് ഉണ്ടായിരുന്ന ബെനിഫിറ്റ് എന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഈ പ്രൊസീജിയേഴ്സ് എന്ത് വേണേലും നോട്ട് ചെയ്ത് വെക്കാമായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറെ കോമൺ ആയിട്ടുള്ള സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് AA കേസിലൊക്കെ പഠിച്ചിരുന്നു. സോ AA കേസിലുള്ള സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്ത് തന്നെ AA എന്തായാലും നമുക്ക് ആൻസർ ചെയ്തായിരുന്നു. കാരണം നമുക്ക് ഏകദേശം ഉറപ്പുണ്ടായിരുന്നു അതിനെ ചോദിക്കുള്ളായിരുന്നു. ആൻഡ് ഇൻ കേസ് ഇഫ് യു വോണ്ട് യു ക്യാൻ ഡൗൺലോഡ് ദ സെയിം നോട്ട്സ് ഇൻ റിലേഷൻ ടു AA. AA ആ നോട്ട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്തെടുക്കാം, സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞിട്ട്. സോ അവിടെ തന്നെ കുറേ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. സോ AA അത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റും എന്തൊക്കെയാണ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് എന്നുള്ളത് നമ്മുടെ AA പഠിക്കാനായിട്ടുണ്ടായിരുന്നു. ഇഫ് യു വോണ്ട് യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് ടു ഗെറ്റ് ആൻ ഓവറോൾ ഐഡിയ on different type of substantives, and there are almost more than 200 substantives out there. അപ്പോൾ അത് വേണം നിങ്ങൾക്ക് വായിച്ചു നോക്കാം. However, നമ്മുടെ AAAക്ക് അത്യാവശ്യം സബ്സ്റ്റാൻറ്റീവ്സ് എഴുതാനായിട്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം മതി. ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ പ്രൊസീജിയർ വരണം, ഡോക്യുമെന്റ് അല്ലെ ഇൻഫർമേഷൻ വരണം, പർപ്പസ് വരണം. നമ്മുടെ സിനാരിയോയ്ക്കകത്ത് നിങ്ങളോട് പറഞ്ഞേക്കാന്ന് വെച്ചു, നമ്മുടെ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റിൻ്റെ അകത്തുള്ള സിനാരിയോ തന്നെ ഞാൻ പറയാം. ക്ലിയർലി കേൾക്കണേ. The company have got a provision. കമ്പനി ഒരു പ്രൊവിഷന്റെ എമൗണ്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. കമ്പനി പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഒരു റിഡൻഡൻസി ആയിട്ട് റിലേറ്റ് ചെയ്താണ്. 1,10,000 ആണ് റിഡൻഡൻസി ആയിട്ട് റിലേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തേക്കുന്ന പ്രൊവിഷൻ. കമ്പനി സം ഓഫ് ദി എംപ്ലോയിനെ റിഡൻഡന്റ് ആക്കാൻ പോവാണ് ഡ്യൂ ടു ഇറ്റ്സ് റീ ഓർഗനൈസേഷൻ പ്രൊസീജിയേഴ്സ്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് കുറെ എംപ്ലോയീസിന് റിഡൻഡൻസി ഉണ്ടാവുന്നത്. അപ്പം കമ്പനി എത്ര റിഡൻഡൻസി പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്? 1,10,000 ആണ് റിഡൻഡൻസി പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞേക്കുന്നത്? The company have created a redundancy provision of 1,10,000 as the company is planning to make some of the employees redundant due to its reorganization process. That's it. ഇതുമായിട്ട് റിലേറ്റ് ചെയ്താണ് നിങ്ങളോട് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എഴുതാൻ പറഞ്ഞേക്കുന്നത്. ഇങ്ങനെയാണ് നോർമലി നിങ്ങളുടെ AAAക്കകത്ത് എപ്പോഴും സിനാരിയോ വരിക. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമേ നോക്കേണ്ടതെന്ന് അറിയോ? നിങ്ങൾ നോക്കുക, ഇവിടെ ഈ ഒരു സിനാരിയോയിൽ എനിക്ക് എന്താണ് മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. സോ വാട്ട് യു ക്യാൻ ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ്. എന്തിനു വേണ്ടിയിട്ടാണ് അത് മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്? അപ്പം എന്താണ് നിങ്ങൾക്ക് മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്? അതാണ് നിങ്ങളുടെ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്ന് പറയാം. എന്തിനു വേണ്ടിയിട്ടാണ് ഡിസ്കസ് ചെയ്യേണ്ടത് എന്ന് പറയുന്നതാണ് നമ്മുടെ പേർപ്പസ്. അപ്പൊ നിങ്ങൾ ആദ്യമേ ചിന്തിച്ചു നോക്കേണ്ടത്, റിഡൻഡൻസി എന്ന് പറയുമ്പോൾ, റിഡൻഡൻസി പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് വരേണ്ടത്? മക്കളെ, നമ്മൾ എപ്പോഴായിരുന്നു റിഡൻഡൻസി പ്രൊവിഷൻ എന്ന് പറയുന്ന ആ എമൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്? 1,10,000 എന്ന് പറയുന്ന റിഡൻഡൻസിയുടെ എമൗണ്ട് എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? പ്ലാൻ ഉണ്ടായിരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതായത് ലിറ്ററലി അവിടെ ഇന്റന്റ് ചെയ്യുന്ന എന്ത് മാത്രമേ ഉള്ളൂ? ദേ മസ്റ്റ് ബി എ പ്രസന്റ് ഒബ്ലിഗേഷൻ, അല്ലേ? ആൻഡ് there should be a probable future cash outflow. നമുക്കൊരു പ്രസന്റ് ഒബ്ലിഗേഷൻ ഉണ്ടാവണം ആസ് എ റിസൾട്ട് ഓഫ് അവർ ഇവന്റ്, ആൻഡ് അവിടെ ഒരു ഫ്യൂച്ചർ ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവണം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നത്? നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ആക്ച്വലി നമ്മൾ റീഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് ആദ്യമേ എന്തായിരിക്കും അറിയേണ്ടത്? മാനേജ്മെന്റിനോട് എന്തായിരിക്കും ചോദിക്കേണ്ടത്? പ്ലാൻ ഉണ്ടോ, അല്ലെങ്കിൽ മാനേജ്മെന്റ് ഈ കാര്യം എംപ്ലോയീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണം. ശരിയല്ലേ? എന്തിനു വേണ്ടിയിട്ടാ അതറിയുന്നത്? പ്രസന്റ് ഒബ്ലിഗേഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ശരിയല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് അബൌട്ട് വെദർ they have announced the redundancy to the employees in order to confirm whether there is a present obligation. Clear ayo? Yes sir. Yes sir. Okay. Then രണ്ടാമത്, നമുക്ക് മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്ന് റിട്ടൺ റെപ്രസെന്റേഷൻ വാങ്ങാം. എന്തായിരുന്നു റിട്ടൺ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു കമ്പനി മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്നും ഒബ്റ്റൈൻ ചെയ്യുന്ന റിട്ടൺ ലെറ്ററിനെയാണ് റിട്ടൺ റെപ്രസെന്റേഷൻ എന്ന് പറയാം, ടു കൺഫേം സർട്ടൻ മാറ്റേഴ്സ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? റിട്ടൺ റെപ്രസെന്റേഷൻ വാങ്ങാം ഒരു കാര്യം കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വേറെ എന്താ കൺഫേം ചെയ്യാനായിട്ടുള്ളത്? അവർ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അവിടെ എന്തായിരിക്കും അഡീഷണൽ കൺസിഡർ ചെയ്യേണ്ടത്? 1,10,000 ആണ് അവർ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അങ്ങോട്ട് നമുക്ക് പോവാം. ഞാൻ ചോദിക്കുന്നത് ഇവിടെ എന്തിനെ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് റിട്ടൺ റെപ്രസെന്റേഷൻ ചോദിക്കാനുള്ളത്? യെസ്, എന്ത് റാഷണലിന്റെ ബേസിസിലാണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തതെന്നുള്ളതിനെ കുറിച്ച് റിട്ടൺ റെപ്രസെന്റേഷൻ ചോദിച്ചൂടെ? അപ്പം നിങ്ങളുടെ ഇൻഫർമേഷൻ എന്താണെന്നുള്ളത് പറയാ. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ അത് ചോദിക്കുന്നത്? അല്ലേ? അപ്പൊ നിങ്ങൾ എന്തായിരിക്കും പറയാ? obtain written representation from the management about the rationale on the basis of which the provision has been calculated, അല്ലെങ്കിൽ the provision have been created to ensure whether they are reasonable. Clear ayo?
Yes, sir. Yes, sir. ഓക്കെ. ഇനി എക്സ്റ്റേണൽ കൺഫർമേഷൻ. നിങ്ങൾ എല്ലാ കേസിലും ഒരു സിനാരിയോക്കകത്ത് നോക്കുക, ഈ ഒരു സിറ്റുവേഷനിൽ കമ്പനിയുടെ പുറത്തുനിന്ന് ആരുടെ കയ്യിൽ നിന്നാണ് എന്തെങ്കിലും കാര്യം എഴുതി വാങ്ങാൻ പറ്റുന്നത്. സോ ഇവിടെ റിഡൻഡൻസി പ്രൊവിഷന്റെ എമൗണ്ട് കറക്റ്റ് ആണോ എന്ന് അറിയണം. ഇവിടെ ആരോട് ചോദിച്ചാലാണ് കമ്പനി ക്രിയേറ്റ് ചെയ്തേക്കുന്ന പ്രൊവിഷൻ കറക്റ്റ് ആണോ, പ്രോബബിൾ ഫ്യൂച്ചർ ക്യാഷ് ഔട്ട് ഫ്ലോ കറക്റ്റ് ആണോ എന്ന് അറിയാൻ പറ്റുക? സാധാരണ റിഡൻഡൻസി ഒക്കെ ഒരു കമ്പനിക്ക് ഡീൽ ചെയ്ത് കൊടുക്കുന്ന ആരായിരിക്കും മക്കളെ? ലോജിക്കലി ആലോചിച്ച് നോക്ക്. ഇത്ര സമയം നിങ്ങൾക്ക് എക്സാമിന് കിട്ടില്ലല്ലോ. ആരായിരിക്കും? Lawyer. ലോയർ. ആ ലോയറോട് എന്താ നിങ്ങൾ ചോദിക്കേണ്ടത്? പ്രോബബിൾ ക്യാഷ് ഔട്ട് ഫ്ലോ എത്രയെന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക, ശരിയല്ലേ? എന്തിനു Yes. വേണ്ടിയിട്ടായിരിക്കും? അത് കമ്പനി ക്രിയേറ്റ് ചെയ്തേക്കുന്ന അപ്രോപ്രിയേറ്റ് ആണോ എന്ന് അറിയാൻ, ശരിയല്ലേ? Okay. Yes. അപ്പൊ നിങ്ങൾ എന്ത് പറയാ? ഒബ്റ്റെയിൻ എക്സ്റ്റേണൽ കൺഫർമേഷൻ ഫ്രം ദ കമ്പനി ലോയർ. എന്തായിരിക്കും നിങ്ങൾക്ക് കൺഫേം ചെയ്യേണ്ടത്? ഇൻ ഓർഡർ ടു കൺഫേം വെദർ ദ provision created by the company on the basis of the probable future cash outflow is reasonable. Clear ആയോ? Yes. Yeah. ഇനി കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കറസ്പോണ്ടൻസ് കമ്മ്യൂണിക്കേഷനെയാണ് കറസ്പോണ്ടൻസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നു, ശരിയല്ലേ? ഓക്കെ. അപ്പൊ രണ്ടുപേര് തമ്മിൽ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ ആണ് കറസ്പോണ്ടൻസ്. അപ്പൊ രണ്ടുപേര് തമ്മിൽ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. ഇവിടെ ആരൊക്കെ തമ്മിലുള്ള കറസ്പോണ്ടൻസ് ആയിരിക്കും നോക്കാൻ പറ്റും. എപ്പോഴും ഫസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ക്ലയന്റ് ആയിരിക്കും. ക്ലയന്റ് ആരുമായിട്ടായിരിക്കും കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ടാവുക? അവിടെ ക്ലയന്റ് എംപ്ലോയീസുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടന്നേക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം, ശരിയല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് അവിടെ എന്തായിരിക്കും പറയാൻ പറ്റുക? റിവ്യൂ ദ കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ അലൻ കമ്പനി ആൻഡ് ദി എംപ്ലോയീസ് ഇൻ ഓർഡർ ടു കൺസിഡർ വെദർ they have made the communication in relation to the redundancy to the employees. Clear ആയോ? Yes, sir. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വേറെ ആരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നോക്കാൻ പറ്റുമോ ഈ ബാലൻസ് കൺഫേം ചെയ്യാൻ? അഡ്വക്കേറ്റ് അല്ലെ ലോയറുമായിട്ട് നോക്കാം, ശരിയല്ലേ? റിവ്യൂ കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ദ അലൻ കമ്പനി ആൻഡ് ദ കമ്പനി ലോയർ ഇൻ ഓർഡർ ടു കൺസിഡർ the expected amount of cash outflow that might arise as a result of the redundancy. Clear ആയോ? Yes, sir. Okay. Yes, sir. അപ്പം എപ്പോഴും ഓർത്തോ, 2 ഡാഷ് ഉണ്ട്. ഒരു ഡാഷ് എന്തിനാ? ഇൻഫർമേഷന്, ഒരു ഡാഷ് പേർപ്പസിന്. അപ്പൊ നിങ്ങൾ ആദ്യമേ ഏതൊരു സിറ്റുവേഷനിൽ സിനാരിയോ കിട്ടുന്ന സമയത്ത് ആദ്യമേ ഓർത്ത് നോക്കുക, ഇവിടെ എനിക്ക് എന്തിനെ പറ്റിയിട്ടാണ് മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ എനിക്ക് എന്ത് റിട്ടേൺ റെപ്രസെന്റേഷൻ ആണ് വാങ്ങാൻ പറ്റുക, ഇവിടെ ആരൊക്കെ ആണ് എക്സ്റ്റേണൽ പാർട്ടീസ് ആയിട്ട് വരുന്നത്, ആരുടെ കയ്യിൽ നിന്ന് എനിക്ക് കൺഫർമേഷൻ വാങ്ങാം, ഇവിടെ ആരൊക്കെയാണ് തേർഡ് പാർട്ടി, കമ്പനിയും ഏത് തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറസ്പോണ്ടൻസ് ആണ് നോക്കാൻ പറ്റുന്നത്. കറസ്പോണ്ടൻസ് നോക്കുന്ന വഴി എനിക്ക് എന്ത് ഇൻഫർമേഷൻ ആണ് കിട്ടുക, അതിന്റെ പർപ്പസ് എന്താണെന്നുള്ളത് പറയാം. ക്ലിയർ ആയോ? കറസ്പോണ്ടൻസ് ആണെങ്കിൽ ഇൻ ഓർഡർ ടു കൺഫേം ഫ്യൂച്ചർ എക്സ്പെക്ടഡ് ഔട്ട്ഫ്ലോ ഉണ്ടോ എന്ന് കൺഫേം ചെയ്യാനെന്നാണ് പറയുന്നത്. അല്ല, നമ്മുടെ 2 സിറ്റുവേഷൻ നമ്മൾ പറയുന്നത് മാറും. എംപ്ലോയീസുമായിട്ട് നമ്മൾ നോക്കുന്നത് എന്തിനായിരിക്കും? എംപ്ലോയീസിനോട് ഈ ഒരു പർട്ടിക്കുലർ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ടായിരിക്കും നമ്മൾ കറസ്പോണ്ടൻസ് നോക്കുക. മനസ്സിലായോ? അത് അല്ല, ഇവിടെ 2 കാര്യം എഴുതണമെന്ന് പറഞ്ഞില്ലേ? അതായത് ഒന്ന് നമ്മൾ പറഞ്ഞത് റിവ്യൂ കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ, അതായത് ഇവിടെ നമ്മുടെ കേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് അറിയാന്നുള്ളത് എന്താ? അറിയാന്നുള്ളത് അത് തന്നെയാണ്. അതായത് എംപ്ലോയീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അതിന്റെ ഇമ്പാക്ട് നമ്മൾ പറയുന്ന പോലെ തന്നെ വേറെ രണ്ടാമതായിട്ട് എന്ത് വരും ആണെങ്കിൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത്. മനസ്സിലായോ? ഇവിടെ നമ്മുടെ ഒരു പർപ്പസ് തന്നെയല്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാന്നുള്ളത്. അപ്പൊ അത് തന്നെ അസിൻ പർപ്പസ് ആയിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ. ഇനി നെക്സ്റ്റ്, whenever there is a calculation, അവിടെ നിങ്ങൾക്ക് എപ്പോഴും എന്ത് പറയാം? റീകാൽക്കുലേഷൻ പറയാം. ഇവിടെ അവർ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് പറയാം? റീകാൽക്കുലേറ്റ് ദ amount of redundancy provision. എന്തിനു വേണ്ടിയിട്ടാ? in order to ensure the mathematical accuracy. Okay. ഇനി അനലിറ്റിക്കൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കമ്പാരിസൺ ആണ് ബിറ്റ്വീൻ ദ കറന്റ് ഇയർ ആൻഡ് ദ പ്രയർ ഇയർ, ഓർ ബിറ്റ്വീൻ ദ കറന്റ് ഇയർ ആൻഡ് ദ ഇൻഡസ്ട്രി ഡാറ്റ. നിങ്ങൾ അവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നേരെ ഒരു കാര്യം പ്രീവിയസ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറയരുത്. പറയുന്നതിന് മുന്നേ നിങ്ങൾ ലോജിക്കലി ആലോചിച്ച് നോക്കണം, നിങ്ങൾ കമ്പാരിസൺ നടത്താൻ പോകുന്ന ബാലൻസ് പ്രീവിയസ് ഇയറിൽ ഉണ്ടായിരുന്ന ബാലൻസ് തന്നെയാണോ എന്ന്. എസ്പെഷ്യലി ഈ ഒരു കേസിൽ തന്നെ ആലോചിച്ച് നോക്ക്. ഇവിടെ കറന്റ് ഇയറിൽ റിഡൻഡൻസി പ്രൊവിഷന്റെ എമൗണ്ട് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? കാരണം എല്ലാ വർഷവും ഒരു കമ്പനി പൊളിച്ചു വിൽക്കുന്നില്ല, ശരിയല്ലേ? കഴിഞ്ഞ വർഷം ഉണ്ടായ ഒരു ഇവന്റ് അല്ല ഈ വർഷം ഉണ്ടായേക്കുന്നത്. അങ്ങനെയാണ് പ്രയർ ഇയറുമായിട്ട് കമ്പാരിസൺ നടത്തുന്നതിന് പകരം നമുക്ക് ആരുമായിട്ടായിരിക്കും കമ്പാരിസൺ നടത്താൻ പറ്റുക? ഇൻഡസ്ട്രി ഡാറ്റ. കാരണം നമ്മുടെ കമ്പനി പോലെ തന്നെ റിഡൻഡൻസി നടത്തിയിട്ടുള്ള വേറെ ഏതെങ്കിലും കമ്പനി ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിൽ ആ കമ്പനിക്ക് എത്രയാണ് ക്യാഷ് ഔട്ട് ഫ്ലോ ഉണ്ടായെന്ന് നോക്കിയാൽ മതി, ശരിയല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ എന്ത് പറയാ? പെർഫോം അനലിറ്റിക്കൽ പ്രൊസീജിയർ ബൈ കമ്പയറിംഗ്
Comparing redundancy provision. the amount of redundancy provision created with that of the industry data. Industry data. And in case of significant variance, discuss with the management about the reasons for the same. Clear ആയോ? Yes, sir. Okay. ഇവിടെ ഞാൻ തന്നെ purpose പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യുന്നത്? വേരിയൻസ് വരുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ പർപ്പസ് എന്താ? മാനേജ്മെന്റ് ഡിസ്കസ് ചെയ്ത് റീസൺ എന്താണെന്നുള്ള കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ്. മനസ്സിലായോ? ഇനി അടുത്തത് ഒരു എക്സ്പെൻസ് ഇൻക്ലൂഡ് ചെയ്യണം. ആ എക്സ്പെൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ ബ്രേക്ക് ഡൗൺ എടുത്താൽ പോരെ. അതായത് നിങ്ങൾക്ക് നോർമലി നിങ്ങൾക്ക് എപ്പോഴും P&L ഫുൾ ആയിട്ട് തന്നെ തരും നിങ്ങളുടെ ക്വസ്റ്റനിൽ. അപ്പം നിങ്ങൾക്ക് ഏകദേശം അറിയാം ഈ പ്രൊവിഷൻ P&Lനകത്ത് ഏതിൻ്റെ അകത്താണ് വരേണ്ടതെന്ന്. അതായത് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയുടെ റവന്യൂ തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് സെയിൽസ് തന്നിട്ടുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അതിന്റെ തൊട്ട് താഴെ ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിനോ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിനോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ ഒറ്റ ഹെഡ് ഉണ്ടാവുള്ളൂ. നേരെ നിങ്ങൾക്ക് നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇവിടെ ഈ പ്രൊവിഷൻ അവർ ഇൻക്ലൂഡ് ചെയ്താൽ അത് എവിടെയായിരിക്കും വരേണ്ടത്? Operating expenses. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിന്റെ അതായിരിക്കും വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ അകത്ത് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിന്റെ ബ്രേക്ക് ഡൗൺ എടുത്ത് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിന്റെ അകത്ത് വന്നിട്ടുണ്ടോ എന്ന്. ശരിയല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ എന്ത് പറയാ? obtain the breakdown of operating expense in order to confirm that the expense in relation to redundancy have been included in the statement of P&L. Clear ആയോ? Yes, sir. Perfect. ഇനി വളരെ സിമ്പിൾ ആയിട്ട് ലോജിക്കലി ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം, ഒരു കമ്പനി എന്ത് മേജർ ഡിസിഷൻ എടുക്കുന്ന സമയത്തും ആ കമ്പനി ഡെഫിനറ്റ്ലി ആ ഡിസിഷൻ ബോർഡ് മീറ്റിംഗ് വെച്ചിട്ടായിരിക്കും എടുക്കുന്നുണ്ടാവുക. ശരിയല്ലേ? Yes. അപ്പോ ബോർഡ് മീറ്റിംഗ് വെച്ചിട്ടാണ് കമ്പനി ഡിസിഷൻ എടുത്തതെന്നുണ്ടെങ്കിൽ അത് എവിടെ ഉണ്ടാവും? ബോർഡ് മിനിറ്റ്സിൽ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ എല്ലാ കേസിലും എന്ത് പറഞ്ഞാൽ മതി? ബോർഡ് മിനിറ്റ്സ് റിവ്യൂ ചെയ്യാൻ പറഞ്ഞാൽ മതി. എന്ത് കൺഫേം ചെയ്യാൻ? എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്? ഇവിടെ നിങ്ങൾക്ക് എന്തായിരിക്കും കൺഫേം ചെയ്യേണ്ടത്? റിഡൻഡൻസി അവർ ആക്റ്റീവ്ലി ചെയ്യാനായിട്ട് അവർക്ക് പ്ലാൻ ഉണ്ടോ എന്നുള്ള കാര്യമാണ്. ശരിയല്ലേ? ഓക്കെ. അങ്ങനെയാണ് നിങ്ങൾക്ക് എന്താ പറയുക? റിവ്യൂ ദ ബോർഡ് മിനിറ്റ്സ് ഇൻ ഓർഡർ ടു കൺഫേം വെദർ ദ കമ്പനി ഹാവ് ഗോട്ട് ആൻ ആഡിക്വേറ്റ് പ്ലാൻ ടു ക്യാരി ഔട്ട് ദ റിഡൻഡൻസി. അല്ലെങ്കിൽ ഇവിടെ മാനേജ്മെന്റ് ബോർഡ് എംപ്ലോയീസുമായിട്ട് ഡിസ്കസ് ചെയ്തോന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? റിവ്യൂ ദ ബോർഡ് മിനിറ്റ്സ് ഇൻ ഓർഡർ ടു കൺഫേം വെദർ ദ അനൗൺസ്മെന്റ് ഇൻ റിലേഷൻ ടു ദ റിഡൻഡൻസി ഹാവ് ബീൻ മേഡ് ടു ദ എംപ്ലോയീസ് എന്നുള്ള പറയാം. ക്ലിയർ ആയോ? Yes, sir. ഓക്കെ. ഇനി നെക്സ്റ്റ്, എഗ്രി ഡാഷ് എക്സ്പെൻസ് ടു ദ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ടു കൺഫേം ഡാഷ്. ഒരിക്കലും സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എന്നുള്ള ടേം യൂസ് ചെയ്യരുത്. പകരം എന്താണോ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് അതേ പറയാവുള്ളൂ. അപ്പം ഇവിടെ റിഡൻഡൻസിയുടെ പ്രൊവിഷന്റെ എക്സ്പെൻസ് കറക്റ്റ് ആണോ എന്ന് അറിയണം. ഓക്കെ. അപ്പോ ഞാൻ ചോദിക്കട്ടെ, ഈ പ്രൊവിഷന്റെ എക്സ്പെൻസ് കറക്റ്റ് ആണോ എന്ന് അറിയണമെങ്കിൽ ഇവർ റിഡൻഡൻസി നടത്തുന്ന ഇയർ എൻഡിന് ശേഷമല്ലേ? അപ്പൊ എന്താണെങ്കിലും കോമ്പൻസേഷൻ ഇയർ എൻഡിന് ശേഷം കൊടുത്തിട്ടുണ്ടാവും. ശരിയല്ലേ? ദെൻ ആ കോമ്പൻസേഷൻ കൊടുക്കുന്നത് എത്രയാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്താ നോക്കാൻ പറ്റുക? ഇന്ററിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നുമില്ല. ഇന്ററിം എടുക്കണ്ട. പോസ്റ്റ് ഇയർ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയാൽ മതി. ശരിയല്ലേ? കാരണം ബാങ്ക് ത്രൂ ആയിരിക്കും കോമൺലി പൈസ കൊടുക്കുക, അല്ലെങ്കിൽ പോസ്റ്റ് ഇയർ ക്യാഷ് ബുക്ക് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം? എഗ്രി ദ റിഡൻഡൻസി പ്രൊവിഷൻ ടു ദ പോസ്റ്റ് ഇയർ cash book and bank statements in order to confirm whether the provision created at the year end was reasonable. Clear ayo? Yes, sir. Perfect. ഇനി on the other hand ഇപ്പൊ വേറെ ഏതെങ്കിലും എക്സ്പെൻസിന്റെ കേസ് തന്നെ പറയാം. അതായത് ഇപ്പം എന്താ പറയാ, ഇപ്പൊ കമ്പനി ഒരു ഫ്യൂൽ എക്സ്പെൻസിന്റെ കാര്യം പറയാം. അപ്പൊ എഗ്രി ദ ഫ്യൂൽ എക്സ്പെൻസസ് ടു ദ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഇൻ ഓർഡർ ടു കൺഫേം വെദർ ദേ ആർ കംപ്ലീറ്റ് ആൻഡ് ആക്യുറേറ്റ്. അങ്ങനെ വേണമെങ്കിലും പറയാം. അതായത് ഇപ്പൊ സിമ്പിൾ എക്സ്പെൻസിന്റെ ഒക്കെ കേസ് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ കമ്പനി ഇപ്പോൾ റിസർച്ചിന് വേണ്ടിയിട്ട് എമൗണ്ട് എക്സ്പെൻഡ് ചെയ്തു പറയാം. അപ്പൊ എഗ്രി ദ എക്സ്പെൻസസ് സ്പെൻഡ് ഓൺ റിസർച്ച് ടു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് സച്ചസ് ഇൻവോയ്സസ് ആൻഡ് വേറെ എന്തെങ്കിലും പർച്ചേസ് ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ അതുമായിട്ട് മാച്ച് ചെയ്യാൻ പറയാം. ക്ലിയർ ആയോ? ഓക്കെ. ഫൈനലി എല്ലാത്തിന്റെയും കേസ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതാണ് എന്ത്? റിവ്യൂ ദ നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ടു കൺഫേം വെദർ disclosures in relation to the redundancy are complete and accurate, അല്ലെങ്കിൽ complete and are in accordance with accounting standards എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് whenever you provide your answers for audit procedures. അപ്പൊ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. ഈ യെല്ലോ കളറിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന ഓരോന്നുമാണ് നിങ്ങളുടെ ബെഞ്ച് മാർക്ക്. അപ്പൊ ലിറ്ററലി പറഞ്ഞാൽ യു ഹാവ് ടു മാച്ച് യുവർ benchmark with that of the scenario. നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ തിരിച്ച് ക്വസ്റ്റ്യനോട് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുക. എന്താണെങ്കിലും നിങ്ങൾക്ക് നോർമലി മാക്സിമം 5 മാർക്സിന് അല്ലെങ്കിൽ 6 മാർക്സിനൊക്കെ പ്രൊസീജിയേഴ്സ് ചോദിക്കാറുള്ളൂ മാക്സിമം. അതായത് ഒരു സിംഗിൾ സിനാരിയോനെ ബേസ് ചെയ്ത്.
അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എല്ലാ പോയിന്റ്സും എഴുതണ്ട. ഓൺ ദ ബേസിസ് ഓഫ് സിനാരിയോ നിങ്ങൾ എഴുതിയാൽ മതി. അപ്പൊ നിങ്ങൾ ലോജിക്കലി ക്വസ്റ്റനോട് അങ്ങോട്ട് ചോദിക്കുക, ഓക്കെ, ഇവിടെ ഈ ഒരു കേസിൽ എനിക്ക് എന്താണ് മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്, ഇവിടെ എനിക്ക് എന്തിനെ പറ്റിയിട്ട് ആണ് മാനേജ്മെന്റിന്റെ റിട്ടേൺ റെപ്രസെന്റേഷൻ വാങ്ങേണ്ടത്, ഇവിടുത്തെ എക്സ്റ്റേണൽ പാർട്ടീസ് ആരൊക്കെയാണ്, അവരോട് എന്താണ് എനിക്ക് കൺഫേം ചെയ്യാനായിട്ടുള്ളത്, ഇവർ ആരൊക്കെ തമ്മിലുള്ള കറസ്പോണ്ടൻസ് ആണ് എനിക്ക് റിവ്യൂ ചെയ്യാനായിട്ട് പറ്റുക, ഇവിടെ എനിക്ക് എന്താണ് റീകാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്, കറണ്ട് ഇയറും പ്രയർ ഇയറുമായിട്ടോ അല്ലെങ്കിൽ കറണ്ട് ഇയറും ഇൻഡസ്ട്രി ഡേറ്റ ആയിട്ടോ എനിക്ക് എന്താണ് കമ്പാരിസൺ നടത്താനായിട്ടുള്ളത്, ഏത് എമൗണ്ടിന്റെ ബ്രേക്ക് ഡൗൺ ആണ് എടുക്കേണ്ടത്, ബോൺ മിനിറ്റ്സ് അതുപോലെ തന്നെ ഞാൻ എവിടെയൊക്കെയാണ് റിവ്യൂ ചെയ്യേണ്ടത്, ഏതൊക്കെ ട്രാൻസാക്ഷൻ ആണ് ഞാൻ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയിട്ട് മാച്ച് ചെയ്യേണ്ടത്, ഏതൊക്കെ നോട്ട്സ് ആണ് ഞാൻ റിവ്യൂ ചെയ്യേണ്ടത്. So these are the questions that you have to keep in your mind. And ഈ question scenario ചോദിച്ചു കഴിഞ്ഞാൽ you will get answer for the audit procedures. Nothing else is there to worry. Because AA കത്തെ പോലെ അല്ല, here if you write valid points you will be getting mark. Because purely based on scenario ആണ് നിങ്ങൾ എഴുതുന്നത്. So നിങ്ങൾക്ക് എന്ത് ഇൻഫർമേഷൻ വേണമെന്നുള്ള പറയാം. Keep one thing in mind. എല്ലാവരും വിട്ടു പോകുന്നതുമാണ്, you should never forget to write the purpose. എല്ലാ കേസിലും പർപ്പസ് എഴുതണം. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രൊസീജിയർ എഴുതുന്നത്, നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ പർപ്പസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ദാറ്റ് പർപ്പസ് ഷുഡ് ഓൾസോ ബി ക്ലിയർലി സ്പെസിഫൈഡ്. അപ്പൊ ഞാൻ നിങ്ങളെ കോമൺലി പഠിപ്പിച്ചേക്കുന്ന 10 പോയിന്റ്സ് ആണ്. ഞാൻ വീണ്ടും പറയുന്നു, ഇത് ഞാൻ വെറുതെ ലിസ്റ്റ് ഡൗൺ ചെയ്ത പോയിന്റ്സ് ആണ്, അല്ലെ നമ്മുടെ പാസ്റ്റ് ക്വസ്റ്റ്യൻസിലൊക്കെ കാണുമ്പോൾ അത് ഓർത്ത് വെച്ച്, ഇതിപ്പം നമ്മുടെ ലാസ്റ്റ് ലൈവ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു പോയ സാധനം തന്നെയായിരുന്നു. അപ്പൊ ഞാനിപ്പോൾ എഴുതാൻ എളുപ്പത്തിന് ഞാൻ പണ്ട് എഴുതിയത് തന്നെ എടുത്തുവെന്നേ ഉള്ളൂ. അപ്പൊ അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു പോയ സെയിം കാര്യം തന്നെയായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ഓർമ്മയിൽ നിന്ന് എഴുതിയതാണ് ഈ പോയിന്റ്സ് എല്ലാം അന്ന്. സോ ഇഫ് യു ഹാവ് ഗോട്ട് എനി അഡീഷണൽ പോയിന്റ്സ് നിങ്ങൾക്ക് അത് പഠിക്കാം. സെയിം പോയിന്റ്സ് നിങ്ങൾക്ക് സിനാരിയോയിൽ അപ്ലൈ ചെയ്യാം. വേറെ ഏതെങ്കിലും ഫാക്കൽറ്റീസ് നിങ്ങൾ ഏതെങ്കിലും പോയിന്റ്സ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും കമന്റ്സിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഇടുക. നിങ്ങൾക്ക് ഏത് പോയിന്റ്സ് വേണം അഡീഷണൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞ പോയിന്റ് മാത്രമാണ്. അഡീഷണലി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഓൺ ദ ബേസിസ് ഓഫ് സിനാരിയോ നിങ്ങൾക്ക് എഴുതാം. AA നോളജ് ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിസിൽ എഴുതാം. ഇനി AA സബ്സ്റ്റാൻറ്റീവ്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ സെയിം യൂട്യൂബിൽ ഇന്നലത്തെ എന്റെ AA റിവിഷൻ ക്ലാസ് നോക്കിയാൽ മതി. അതിൻ്റെ അകത്തുണ്ട്. AA സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ ആണ് ഫുള്ള് ഡിസ്കസ് ചെയ്യുന്നത്. ബട്ട് നിങ്ങൾക്ക് ഈ നോളജ് മതി AAA എഴുതാൻ. ക്ലിയർ ആയ എല്ലാവർക്കും? സോ അപ്പൊ ഒന്ന് പറഞ്ഞ മക്കളെ ഫൈനലി, അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പെർഫോം ചെയ്യേണ്ടിയ നോർമൽ പ്രൊസീജിയേഴ്സ് കോമൺലി പറയാൻ പറ്റുക? എൻക്വയർ ഓർ ഡിസ്കസ് പറയാം. പിന്നെ എന്തൊക്കെയായിരുന്നു? റിട്ടൺ റെപ്രസെന്റേഷൻ, എക്സ്റ്റേണൽ കൺഫർമേഷൻ വാങ്ങാൻ പറയാം, കറസ്പോണ്ടൻസ്, റീകാൽക്കുലേറ്റ് അല്ലെ റീപെർഫോം ചെയ്യാം. പിന്നെ എന്തായിരുന്നു? അനലിറ്റിക്കൽ പ്രൊസീജിയർ, ബ്രേക്ക് ഡൗൺ ഓഫ് എക്സ്പെൻസസ്, ബോൺ മിനിറ്റ്സ് റിവ്യൂ ചെയ്യാം, സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് നോക്കാം, നോട്ട്സ് നോക്കാം. Is that clear, Paka? Yes, sir. Yes, sir. സോ പാർട്ട് എയിലോ പാർട്ട് ബിയിലോ എവിടെ വേണമെങ്കിലും നിങ്ങളോട് പല രീതിയിലും പല രൂപത്തിലും ചോദിക്കാം ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. എങ്ങനെ ചോദിച്ചാലും ഈ പോയിന്റ്സ് മൈൻഡിൽ വെക്കുക, അക്കോർഡിംഗ്ലി എഴുതുക എല്ലാവരും. ഓക്കെ, പെർഫെക്റ്റ്. സോ ഇതായിരുന്നു ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്നുണ്ടെങ്കിലും നിങ്ങളോട് ഈ ഓഡിറ്റ് പ്രൊസീജിയേഴ്സിന് പുറമെ അഡീഷണലി നമ്മുടെ AAAക്കകത്ത് ചോദിക്കുന്ന കാര്യമാണ് അഡീഷണൽ ഇൻഫർമേഷൻ. ഓക്കെ, അഡീഷണൽ ഇൻഫർമേഷൻ. So when it comes to the area of additional information, literally it is almost equivalent to audit response. ഇവിടെ വരുന്ന ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു ഓഡിറ്റ് റിസ്ക് ഐഡന്റിഫൈ ചെയ്തു. നിങ്ങൾ പറയുകയാണ് ഒരു കമ്പനി റവന്യൂ റെക്കഗ്നീഷൻ ചെയ്ത് ശരിയായില്ല. അപ്പൊ നിങ്ങൾ അങ്ങനെ പറയുന്ന സമയത്ത് ആസ് എൻ ഓഡിറ്റർ നിങ്ങൾക്ക് എന്ത് അഡീഷണൽ ഇൻഫർമേഷൻ ആണ് വേണ്ടതെന്നായിരിക്കും സിനാരിയോയ്ക്കകത്ത് നോർമലി ചോദിക്കുന്നുണ്ടാവുക. എന്ന് വെച്ചാൽ ലോജിക്കലായിട്ട് പറയുകയാണെങ്കിൽ അവിടെ എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. അതായത് ലോജിക്കലായിട്ട് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സാമിനർ, അതായത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഓഡിറ്റ് പാർട്ണർ, നമ്മളെപ്പോഴും ഒരു ഓഡിറ്റ് പാർട്ണറിനോടാണല്ലോ സംസാരിക്കുന്നത് 50 മാർക്സ് ക്വസ്റ്റനിൽ. ഓഡിറ്റ് പാർട്ണർ നിങ്ങളോട് പറയാണ് നിങ്ങൾക്ക് ഇത്രയും ഇൻഫർമേഷൻ തന്നിട്ട് ഇവിടുന്ന് എന്തൊക്കെയാണ് റിസ്ക് ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ. അപ്പൊ ആ ചങ്ങായി നിങ്ങൾക്ക് തന്നതിന്റെ ബേസിസിൽ നിങ്ങൾ അവിടെയുള്ള റിസ്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ചു. പക്ഷേ നിങ്ങൾക്ക് തന്നേക്കുന്ന ആ ഇമെയിലിൻ്റെ അകത്തുള്ള ഇൻഫർമേഷൻ മാത്രമാണുള്ളത്. ആ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് നിങ്ങൾ റിസ്കുകൾ ഓരോന്നും കണ്ടുപിടിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ കൂടെ കിട്ടിയാൽ മാത്രമേ അത് ശരിക്കും റിസ്ക് ആണോ അല്ലയോ എന്നുള്ള കാര്യം പറയാൻ പറ്റത്തുള്ളൂ. ശരിയല്ലേ? അതായത് കൺസിഡർ ദാറ്റ് നിങ്ങളോട് ഇപ്പൊ പറയാണ്, അതായത് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത്
ഈ കമ്പനി 10,000 rupees അഡ്വാൻസ് ഇൻകം ആയിട്ട് അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് ബെസ്പോക്ക് ഇൻവെന്ററിക്ക് വേണ്ടിയിട്ട്. സോ ബെസ്പോക്ക് ഇൻവെന്ററിക്ക് വേണ്ടിയിട്ട് 10,000 അഡ്വാൻസ് ആയിട്ട് വാങ്ങി എന്ന് പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് പറയും? നേരെ ചാടിക്കറി നിങ്ങൾ പറയും ദേ ക്യാൻ ബി ചാൻസസ് ദാറ്റ് ഈ ഒരു 10,000 എന്ന് പറയുന്നത് ഇൻ അക്കോർഡൻസ് വിത്ത് ദ സ്റ്റാൻഡേർഡ്സ് അപ്രോപ്രിയറ്റ്ലി ട്രീറ്റ് ചെയ്യേണ്ടതായിരുന്നു. നമ്മൾ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യേണ്ടത് പെർഫോമൻസ് ഒബ്ലിഗേഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രമാണ്. പക്ഷെ കമ്പനി റവന്യൂ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ് സാധാരണ നിങ്ങൾ റിസ്ക് ആയിട്ട് പറയാറ്, ശരിയല്ലേ? ഹൗഎവർ അത് റിസ്ക് ആണോ അല്ലയോ എന്ന് ശരിക്കും മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടണം? കമ്പനിയുടെ റവന്യൂ റെക്കഗ്നേഷൻ പോളിസി എങ്ങനെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമല്ല അത് റിസ്ക് ആണോ എന്ന് പറയാൻ പറ്റത്തുള്ളൂ, ശരിയല്ലേ മക്കളെ? അപ്പോ അവിടെ നിങ്ങൾക്ക് വേണ്ട അഡീഷണൽ ഇൻഫർമേഷൻ എന്താണെന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ട അഡീഷണൽ ഇൻഫർമേഷൻ എന്താണോ അത് നിങ്ങൾക്ക് പറയാം. അപ്പൊ ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ആൻസർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻ എന്താണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെന്റ് എന്താണോ അത് നിങ്ങൾ പറയാം. പ്ലസ് അവിടെ എന്തെങ്കിലും പ്രൊസീജിയർ, അതായത് അസസ്, കൺസിഡർ, അങ്ങനെ എന്തെങ്കിലും പ്രൊസീജിയർ ഉണ്ടെങ്കിൽ അത് പറയണം. നിങ്ങൾക്ക് ഈ ഡോക്യുമെന്റ് എന്തിനു വേണ്ടിയിട്ടാണോ വേണ്ടത്, ആ പർപ്പസ് എന്താണെന്നുള്ളതും പറയാം. അപ്പൊ ഇതാണ് പറയേണ്ടത്. അതായത് ഇൻഫർമേഷൻ അല്ലെ ഡോക്യുമെന്റ് പറയണം, പ്രൊസീജിയർ പറയണം, പർപ്പസ് പറയണം. ഇങ്ങനെയായിരിക്കും അഡീഷണൽ ഇൻഫർമേഷൻ പറയേണ്ടി വരിക. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു കമ്പനി അവരുടെ റവന്യൂ റെക്കഗ്നേഷൻ ചെയ്തേക്കുന്നത് തെറ്റാവാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ റിസ്ക് പറഞ്ഞു. അവിടെ നിങ്ങൾക്ക് വേണ്ട അഡീഷണൽ ഇൻഫർമേഷൻ എന്തായിരിക്കും? റവന്യൂ റെക്കഗ്നേഷൻ പോളിസി ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ റവന്യൂ റെക്കഗ്നേഷൻ പോളിസി. ആൻഡ് നിങ്ങൾക്ക് അത് എന്തോ എൻഷുർ ചെയ്യാനായിട്ടുണ്ട്. എന്താ എൻഷുർ ചെയ്യേണ്ടത്? സെയിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടാണോ റെക്കഗ്നൈസ് ചെയ്തേക്കുന്നതാണ് നിങ്ങൾക്ക് എൻഷുർ ചെയ്യേണ്ടത്. അതാണ് നിങ്ങളുടെ പർപ്പസ് എന്ന് പറയാം. ക്ലിയർ ആയോ? അപ്പം റവന്യൂ റെക്കഗ്നേഷൻ പോളിസിയാണ് വേണ്ടത് എന്തിനു വേണ്ടിയിട്ടാ? സെയിൽ അപ്രോപ്രിയറ്റ്ലി ആണോ റെക്കഗ്നൈസ് ചെയ്തേക്കുന്നത് അറിയാൻ. മനസ്സിലായോ മക്കളെ? Yes, sir. Yes, sir. So you are specifying that it's a new company for the audit firm. So it's a new client for the audit firm. So ഒരു ഓഡിറ്റ് ഫേമിനെ സംബന്ധിച്ച് ഒരു ന്യൂ ക്ലയന്റ് ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ പറയാനുള്ള റിസ്ക് എന്താ? അവിടെ നിങ്ങൾ പറയും ഓപ്പണിംഗ് ബാലൻസ് മിസ്റ്റേറ്റഡ് ആവാൻ സാധ്യതയുണ്ട്. യു ആർ ടെല്ലിംഗ് എ പോസിബിലിറ്റി ദാറ്റ് there can be chances that the opening balances might not be appropriately carried forward and the opening balances might be misstated since it's a new client for the audit firm. അപ്പൊ അവിടെ ഓപ്പണിംഗ് ബാലൻസ് മിസ്റ്റേറ്റഡ് ആയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻ എന്തായിരിക്കും? യെസ്, കോപ്പി ഓഫ് വർക്കിംഗ് പേപ്പർ നിങ്ങൾക്ക് ചോദിക്കാം പ്രീവിയസ് ഓഡിറ്റിന്റെ കയ്യിൽ നിന്ന്. എന്തിനു വേണ്ടിയിട്ടാ? ടു പെർഫോം ടെസ്റ്റിംഗ് ഓൺ ദ ഓപ്പണിംഗ് ബാലൻസ്. അപ്പൊ നമുക്ക് വേണ്ട ഇൻഫർമേഷൻ എന്താണോ, നമ്മുടെ പേർപ്പസ് എന്താണോ അത് നിങ്ങൾ ക്ലിയർലി സ്പെസിഫൈ ചെയ്തു. അപ്പൊ മെയിൻലി ഇൻഫർമേഷനും പേർപ്പസും ആയിരിക്കും നിങ്ങൾ പറയേണ്ടത്. ക്ലിയർ ആയ മക്കളെ? Yes, sir. Yes, sir. ഇനി ഒരു ന്യൂ ഓഡിറ്ററിനെ ഒരു ന്യൂ ഫിനാൻസ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്തു നിങ്ങളോട് പറയാണ്. അത് നിങ്ങൾ പറയുന്നു ന്യൂ ഫിനാൻസ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് there can be chances that ഈ ന്യൂ ഫിനാൻസ് ഡയറക്ടറിന് adequate amount of എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഉണ്ടാവില്ല. therefore there can be chances that ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ് ആയിരിക്കും. ആണ് എന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മെറ്റീരിയലി മിസ്റ്റേറ്റഡ് ആവും എന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇപ്പൊ പറഞ്ഞാണ് റിസ്ക്. അതിന് നമുക്ക് എന്തായിരിക്കും അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് വേണ്ടത്? എന്ത് ഇൻഫർമേഷൻ ആണ് വേണ്ടത്? അതിന്റെ പർപ്പസ് എന്താന്ന് പറയാം. നമുക്ക് വേണ്ട ഇൻഫർമേഷൻ എന്തായിരിക്കും? ഡീറ്റെയിൽസ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ദി ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ഓഫ് ദി ഫിനാൻസ് ഡയറക്ടർ ആയിരിക്കും. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ടു അസസ് ദെയർ കോമ്പിറ്റൻസ്. ക്ലിയർ ആയോ? Yes. Yes, sir. ദെൻ നിങ്ങളിപ്പം നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ ഇപ്പം ഏതെങ്കിലും കമ്പനി ഇപ്പം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എമൗണ്ട് സ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. സോ നിങ്ങൾ പറയാണ് there can be chances that റിസർച്ച് എക്സ്പെൻസസും കൂടെ എടുത്ത് അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും? ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ് ഓവർ സ്റ്റേറ്റഡ് ആവും, റിലേറ്റഡ് എക്സ്പെൻസസ് അണ്ടർ സ്റ്റേറ്റഡ് ആവും എന്നാണ് നിങ്ങൾ റിസ്ക് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? ബ്രേക്ക് ഡൗൺ ഓഫ് എക്സ്പെൻസ് എടുത്താൽ പോരെ? മിസ് ക്ലാസിഫിക്കേഷൻ ഉണ്ടോ എന്ന് അറിയാൻ. അപ്പൊ നിങ്ങൾ ഈ ഒരു കേസിൽ എന്ത് പറയാ? ഒബ്ടൈൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ ടു റിവ്യൂ ഫോർ മിസ് ക്ലാസിഫിക്കേഷൻ ബിറ്റ്വീൻ പ്രോപ്പർ അക്കൗണ്ട്സ്. ഇനി നമ്മൾ നേരത്തെ ഇന്നലെ നമ്മുടെ GP മാർജിൻ OP മാർജിൻ തമ്മിലുള്ള കമ്പാരിസന്റെ കേസിൽ പറഞ്ഞു there can be chances that എക്സ്പെൻസ് മിസ്ക്ലാസിഫൈഡ് ആയിട്ടുണ്ടാവുന്നു. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ബ്രേക്ക് ഡൗൺ ഓഫ് കോസ്റ്റ് ഓഫ് സെയിൽസ് ആൻഡ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എടുക്കാം. പ്രോപ്പർ അക്കൗണ്ട്സിനകത്ത് എന്തെങ്കിലും മിസ്ക്ലാസിഫിക്കേഷൻ വന്നിട്ടുണ്ടോ എന്ന് അറിയാം. അപ്പൊ എവിടെ മിസ്ക്ലാസിഫിക്കേഷൻ ഉള്ള കേസ് പറയുന്നു അവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ എക്സ്പെൻസിന്റെ ബ്രേക്ക് ഡൗൺ എടുക്കാം. ഇപ്പം റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ കേസ് പറയാണ്, PPക്ക് വേണ്ടിയിട്ട് എമൗണ്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇൻ ഓൾ ദീസ് കേസസ് യു ക്യാൻ ടേക്ക് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ദോസ് എക്സ്പെൻസസ് ടു റിവ്യൂ ബിറ്റ്വീൻ പ്രോപ്പർ അക്കൗണ്ട്സ്. ക്ലിയർ ആയോ? Yes, sir. Yes, sir. ഇനി നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ വെച്ച് ഡിസ്കസ് ചെയ്തൊരു കാര്യമായിരുന്നു. അതായത് ഇപ്പോൾ ഒരു കമ്പനി അവരെന്തെങ്കിലും തരത്തിലുള്ള എക്സ്പെൻസ് ഇൻക്ലൂഡ് ചെയ്തോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്. കൺസിഡർ ദാറ്റ് എ കമ്പനി ഹാവ് ബോട്ട് എ ന്യൂ അസറ്റ്. നിങ്ങൾ പറയാണ് കമ്പനി ഹാവ് ടേക്കൺ എ ന്യൂ അസറ്റ്, ഹൗവർ ആ അസറ്റിന് മേലെ കമ്പനി ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ റിസ്ക് ആയിട്ട് പറഞ്ഞു.
അല്ലെങ്കിൽ ഇപ്പൊ ഇന്നലെ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു കറണ്ട് ഇയറിലെയും പ്രയർ ഇയറിലെയും PPയുടെ വാല്യൂ സെയിം ആയിരുന്നു. അപ്പൊ നിങ്ങൾ പറഞ്ഞു അവിടെ ഡിപ്രിസിയേഷൻ എടുത്തിട്ടുണ്ടാവില്ല എന്ന്. അപ്പൊ അവിടെ ഡിപ്രിസിയേഷൻ എടുത്തിട്ടുണ്ടോ എന്ന് അറിയാൻ എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? Disaggregation of major category of expense included in the operating expenses, which would confirm depreciation expense have been included. നിങ്ങൾക്ക് അവിടെ വേണ്ട ഇൻഫർമേഷൻ എന്താ? ഡിസഗ്രിഗേഷൻ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ഓഫ് എക്സ്പെൻസ് ഇൻക്ലൂഡഡ് ഇൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാ? അവിടെ ഡിപ്രിസിയേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ. ഇനി നിങ്ങളൊരു പുതിയ ലോൺ എടുത്തു, ഫിനാൻസ് കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയുന്നില്ല. നിങ്ങൾ പറയാണ് പുതിയ ലോണുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഇൻക്ലൂഡ് ചെയ്യണമായിരുന്നു, പക്ഷെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അവിടെ എന്തായിരിക്കും ചോദിക്കാൻ പറ്റുക? Disaggregation of major expenses included in the finance cost, which would confirm whether the interest expense in relation to the new loan has been included. ഇങ്ങനെയായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് നമ്മുടെ അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. So please just go through this document. We have already discussed it in our session so properly already. അപ്പം ഇത് പ്രോപ്പർലി വായിച്ചു നോക്കുക, അതിന് അക്കോർഡിംഗ്ലി എഴുതുക. ഒരേ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. Mainly you have to include the information of whichever document you want, and you have to specify the purpose. And always keep one thing in mind. The examiner might be asking you. ഇതൊരു sure question അല്ല, ചിലപ്പം മാത്രം ചോദിക്കാം. And if they ask, normally they will ask for 5 mark. And എല്ലാ റിസ്കിനും അഡീഷണൽ ഇൻഫർമേഷൻ എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങളോട് എങ്ങനെയായിരിക്കും ചോദിക്കാം? What are the additional information that need to be what all are the additional information that an auditor need to obtain in relation to the audit risk identified? നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത ഓഡിറ്റ് റിസ്ക് എന്താണോ അതിനെ ബേസ് ചെയ്ത് എന്തൊക്കെ അഡീഷണൽ ഇൻഫർമേഷൻ വേണം എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഓഡിറ്റ് റിസ്കിനെ ബേസ് ചെയ്ത് എന്തൊക്കെ അഡീഷണൽ ഇൻഫർമേഷൻ വേണം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ കണ്ടുപിടിച്ച റിസ്കുമായിട്ട് റിലേറ്റ് ചെയ്ത അഡീഷണൽ ഇൻഫർമേഷൻ മാത്രമേ ചോദിക്കാൻ പോകുള്ളൂ. ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കരുത്. യു വോണ്ട് ഗെറ്റ് മാർക്സ് ഫോർ ദാറ്റ്. ആൻഡ് ഇൻ കേസ് ഇഫ് യു ഫൈൻഡ് additional information directly in relation to the risk identified, you will be getting additional professional mark as well. Clear ayo? Yes, sir. Okay. So ഒരേ ഒരു വ്യത്യാസം, നമ്മൾ കുറച്ച് പറഞ്ഞ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എഴുതുമ്പോൾ യു ഹാവ് ടു പ്രൊവൈഡ് പ്രൊസീജിയർ, ഡോക്യുമെന്റ് ഓർ ഇൻഫർമേഷൻ പ്ലസ് പേർപ്പസ്. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡോക്യുമെന്റ് എന്താണോ അതും പർപ്പസും മാത്രം പറഞ്ഞാൽ മതി. ആദ്യമേ പ്രൊസീജിയർ എന്താണെന്നുള്ള സ്റ്റേറ്റ് ചെയ്യണ്ട. ക്ലിയർ ആയോ? ആൻഡ് അതിന്റെ മീനിങ്ങിന്റെ ഡിഫറൻസ് എന്താ? ഇത്രയേ ഉള്ളൂ. കാരണം അവിടെ നിങ്ങൾ പറയുന്ന ആസ് എൻ ഓഡിറ്റർ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നത് എന്തൊക്കെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് നിങ്ങൾ ആരോടാ ചോദിച്ചു വാങ്ങിക്കുന്നത്? നിങ്ങളുടെ പാർട്ട്ണറിന്റെ അടുത്താണ് ചോദിച്ചു വാങ്ങിക്കുന്നത്. മറ്റേത് നിങ്ങൾ ക്ലയന്റിന്റെ അടുത്ത് പോയി ചെയ്യുന്ന പ്രൊസീജിയർ ആണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ക്ലിയർ? അപ്പൊ ഇത്രയായിരുന്നു നമുക്ക് അഡീഷണൽ ഇൻഫർമേഷനായിട്ട് റിലേറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ഓൾറെഡി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു? ഓഡിറ്റ് റിസ്ക് എന്താന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്തു. Then risk of material misstatements, then business risk, analytical procedures with the risk of material misstatements discuss edu. We had a question, small discussion on that. We discussed detailedly about the audit procedures that need to be performed by the auditor, and finally about the additional information. And now finally for the day, it's ethics. So basically ethics ennu paranittundengil it's one of the most important and crucial area in our syllabus, because the ethics will be tested as part of your 50 marks question, in addition to which it will also be asked as part of your 25 marks question as well. So ethics will be almost be part of every question, let it be the area of critical appraisal, or in any case, even in the case of advertisement, in all the scenarios there will be possibility of having questions relating to ethics. അപ്പൊ അതുകൊണ്ട് തന്നെ എത്തിക്കൽ ത്രെഡ്സ് നമ്മൾ പ്രോപ്പർലി മനസ്സിലാക്കി വെക്കണം. നമ്മൾ ആദ്യം തന്നെ അവിടെ പഠിച്ചത് ഫണ്ടമെന്റൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആയിരുന്നു. ബിക്കോസ് നിങ്ങളുടെ എത്തിക്സിന്റെ ക്വസ്റ്റ്യൻ അകത്ത് എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഇഷ്യൂസ് ആണ് ചോദിക്കുക. സോ പ്രൊഫഷണൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി അഗൈൻസ്റ്റ് ദ ഫണ്ടമെന്റൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ്. അപ്പൊ ഏതൊക്കെയാണ് മക്കളെ ഫണ്ടമെന്റൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ്? ഇന്റഗ്രിറ്റി, ഒബ്ജക്ടിവിറ്റി, പ്രൊഫഷണൽ കോമ്പറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ, കോൺഫിഡൻഷ്യാലിറ്റി, ആൻഡ് ഫൈനലി പ്രൊഫഷണൽ ബിഹേവിയർ. സോ എന്തായിരുന്നു ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞത്? വാട്ട് ഐ മീൻ ബൈ ഇന്റഗ്രിറ്റി? ഹോണസ്റ്റ് ആവുക, സ്ട്രേറ്റ് ഫോർവേഡ് ആവുക. അതായത് ലിറ്ററലി പറഞ്ഞ സത്യസന്ധരായിരിക്കണം, സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കണം എന്ന് പറയുന്നതാണ് ഇന്റഗ്രിറ്റി. ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞാലോ ബയാസ്ഡ് ആവാൻ പാടില്ല. ദെൻ അതേപോലെ തന്നെ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നതായിരുന്നു ഒബ്ജക്ടിവിറ്റി. പ്രൊഫഷണൽ കോമ്പറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ എന്ന് പറഞ്ഞാലോ പ്രൊഫഷണൽ കോമ്പറ്റൻസ് എന്ന് പറയുമ്പോൾ യു മസ്റ്റ് ഓൾവേസ് കീപ് ഓൺ അപ്ഡേറ്റിംഗ് യുവർ നോളജ് അല്ലെ. നിങ്ങളുടെ നോളജ് നിങ്ങൾ അപ് ടു ഡേറ്റ് ആക്കി വെച്ചോണ്ടേ ഇരിക്കണം. പിന്നെയോ
വേറെ എന്തായിരുന്നു ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു ഇമ്പോർട്ടൻ്റ്ലി whenever you accept the work of a client എങ്ങനെയാണെങ്കിൽ മാത്രമേ ക്ലയന്റിന്റെ വർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ only if you have got sufficient knowledge with regarding what you want to undertake അങ്ങനെയാണ് മാത്രമേ വർക്ക് എടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതാണ് പ്രൊഫഷണൽ കോമ്പറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു കോൺഫിഡൻഷ്യാലിറ്റി? രണ്ട് കാര്യങ്ങൾ. ബിഫോർ ഒബ്റ്റൈനിങ് after obtaining an information from a client we should not disclose it to any of the third parties. ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ഒരു തേർഡ് പാർട്ടീസിന്റെ അടുത്ത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റി ആയിരുന്നു. രണ്ടാമത് ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, എന്തായിരുന്നു? എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ വാങ്ങിച്ചത് അതല്ലാതെ മറ്റൊരു പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? കോൺഫിഡൻഷ്യാലിറ്റി തന്നെയാണ്. ഇനി പ്രൊഫഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ ലോ ആൻഡ് റെഗുലേഷൻ കംപ്ലൈ ചെയ്യുന്നുണ്ടാവണം, നമ്മുടെ പ്രൊഫഷനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതായിരുന്നു പ്രൊഫഷണൽ ബിഹേവിയർ. ഓർമ്മയുണ്ടല്ലോ അല്ലെ എല്ലാവർക്കും? അപ്പൊ നിങ്ങൾ ഓരോ സിനാരിയോയിലും നോക്കുക ഇതിന് എഗനിസ്റ്റ് ആയിട്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടോ. നിങ്ങളോട് സിനാരിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ ഓഡിറ്റ് മാനേജറുടെ അടുത്ത് ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തു, ഓഡിറ്റ് മാനേജർ പറഞ്ഞു ആരോടും പറയണ്ടെന്ന്. ഓഡിറ്റ് മാനേജറിന്റെ ബ്രദറാണ് ക്ലയന്റ് കമ്പനി വർക്ക് ചെയ്യുന്നത്, അയാൾ ഒരു ഫ്രോഡ് ചെയ്തു, ഈ ഫ്രോഡിനെ കുറിച്ച് ജൂനിയർ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് സീനിയറിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ മാനേജർ പറയാണ് ആരോടും പറയരുതെന്ന്. ഏത് പ്രൊഫഷണൽ ഇഷ്യൂ ആണത്? ഇന്റഗ്രിറ്റി. ബിക്കോസ് ഹി ഈസ് നോട്ട് സ്ട്രേറ്റ് ഫോർവേഡ് ആൻഡ് ഓണസ്റ്റ്. അപ്പൊ അത് എന്തിന് എഗനിസ്റ്റ് ആണെന്ന് പറയാം? ഇന്റഗ്രിറ്റി ആണെന്ന് പറയാം. ശരിയല്ലേ? ഇനി എല്ലാ എത്തിക്കൽ ത്രെഡ്സും എന്തിന് എഗനിസ്റ്റ് ആയിട്ടായിരിക്കും വരിക? ഒബ്ജക്ടിവിറ്റിക്ക്. ഇനി നിങ്ങളിപ്പം ഒരു റോങ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഓഡിറ്റർ സജസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓഡിറ്റർ പറയാണ് ക്ലയന്റിനോട് തേർഡ് പാർട്ടിയുടെ എവിഡൻസ് ഒന്നും വേണ്ട, ക്ലയന്റ് തരുന്ന എവിഡൻസ് വെച്ച് തന്നെ കൺക്ലൂഡ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തെറ്റായിട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ പറയുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന പോസിബിലിറ്റി എന്തായിരിക്കും? ആ തെറ്റായിട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ് പറയുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി അഗൈൻസ്റ്റ് ദ പ്രൊഫഷണൽ കോമ്പറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ. ഇനി കോൺഫിഡൻഷ്യാലിറ്റിനെ അഫക്ട് ചെയ്യുന്ന ഇഷ്യൂസ് നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാനായിട്ട് കമ്പാരിറ്റീവ്ലി ഈസി ആയിരിക്കാം. പ്രൊഫഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾ അഡ്വർടൈസ്മെന്റ് നടത്തുന്നു, ആൻഡ് വെൻ യു അഡ്വർടൈസ് യുവർ സർവീസ് യു ആർ ഡിസ്ക്രെഡിറ്റിംഗ് അതർ പ്രൊഫഷണൽസ് അല്ലെങ്കിൽ യു ആർ ഡിസ്ക്രെഡിറ്റിംഗ് അതർ ബോഡി, അങ്ങനെയാണ് അതൊക്കെ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി അഗൈൻസ്റ്റ് ദ പ്രൊഫഷണൽ ബിഹേവിയർ. ക്ലിയർ ആയോ? ഇനി നമ്മൾ 5 ഫണ്ടമെന്റൽ എത്തിക്കൽ ത്രെഡ്സ് പഠിച്ചു. അല്ല, ഫണ്ടമെന്റൽ അല്ല, 5 പ്രൊഫഷണൽ എത്തിക്കൽ ത്രെഡ്സ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു നമ്മുടെ എത്തിക്കൽ ത്രെഡ്സ്? സെൽഫ് ഇൻട്രസ്റ്റ്, ഫെമിലിയാരിറ്റി, ഇന്റിമിഡേഷൻ. സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ആദ്യമേ തന്നെ ഇങ്ങനെ ഓർത്ത് നോക്കുക, നിങ്ങളുടെ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യുന്നതാണ് സെൽഫ് ഇൻട്രസ്റ്റഡ്. മനസ്സിലായോ? ഓക്കെ. അതായത് എന്തെങ്കിലും ലോ ബോളിങ്ങോ ഹൈ പെർസെന്റേജ് ഫീസോ അതെല്ലാം സെൽഫ് ഇൻട്രസ്റ്റ് ആയിരുന്നു. എന്തായിരുന്നു മക്കളെ ഹൈ പെർസെന്റേജ് ഫീസ് എന്ന് പറഞ്ഞാല്? കോൺസിക്യൂട്ടീവ് ഇയേഴ്സ് ആയിട്ട് മോർ ദാൻ 15% ഓഫ് ദി ഫീസ് ഒരു ക്ലയന്റ് ആണ് നമുക്ക് തരുന്നതെങ്കിൽ അവരെയാണ് ഹൈ പെർസെന്റേജ് ഫീ ക്ലയന്റ് എന്ന് വിളിക്കുക. കാരണം അങ്ങനെയുള്ള ഒരു ക്ലയന്റിനെ വിട്ടുകളയാൻ നമുക്ക് വില്ലിങ് ആവുമോ? ഇല്ല. ലോ ബോളിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലോവർ പ്രൈസിൽ കോട്ട് ചെയ്തിട്ട് ക്വാളിറ്റി ഓഫ് ദ പെർഫെക്റ്റ്. ലോ പ്രൈസ് കോട്ട് ചെയ്യുന്നതിനെയാണ് ലോ ബോളിംഗ് എന്ന് വിളിക്കുക? അല്ല, ക്വാളിറ്റി. ലോ പ്രൈസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മൾ എന്ത് കുറയ്ക്കും? ക്വാളിറ്റി ഓഫ് ദി ഓഡിറ്റ് റെഡ്യൂസ് ചെയ്താൽ മാത്രമേ അതെന്താവത്തുള്ളൂ? ലോ ബോളിംഗ് ആവത്തുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞു പാർട്ണർ ഓൺ ക്ലയന്റ് ബോർഡ്, ഗിഫ്റ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി സർവീസ് കിട്ടുക, ഫാമിലി അല്ലെ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുക, അതെല്ലാം എന്താണ്? സെൽഫ് ഇൻട്രസ്റ്റഡ് ആണ്. ക്ലിയർ ആയോ? സെൽഫ് റിവ്യൂ ത്രെട്ട് എന്ന് പറയുന്ന സമയത്ത് കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾ ഓൾറെഡി എന്തെങ്കിലും സർവീസ് ക്ലയന്റിന് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന സമയത്താണ് അവിടെ എന്തുണ്ടാവുക? സെൽഫ് റിവ്യൂ ത്രെട്ട് ഉണ്ടാവുക. സോ സെൽഫ് റിവ്യൂ ത്രെട്ട് വിൽ അറൈസ് ഓൺലി ഓൺ വൺ കേസ്. ഏത് സിറ്റുവേഷനിലായിരുന്നു? നിങ്ങൾ പെർഫോം ചെയ്ത ക്ലയന്റിന്റെ വർക്ക് നിങ്ങൾ തന്നെ റിവ്യൂ ചെയ്താൽ മാത്രം. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കാം, നിങ്ങൾ ഇതിനു മുന്നേ ക്ലയന്റ് കമ്പനിയിൽ എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്, ആൻഡ് നൗ യു ആർ ഗോണ ഡു ദ ഓഡിറ്റ് ഓഫ് ദി സെയിം എന്റിറ്റി. അങ്ങനെയാണെങ്കിൽ അത് സെൽഫ് റിവ്യൂ ത്രെട്ട് ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ മക്കളെ, പിന്നെ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണേ. ഇപ്പം ഒരു 5-6 വർഷം മുന്നെയാണ് നിങ്ങൾ ക്ലയന്റിന്റെ അടുത്ത് വർക്ക് ചെയ്തിട്ടുള്ളത് മുന്നേ, അങ്ങനെയാണെങ്കിൽ അത് എന്ത് ത്രെട്ടായിരിക്കും? ഫെമിലിയാരിറ്റി ത്രെട്ട് ആയിരിക്കും കേട്ടോ. മനസ്സിലായോ? ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നാളും ഓഡിറ്റ് ഫേമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്, അവിടുന്ന് നേരെ ക്ലയന്റിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെൽഫ് റിവ്യൂ ത്രെട്ട് ആണോ? അല്ല. അതെന്തായിരിക്കും? ഫെമിലിയാരിറ്റി ത്രെട്ട്. ഓക്കെ. ഇനി അഡ്വക്കസി ത്രെട്ട് എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെ വരിക? നിങ്ങൾ ക്ലയന്റിനെ റെപ്രസെന്റ് ചെയ്താൽ മാത്രം വരുന്ന ത്രെട്ടാണ് അഡ്വക്കസി ത്രെട്ട് എന്ന് പറയുന്നത്. ഫെമിലിയാരിറ്റി ത്രെട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ക്ലോസ് ബിസിനസ് റിലേഷൻഷിപ്പ്, അങ്ങനെ ഫാമിലിയിലെ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഒക്കെ കാരണം കൊണ്ട് വരുന്ന ത്രെട്ടാണ് ഫെമിലിയാരിറ്റി ത്രെട്ട് എന്ന് പറയാം.
ഇന്റിമിഡേഷൻ ത്രെട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് 3 സിറ്റുവേഷൻ ആണ് വരുന്നത്. ഏതൊക്കെയായിരുന്നു 3 സിറ്റുവേഷൻ? അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം, എന്നാലാണ് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ക്രിയേറ്റിംഗ് ലിമിറ്റേഷൻ ഇൻ ദ സ്കോപ്പ് ഓഫ് ഓഡിറ്റ്. കൊയേഷൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഭീഷണിപ്പെടുത്തുക. നിങ്ങളോട് പറയുന്നു ഓഡിറ്റ് ഫീസ് തരൂലാന്ന്, നെക്സ്റ്റ് ഇയർ ഓഡിറ്റ് തരൂലാന്ന്, നിങ്ങൾക്ക് എഗൈൻസ്റ്റ് ആയിട്ട് കേസ് ഫയൽ ചെയ്യുമെന്ന്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെയാണ് കൊയേഷൻ എന്ന് പറയാം. അൺഡ്യൂ ഇൻഫ്ലുവൻസ് പറഞ്ഞാൽ എന്തായിരുന്നു? അൺഡ്യൂ ഇൻഫ്ലുവൻസ് നിങ്ങളെ പ്രഷറൈസ് ചെയ്യാണ്, നിങ്ങളെ ഭയങ്കരമായ രീതി പ്രഷറൈസ് ചെയ്യാണ്. സേ ഫോർ എക്സാമ്പിൾ, ഓഡിറ്റ് ഫേമിൽ ഉണ്ടായിരുന്ന സീനിയർ, ആ സീനിയർ ആണ് ഇപ്പൊ ക്ലയന്റ് കമ്പനിയുടെ ഹെഡ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഒരു പേടി ഉണ്ടാവൂലേ? അയാൾ നിങ്ങളെ പണ്ടത്തെ ഇതിന് പുറത്ത് അത് ചെയ്യൂ, ഇത് ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണ്ടത്തെ ബഹുമാനം അയാൾ യൂട്ടിലൈസ് ചെയ്യുന്നു. അതൊക്കെയാണ് എന്ത്? അൺഡ്യൂ ഇൻഫ്ലുവൻസ് പറയാം. അല്ലെങ്കിൽ ഇപ്പൊ എന്റെ പേരൻസ് അല്ലെങ്കിൽ സിബ്ലിങ്സ് അല്ലെങ്കിൽ വൈഫ് ഒക്കെയാണ് ക്ലയന്റ് കമ്പനിയിലുള്ള, അപ്പൊ അവർക്ക് എന്റെ മേലെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ട് അവരെന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനാണ് ഇന്റിമിഡേഷൻ എന്ന് പറയാം. അതുമല്ലാന്നുണ്ടെങ്കിൽ ക്രിയേറ്റിംഗ് ലിമിറ്റേഷൻ ഇൻ ദ സ്കോപ്പ് ഓഫ് ഓഡിറ്റ്. ഓഡിറ്റിന് സ്കോപ്പ് എന്താണോ അതിൻ്റെ അകത്ത് ലിമിറ്റേഷൻ വരുത്തുന്നു. അതെന്തൊക്കെയായിരുന്നു? ഓഡിറ്റ് എവിഡൻസ് എനിക്ക് ഒബ്റ്റൈൻ ചെയ്യാനായിട്ട് സഫീഷ്യന്റ് ടൈം തരുന്നില്ല, പെട്ടെന്ന് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നു. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ആക്സസ് ടു ഓൾ റെക്കോർഡ്സ് തരുന്നില്ല, കമ്പനിയുടെ ബുക്സ് ഒന്നും എനിക്ക് പ്രോപ്പർലി തരുന്നില്ല, ഇൻവെന്ററി കൗണ്ടിനെ ഇൻവൈറ്റ് ചെയ്യുന്നില്ല, ഫിനാൻസ് ഡയറക്ടറുമായിട്ട് സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ മര്യാദയ്ക്ക് ഓഡിറ്റ് ചെയ്യുന്നതിൻ്റെ അകത്ത് എന്തെങ്കിലും തടസ്സങ്ങൾ വരുത്തുകയാണ്. ദേ ആർ ക്രിയേറ്റിംഗ് എനി ഓഫ് ദി ഒബ്സ്റ്റാക്കിൾസ് ടു ദി ഓഡിറ്റ്. അങ്ങനെയാണ് അതെന്തെല്ലാം എന്തായിരിക്കും? ഇന്റിമിഡേഷൻ ത്രെട്ട് ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ. ഈ ത്രെട്ടിനെ 5 എണ്ണത്തിനെ ഡിസ്റ്റിങ്യൂഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈസിലി നിങ്ങൾക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന 2 എണ്ണമാണ് സെൽഫ് റിവ്യൂവും അഡ്വക്കസിയും. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സെൽഫ് റിവ്യൂ ത്രെട്ട് എന്ന് പറയുന്ന ത്രെട്ട് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എന്തെങ്കിലും ചെയ്ത് കൊടുത്തിട്ടുണ്ടാവണം. ശരിയല്ലേ? നിങ്ങൾ ക്ലയന്റിന് എന്തെങ്കിലും ചെയ്ത് കൊടുത്താൽ മാത്രമേ അതെന്താവുള്ളൂ? സെൽഫ് റിവ്യൂ ആവത്തുള്ളൂ. സെയിം ആസ് ആൻ അഡ്വക്കസി ത്രെട്ട് എന്ന് പറയുന്ന ഒരു ത്രെട്ട് ഫോം ആവണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കണം? നിങ്ങൾ ക്ലയന്റിനെ അതേപോലെ തന്നെ റെപ്രസെന്റ് ചെയ്ത് സംസാരിച്ചാൽ മാത്രമേ അവിടെ അഡ്വക്കസി ത്രെട്ട് ഉണ്ടാവത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത് അങ്ങനെ കൺസിഡർ ചെയ്യാം. ഇനി നമ്മൾ പറഞ്ഞു 3 എണ്ണം തമ്മിൽ കൺഫ്യൂസ്ഡ് ആവുന്ന ഫെമിലിയാരിറ്റിയും സെൽഫ് ഇൻട്രസ്റ്റും ഇന്റിമിഡേഷനും ആണ്. എന്റെ വൈഫ് ക്ലയന്റ് കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട്. സോ ദേർ ഇസ് എ ക്ലോസ് ഫാമിലി റിലേഷൻ. സോ ഓട്ടോമാറ്റിക്കലി അവിടെ എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്? സെൽഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവാം, ഫെമിലിയാരിറ്റി ഉണ്ടാവാം, ഇന്റിമിഡേഷൻ ഉണ്ടാവാം. പക്ഷെ നിങ്ങൾ തന്നെയാണ് ഡിസ്റ്റിങ്യൂഷ് ചെയ്യേണ്ടത്. ഇപ്പൊ വൈഫ് എന്തെങ്കിലും ഫ്രോഡ് കമ്മിറ്റ് ചെയ്തു, ആ ഫ്രോഡ് ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഓഡിറ്റർ മിസ്സ്റ്റേറ്റ്മെന്റ് പറഞ്ഞില്ല എന്ന് പറയാണ്. അങ്ങനെയാണ് അതെന്തായിരിക്കും? സെൽഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. കാരണം ഓഡിറ്ററായി എനിക്ക് നാണക്കേടാണ് എന്റെ വൈഫ് ഒരു ഫ്രോഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതുകൊണ്ടായിരിക്കാം ഞാൻ എന്ത് ചെയ്യുന്നത്? അത് സമ്മതിച്ചു കൊടുക്കാത്ത. അപ്പൊ ഓട്ടോമാറ്റിക്കലി ദാറ്റ് വിൽ ബി സെൽഫ് ഇൻട്രസ്റ്റഡ്. ഓൺ ദ അതർ ഹാൻഡ് വെറുതെ അല്ല, ഇന്റിമിഡേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ ഇൻഫ്ലുവൻസിങ് ഫാക്ടർ എന്തെങ്കിലും ഉണ്ടെന്ന് പറയാണ്. അതായത് ഇപ്പൊ ഓഡിറ്ററിന്റെ ബ്രദർ ആണ് ക്ലയന്റ് കമ്പനിയിലുള്ളത്. സോറി, ഹലോ, വോയിസ് എനിക്ക് ക്ലിയർ അല്ല, ഒന്നുകൂടെ പറയോ? ഓക്കെ, പെർസീവ്ഡ് പ്രഷർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇഫ് സംതിങ് ഈസ് മെൻഷൻഡ് ഇൻ ദ സിനാരിയോ, ഓൺ ദ ബേസിസ് ഓഫ് ദാറ്റ് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ത്രെട്ട് പറയാം. അപ്പൊ മൾട്ടിപ്പിൾ ത്രെട്ട് വരുന്ന കേസിൽ യു നീഡ് ടു പ്രൊവൈഡ് ദ റീസൺസ് വൈ യു സ്പെസിഫൈ ഇറ്റ് ആസ് എ ത്രെട്ട്. അത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഓക്കെ. ഇനി ഫെമിലിയാരിറ്റി ത്രെട്ടിനെ കുറിച്ച് പറയുന്നത് മെയിൻലി എപ്പോഴാന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഫാമിലി അല്ലെങ്കിൽ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്നുണ്ടാവും, നിങ്ങളും ക്ലയന്റ് കമ്പനിയുടെ സിഇഒയും നിങ്ങൾ ഒരുമിച്ച് ഒരു പാർട്ടിക്ക് പോകുന്നതിനെ കുറിച്ച് പറയുന്നു, നിങ്ങൾ ഫുട്ബോൾ ടൂർണമെന്റിന് പോകുന്നതിനെ കുറിച്ച് പറയുന്നു, നിങ്ങൾ ഒരുമിച്ചാണ് ട്രാവൽ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നു. ആ സിറ്റുവേഷനിലൊക്കെ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? ഇറ്റ് വിൽ ബി ഫെമിലിയാരിറ്റി ത്രെട്ട്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ ത്രെട്ടിനെ ഡിസ്റ്റിങ്യൂഷ് ചെയ്യുക. ബട്ട് AA-ക്കകത്തായിരുന്നപ്പം നിങ്ങൾക്ക് ഒരു ത്രെട്ട് എഴുതി തെറ്റിക്കഴിഞ്ഞാൽ മാർക്ക് പോവും. AAA-ക്കകത്ത് മാർക്ക് പോവില്ല. എന്ന് വെച്ചാൽ AA-ക്കകത്ത് വെൻ യു യൂസ് ടു ഗെറ്റ് ദ MCQ ക്വസ്റ്റ്യൻസ്, ഇൻ കേസ് എങ്ങാനും നിങ്ങൾ ഈ ഫെമിലിയാരിറ്റിയും ഇന്റിമിഡേഷൻ തമ്മിൽ പ്രോപ്പർലി ഡിസ്റ്റിങ്യൂഷ് ചെയ്യാൻ പറ്റിയില്ല, and you can't and unfortunately it went wrong, you will not get any marks for that. But on the other hand, when it comes to the paper AAA, ഇവിടെ നിങ്ങൾ എഴുതുന്ന സമയത്ത് if you give proper justification for whatever the threats that you have identified, you will be getting marks for that. Clear ayo? Okay. Yes. So whenever you write a threat, provide a proper explanation for why do you consider it as a threat. ഇനി ഇതിന് പുറമെ നമ്മൾ ഒരു ത്രെട്ടും കൂടെ പറഞ്ഞിരുന്നു, other than this 5 threat, and whenever you write the threat, always give, it creates a threat to objectivity. It gives rise to intimidation threat to objectivity. It gives rise to self interest threat to objectivity. അങ്ങനെ തന്നെ പറയാൻ നോക്കുക കേട്ടോ. കാരണം എല്ലാ ത്രെട്ടും എഗൈൻസ്റ്റ് ഒബ്ജക്ടിവിറ്റി ആണ് വരിക. ബിക്കോസ് നിങ്ങൾ
നമ്മൾ പറഞ്ഞു യു ഷുഡ് ഓൾവേസ് ഫോളോ ഒബ്ജക്ടിവിറ്റി, യു ഷുഡ് നോട്ട് ബി ബയസ്ഡ്, യു ഷുഡ് നോട്ട് ഹാവ് എനി അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഓർ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ്. ഈ ത്രെട്ട് ഏത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താവും? ബയസ്ഡ് ആവും. മനസ്സിലായോ? പിന്നെ സേഫ് ഗാർഡും എപ്പോഴും എഴുതണം എന്നുണ്ടോ? അതിലേക്ക് നമ്മൾ വരുന്നേ ഉള്ളൂ. നമ്മൾ ത്രെട്ട് എഴുതുന്ന സമയത്ത് സേഫ് ഗാർഡ് എപ്പോഴും എഴുതാം. ഇപ്പൊ പറയാം കേട്ടോ. ഓക്കെ, മാനേജ്മെന്റ് ത്രെട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും എന്തായിരുന്നു മാനേജ്മെന്റ് ത്രെട്ട് എന്ന് പറയാം? Auditor is assuming management responsibility as part of the audit firm's responsibility. അപ്പോൾ അങ്ങനെ ത്രെട്ട് ടു ഇൻഡിപെൻഡൻസ് ഉണ്ടാവുന്നതിനെയാണ് മാനേജ്മെന്റ് ത്രെട്ട് എന്ന് വിളിക്കുക. അതായത് മാനേജ്മെന്റ് ചെയ്യേണ്ട എന്തെങ്കിലും ഡ്യൂട്ടി ഓഡിറ്റർ ചെയ്യുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് എന്തും കൂടെ ക്രിയേറ്റ് ചെയ്യുന്ന പറയാം? മാനേജ്മെന്റ് ത്രെട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പറയാം. എസ്പെഷ്യലി ഓഡിറ്ററിനോട് ചോദിക്കുകയാണ് ക്ലയന്റിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കൊണ്ടുപോയി ബോർഡിന്റെ അടുത്ത് പ്രസന്റ് ചെയ്യാവുന്നു. അത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ത്രെട്ടായിരിക്കും? മാനേജ്മെന്റ് ത്രെട്ട് ആയിരിക്കും. ബാങ്കിൽ പോയിട്ട് ലോൺ നെഗോഷിയേറ്റ് ചെയ്യാവുന്ന ചോദിച്ചു, അവിടെ ഏതൊക്കെ ത്രെട്ട് വരും? മാനേജ്മെന്റ് ത്രെട്ടും വരും. ക്ലിയർ ആയോ? ഓക്കെ. ആൻഡ് ത്രെട്ടിന് നമ്മൾ പലതരത്തിലുള്ള സേഫ് ഗാർഡ്സ് പഠിച്ചിരുന്നു. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ക്ലയന്റിന്റെ ഓഡിറ്റ് കമ്മിറ്റിയും ദോസ് ചാർജ് വിത്ത് ഗവേണൻസുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓഡിറ്റ് ടീമിന്റെ അകത്തുനിന്ന് അയാളെ റിമൂവ് ചെയ്യാം. ഫെമിലിയാരിറ്റി അല്ലെങ്കിൽ സെൽഫ് ഇൻട്രസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ എക്സ്റ്റേണൽ റിവ്യൂറെ കൊണ്ട് വർക്ക് റിവ്യൂ ചെയ്യിക്കാം. ഫെമിലിയാരിറ്റിയുടെ കേസിൽ സീനിയർ പേഴ്സൺ ആരാണ് അയാളെ റൊട്ടേറ്റ് ചെയ്യാം. സെൽഫ് റിവ്യൂ ത്രെട്ട് അവോയ്ഡ് ചെയ്യാൻ സെപ്പറേറ്റ് ടീം യൂസ് ചെയ്യാം. നമ്മൾ പറഞ്ഞു അത് ലിസ്റ്റഡ് ക്ലയന്റിന്റെ കേസിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ദെൻ സ്കെപ്റ്റിസിസം യൂസ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി റിസൈൻ ചെയ്യാന്ന് പറഞ്ഞു. സെയിം as that നമ്മൾ പറഞ്ഞു വെൻ യു ഓഡിറ്റ് മൾട്ടിപ്പിൾ എൻറ്റിറ്റീസിന്റെ കോമ്പീറ്റന്റ് മാർക്കറ്റ്, നിങ്ങൾ സിനാരിയോ പ്രോപ്പർലി വായിച്ചു നോക്കുക. ഈസിലി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഇത്. നിങ്ങളോട് ചോദിക്കും, നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടാവും എ കമ്പനി, അലൻ കമ്പനി ഈസ് എ കമ്പനി വിച്ച് ഓപ്പറേറ്റ്സ് ഇൻ എ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ആൻഡ് ബ്ലാ 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 കുറെ കാര്യങ്ങൾ പറയും. താഴെ നിങ്ങളോട് പറയും the auditor is also planning to undertake the audit of another company from the same pharmaceutical industry. പിന്നെ വേറെ കുറെ കഥകൾ പറയും. താഴെ നിങ്ങളോട് ചോദിക്കും എത്തിക്കൽ ത്രെട്ട് എന്തൊക്കെയാണ്, സേഫ് ഗാർഡ് എന്തൊക്കെയാണ് വേണ്ടതെന്ന്. അപ്പൊ നിങ്ങൾ പറയേണ്ടത് എന്താ? when an auditor audit in a same industry for multiple company, there are always threat to objectivity and confidentiality. അപ്പം അവിടെ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പൊ സേഫ് ഗാർഡ് എന്താ വേണ്ടത്? ഫസ്റ്റ് നിങ്ങൾ എടുക്കേണ്ട സേഫ് ഗാർഡ്, രണ്ട് എൻറ്റിറ്റിയുടെയും കയ്യിൽ നിന്ന് പെർമിഷൻ വാങ്ങണം. യു നീഡ് ടു ഒബ്ടൈൻ പെർമിഷൻ ഫ്രം ബോത്ത് എൻറ്റിറ്റീസ്, നോട്ട് ജസ്റ്റ് ബോത്ത്. മൾട്ടിപ്പിൾ എൻറ്റിറ്റീസ് ഉണ്ടെങ്കിൽ എല്ലാ എൻറ്റിറ്റിയുടെയും കയ്യിൽ നിന്ന് പെർമിഷൻ വാങ്ങണം. എല്ലാ എൻറ്റിറ്റിയും കൺസെന്റ് തന്നാൽ മാത്രമേ നിങ്ങൾ ആ എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അഡീഷണൽ സേഫ് ഗാർഡ്സ് എടുക്കണം. എന്തൊക്കെ അഡീഷണൽ സേഫ് ഗാർഡ്സ്? സെപ്പറേറ്റ് എൻഗേജ്മെന്റ് ടീം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആക്സസ് ടു ഇൻഫർമേഷൻ പ്രിവെന്റ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടാവണം. കോൺഫിഡൻഷ്യാലിറ്റി എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടാവണം. സേഫ് ഗാർഡ്സ് പ്രോപ്പർലി അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. ഇൻഡിപെൻഡൻസ് അഡ്വൈസ് നമ്മൾ കൊടുക്കുന്നുണ്ടാവണം. ഇൻ കേസ് എങ്ങാനും ഇത് ഏതെങ്കിലും എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലോ നിങ്ങൾ എൻഗേജ്മെന്റിൽ നിന്നും റിസൈൻ ചെയ്യുക. ക്ലിയർ ആയോ? ഓക്കെ. സോ ദിസ് ഈസ് വാട്ട് യു നീഡ് ടു ഡു ആസ് പാർട്ട് ഓഫ് ദി ഓഡിറ്റിംഗ് മൾട്ടിപ്പിൾ എൻറ്റിറ്റീസ് ഇൻ എ കോമ്പീറ്റന്റ് മാർക്കറ്റ്. ദെൻ ഇൻ അഡീഷൻ ടു വിച്ച് നമ്മൾ പറഞ്ഞിരുന്നു കൂളിംഗ് ഓഫ് പീരീഡിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ നമ്മുടെ എൻഗേജ്മെന്റ് എങ്ങനെയാണ് ക്യാരി ഔട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തെ പറ്റിയിട്ടും. സോ കൂളിംഗ് ഓഫ് പീരീഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ സമയത്ത് നമ്മൾ എങ്ങനെയായിരുന്നു പറഞ്ഞത്? ഫസ്റ്റ് എൻഗേജ്മെന്റ് പാർട്ണർ ആണെങ്കിലും ക്വാളിറ്റി കൺട്രോൾ റിവ്യൂർ ആണെങ്കിലും കീ ഓഡിറ്റ് പാർട്ണർ ആണെങ്കിലും എല്ലാം മാക്സിമം സെർവ് ചെയ്യാൻ പറ്റുന്ന പീരീഡ് എത്ര തന്നെയായിരിക്കും? ഇറ്റ് വിൽ ബി എ പീരീഡ് ഓഫ് 7 years. ആൻഡ് അവരുടെ കൂളിംഗ് ഓഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? എൻഗേജ്മെന്റ് പാർട്ണറിന്റെ എത്രയാണ്? 5 years. എൻഗേജ്മെന്റ് ക്വാളിറ്റി കൺട്രോൾ റിവ്യൂറിന്റെ വന്നു കഴിയുമ്പോഴത്തേനും 3, കീ ഓഡിറ്റ് പാർട്ണറിന്റെ 2. അപ്പൊ നിങ്ങൾക്ക് നോക്കാം കൂളിംഗ് ഓഫ് പീരീഡ് അപ്രോപ്രിയറ്റ്ലി സെർവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് ത്രെട്ട് ആയിരിക്കും വരിക? ഇറ്റ് വിൽ ക്രിയേറ്റ് എ ത്രെട്ട് ടു ഫെമിലിയാരിറ്റി ത്രെട്ട് ആയിരിക്കും വരുന്നുണ്ടാവുക. ക്ലിയർ ആയോ? ഓക്കെ. ഇനി മെയിൻലി നിങ്ങൾ എത്തിക്കൽ ത്രെഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മെയിൻ ആയിട്ടും ചെയ്യേണ്ടത് എന്താ വെച്ചാൽ എത്തിക്കൽ ത്രെട്ട് എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. അതായത് ത്രെട്ട് ടു ഒബ്ജക്ടിവിറ്റി ഏതാണ്? സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ട് ആണോ, സെൽഫ് റിവ്യൂ ത്രെട്ട് ആണോ, അഡ്വക്കസി ആണോ, ഫെമിലിയാരിറ്റി ആണോ, ഏത് എത്തിക്കൽ ത്രെട്ട് ആണ് വരുന്നത് എന്നുള്ളത് സിനാരിയോയിൽ നിന്ന് പ്രോപ്പർലി ഐഡന്റിഫൈ ചെയ്യണം. ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ അതെന്തുകൊണ്ടാണ് ത്രെട്ട് ആവുന്നത്, ആ ത്രെട്ട് എത്ര സിഗ്നിഫിക്കന്റ് ആണെന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത് ഇറ്റ് ക്രിയേറ്റ്സ് എ ത്രെട്ട് ടു ഒബ്ജക്ടിവിറ്റി. ഏത് ത്രെട്ടാന്നുള്ളത് പറഞ്ഞു. ഇനി അതെന്തുകൊണ്ടാണ് ത്രെട്ട് ആവുന്നത്? നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത റീസൺ തന്നെ പറയാം. ക്ലയന്റ് ഓഡിറ്റർ പോയിട്ട് ക്ലയന്റിനെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഓഡിറ്റർക്ക് ക്ലയന്റിന് എഗ്രീസ് ആയിട്ട് സംസാരിക്കാൻ പറ്റാണ്ട് വരും. സോ ഓട്ടോമാറ്റിക്കലി പിന്നീട് ഇൻ കേസ് എങ്ങാനും നമുക്ക് ഒരു മോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഓഡിറ്റർ വിൽ നോട്ട് ബി ഏബിൾ ടു പ്രൊവൈഡ് ദ മോഡിഫൈഡ് ഒപ്പീനിയൻ ബിക്കോസ് ഓഫ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഓഡിറ്റർ ആൻഡ് ദ ക്ലയന്റ് കമ്പനി. ഇൻ ദാറ്റ് കേസ് നമ്മൾ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. സോ വിച്ച് വുഡ് ക്രിയേറ്റ് എത്തിക്കൽ ത്രെഡ്സ്. അതാണ് നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. And always keep one thing in mind. Whenever you write an ethical thread, you should always clearly specify the safeguard.
എത്തിക്കൽ ത്രെഡിനെ കുറിച്ച് നിങ്ങൾ എപ്പോൾ പറഞ്ഞാലും പ്രോപ്പർലി എന്താണ് അവിടെ എടുക്കേണ്ട സേഫ് ഗാർഡ് എന്നുള്ളത് ക്ലിയർലി സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവണം. സോ സേഫ് ഗാർഡ് ഓൾസോ ഷുഡ് ബി പ്രൊവൈഡഡ്. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത്. You have to identify the ethical thread. You have to explain the thread. You have to give the significance of the thread. You can include both the explanation and significance together. And you have to clearly specify the safeguards as well. Clear ആയോ? Yes, sir. And ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് സ്വന്തമായിട്ട് ഒരുപാട് കഷ്ടപ്പെടണം എന്നില്ല. You can just follow the same notes on ethical threats and safeguards. So ഓരോ സിറ്റുവേഷനിൽ ഉണ്ടാവുന്ന എത്തിക്കൽ ത്രെഡ്സും ആൻഡ് ഇൻ ഇറ്റാലിക്സ് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണോ സേഫ് ഗാർഡ്സ് എടുക്കേണ്ടത് ആ സേഫ് ഗാർഡ്സും ആയിരുന്നു ethical threats and safeguards എന്ന് പറഞ്ഞ നോട്ട്സിൽ ഞാൻ നിങ്ങൾക്ക് തന്നു. If anyone of you want, you can download the same from the Google as well. Directly search ചെയ്താൽ മതി അത്. ആൻഡ് ഇതായിരുന്നു ethical threats and safeguards എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോട്ട്സ് ആയിട്ട് പഠിച്ചത്. സോ ഈ നോട്ട്സും കൂടെ ഒന്ന് വായിച്ചു നോക്കുക to get a clear picture on what are the ethical threats and the related safeguards that you have to take in relation to each of the threats that you will identify in the scenario. Clear ആയോ? Okay. And listed client in the case നമ്മൾ safeguard ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. Listed client in the case, if you are specifically providing a engagement, audit engagement to the listed client, you are not allowed to provide any other engagement other than the audit service. അതായിരുന്നു ലിസ്റ്റഡ് എൻറ്റിറ്റിയുടെ കേസിലുള്ളത്. അല്ലാത്ത എൻറ്റിറ്റിയുടെ കേസിലാണെങ്കിലാണ് നമ്മൾ നോർമലി എന്ത് പറയാറ്? യു ക്യാൻ യൂസ് എ സെപ്പറേറ്റ് എൻഗേജ്മെന്റ് ടീം എന്നുള്ള കാര്യം പറയാറ്. ക്ലിയർ? Yes, sir. Okay, fine. So this is what you need to mainly consider with regarding the ethics part. അപ്പൊ നമ്മൾ ഇത്രയായിരുന്നു എത്തിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞത്. അപ്പൊ എത്തിക്സിന്റെ ഏരിയയും ആ നോട്ട്സും ഇന്ന് ഇഫ് പോസിബിൾ എല്ലാവരും റിവൈസ് ചെയ്യണം. ഇൻ അഡീഷൻ ടു വിച്ച് ബിസിനസ് റിസ്കിന്റെ ഏരിയാസ് റിവൈസ് ചെയ്യുക. അതേപോലെ തന്നെ ഓഡിറ്റ് റിസ്കിന്റെ നമ്മൾ ഇന്നലെ പറഞ്ഞ ഏരിയാസ് കൺസിഡർ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് ഓഫ് ദി മെയിൻലി 50 മാർക്സ് ഏരിയ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ 50 മാർക്സിന്റെ ഏരിയക്കകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു? ഓഡിറ്റ് റിസ്ക്, ബിസിനസ് റിസ്ക്, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ്, additional information, audit procedure, ethics. Clear ആണോ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും? Yes, sir. ഓക്കെ. അപ്പോ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് വിത്ത് റിഗാർഡിംഗ് ദിസ് ഏരിയ. സോ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നാളെ നോക്കാം. അപ്പൊ എല്ലാവരും ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ റിവൈസ് ചെയ്തിട്ട് വരിക. ഓക്കെ, ഓൾറൈറ്റ്. സോ നാളെ നമ്മൾ നോക്കുന്നുണ്ടാവുക റിപ്പോർട്ടിംഗിന്റെ ഏരിയ ആയിരിക്കും, അതേപോലെ തന്നെ ക്രിട്ടിക്കൽ അപ്രൈസലിന്റെ ഏരിയ ആയിരിക്കും. സോ റിപ്പോർട്ടിംഗ് ആൻഡ് ക്രിട്ടിക്കൽ അപ്രൈസലിന്റെ ഏരിയ പ്രോപ്പർലി നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പൊ എല്ലാവരും ക്വിക്ലി ഒന്ന് റിപ്പോർട്ടിംഗ് ഏരിയയും കൂടെ റിവൈസ് ചെയ്തിട്ട്